ഉണർവ് കഴിഞ്ഞിട്ട് ക്ഷീണിച്ചും തളർന്നുമിരിക്കുന്നു. വഴിക്ക് വെച്ച് വളരെയധികം കൂട്ടായ്മകളും അത്ഭുതകരമായ യോഗങ്ങളും ഉണ്ടായിരുന്നു. കൂടാതെ ഓരോ സ്ഥലങ്ങളിലും പൂർവ്വ തീരത്തുകൂടി പടിഞ്ഞാറ് തീരത്ത് കാനഡ വരെ ക്രിസ്ത്യാനികളെ അഭിനന്ദിക്കുന്നതിനും കഴിഞ്ഞിരുന്നു. അതുകൂടാതെ ഒരു നല്ല സഹകരണത്തോടുകൂടി സകല വ്യത്യസ്തമായ സഭാ സംഘടനകളുടെയും ഇടയിൽ അസംബ്ലീസ് ഓഫ് ഗോഡ്, യുണൈറ്റഡ് പെന്റിക്കോസ്റ്റൽ സഭ, ഫോർ സ്ക്വയർ, അങ്ങനെ മറ്റു പല സഭാ സംഘടനകളും സഹകരിക്കുകയും വലിയ യോഗങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു. ഇന്ന് വിജയമെന്ന് വിളിക്കാൻ കഴിയുന്നിടത്തോളം ഒരു മഹത്തായ വിജയമായിരുന്നു. പലരും അതിനെ മഹത്തായതെന്ന് ഒരുപക്ഷെ വിളിച്ചേക്കാം. എന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു ഉണർവുകാരനാകുന്നു. ഉണർവ് എന്ന കാര്യത്തെ ദേശീയമായി സംസാരിക്കുകയാണ്. അത് മിക്കവാറും അവസാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഹൃദയങ്ങൾ ആളിക്കത്തുന്ന ഒരു ഉണർവ് കാണുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവിടെ സംഖ്യ കൂട്ടുകയല്ല, എന്നാൽ ഉണർവാകുന്നു. നമ്മുടെ കർത്താവ് രോഗശാന്തിയുടെ അത്ഭുതങ്ങൾ പലരുടെ മേൽ ചെയ്യുകയും തീർച്ചയായും വളരെ പേർ രക്ഷിക്കപ്പെടുകയും ചെയ്തു. ഇപ്പോൾ ഞാൻ വീട്ടിലായിട്ട് സ്വല്പമൊന്ന് വിശ്രമിക്കുകയും കർത്താവ് അനുവദിക്കുന്ന പക്ഷം കുറച്ചു സമയത്തിന് ശേഷം യോഗങ്ങൾക്കായി തിരികെ പോകുന്നതുമാണ്. ഇത് ലോകത്തെങ്ങുമായിട്ടുള്ള എന്റെ ജനങ്ങളോടും വളരെയധികം സ്നേഹിതന്മാരോടുമായി പറയുകയാണ്. ഇന്ന് രാത്രിയിൽ ഈ കൂടാരത്തിൽ വെച്ച് ഞാനത് പ്രസ്താവിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളോ കൂടാതെ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ആർക്കും തന്നെ ഇന്ന് രാത്രിയിൽ ഈ കൂടാരത്തിനുള്ളിൽ ചൂടാകുന്നുവെന്ന് കാണാൻ കഴിയുന്നതാണ്. അകത്തും ചുറ്റുമായി എല്ലായിടത്തും, വാതിൽക്കലും പുറത്ത് കാറിലും എല്ലായിടത്തുമായി അവർ തിങ്ങി നിറഞ്ഞിരിക്കുന്നു. ഇത് വളരെ ചൂടായിട്ട് ജനങ്ങൾക്കും എനിക്ക് തന്നെയും പ്രയാസമായിരിക്കുന്നു. എന്നാൽ ഞാൻ ഈ സ്ഥലത്ത് എത്തിയിരിക്കുന്നത് കർത്താവ് എനിക്ക് നൽകിയിരിക്കുന്ന ശുശ്രൂഷയ്ക്കനുസരിച്ച് സമയത്തിന്റെ ഏതവസ്ഥയിലാണ് നാം ജീവിക്കുന്നതെന്ന് വിശദീകരിക്കുന്നതിന് വേണ്ടിയാണ്. ഇത് കൂടാരത്തിൽ നിന്ന് രേഖപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ വസന്തകാലത്ത് ഇതെന്റെ ഹൃദയത്തിൽ വന്നിരുന്നു. എന്നാൽ ഇവിടെ തിരികെ എത്തുന്നതുവരെ ഞാൻ കാത്തിരുന്നു. അതിനാൽ എനിക്കത് റെക്കോർഡ് ചെയ്തിട്ട് ലോകത്തെങ്ങുമായുള്ള ജനങ്ങളായ നിങ്ങൾക്ക് അയച്ചു തരാൻ കഴിയുന്നതാണല്ലോ. ഞാനിപ്പോൾ നിൽക്കുന്നതായ ജെഫേഴ്സൺ വിലയിലെ 8ാമത്തെ പെൻ സ്ട്രീറ്റിൽ വെച്ച് കർത്താവായ യേശു 150 വാരയ്ക്കുള്ളിൽ ഏകദേശം 32 വർഷങ്ങളോളം കഴിഞ്ഞിരിക്കുന്നു. ഈ കൂടാരത്തിന്റെ മൂലക്കല്ലിടുമ്പോൾ രാവിലെ സമയം, അപ്പോൾ ഇത് വെറും ചതുപ്പ് നിലമായിരുന്നു. ഇതിനപ്പുറേ ഇടതുവശത്തായിട്ട് ഞാൻ താമസിച്ചിരുന്നു. അതെന്റെ വിവാഹത്തിന് മുമ്പായിട്ട് ഞാൻ എന്റെ മാതാപിതാക്കന്മാരോടൊപ്പം ജീവിച്ചിരുന്നു. അതായത് മൂലക്കല്ലിടുന്ന ദിവസം രാവിലെ ഏകദേശം 6 മണിക്ക് കർത്താവായ യേശു എന്നെ ഉണർത്തുകയുണ്ടായി. എന്റെ ഹൃദയത്തിൽ നിറഞ്ഞ ആനന്ദത്തോടെ ഞാൻ കുറച്ചു സമയമായി അങ്ങനെ കിടക്കുകയായിരുന്നു. ദൈവമായ കർത്താവ് എനിക്കൊരു കൂടാരത്തെ പ്രസംഗിക്കാൻ തരുന്നതിന് വേണ്ടി തരാൻ പോകുന്ന ആ മഹത്തായ സമയത്തെക്കുറിച്ച് വിചാരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ വെറുമൊരു ബാലനായിരുന്നു. എന്നോടൊപ്പം നടന്നിരുന്ന പെൺകുട്ടി അതിന്റെ അടുത്ത വർഷം തന്നെ എന്റെ ഭാര്യയാകുകയും ഞങ്ങൾ മൂലക്കല്ലിടുന്ന സമയത്ത് ആ ദിവസം ഞങ്ങളോടൊപ്പമായിരിക്കുകയും ചെയ്തിരുന്നു. അന്ന് രാവിലെ സമയം ഇവിടെയുള്ള 7ാമത്തെ തെരുവിൽ മുകളിലത്തെ മുറിയിൽ ഞാൻ കിടക്കുമ്പോൾ ഉണർത്തപ്പെട്ടത് ഓർക്കുന്നു. നീ എഴുന്നേറ്റ് നിൽക്കുക എന്ന് എന്തോ എന്നോട് പറഞ്ഞു. ഞാൻ എഴുന്നേൽക്കുകയും ഒരു വലിയ സ്ഥലത്തെ കാണുകയും ചെയ്തു. അതൊരു താഴ്വരയിൽ കൂടി നദി ഒഴുകുന്ന മാതിരിയുള്ള ഒരു സ്ഥലമായിരുന്നു. ഞാൻ അവിടെയുള്ള നദിക്കരയിലെത്തുകയും അത് യോഹന്നാൻ സ്നാപകൻ ജനങ്ങളെ സ്നാനപ്പെടുത്തിയിരുന്ന സ്ഥലമായിരുന്നിട്ട് അവർ അതിനെ ഒരു പന്നിക്കൂട്ടായി തീർക്കുകയും ചെയ്തിരിക്കുന്നുവെന്ന് മനസ്സിലാക്കി. അതിനെപ്പറ്റി ഞാൻ വളരെ വിമർശകനായിരിക്കുകയും ഇത് ചെയ്തുകൂടായിരുന്നു എന്ന് പറയുകയും ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ഞാൻ അവിടെ ആയിരിക്കുമ്പോൾ ഒരു ശബ്ദം എന്നോട് സംസാരിക്കുകയും എന്നെ ഉയരത്തിലേക്ക് പൊക്കിയെടുക്കുകയും ചെയ്തു. ഇപ്പോൾ ഈ കൂടാരമായിരിക്കുന്നതിന്റെ അവസ്ഥയിൽ ഞാൻ അതിനെ ശ്രദ്ധിക്കുന്നതിനിടയായി. ഇതേ അവസ്ഥയിൽ, ഏകദേശം ഇപ്പോൾ ഇതായിരിക്കുന്ന അതേ അവസ്ഥയിൽ തന്നെ കൂടാരത്തിനുള്ളിൽ വളരെയധികം ജനങ്ങൾ എല്ലായിടത്തുമായി കൂടിയിരുന്നു. ഞാൻ സന്തോഷിക്കുകയും പ്രസംഗപീഠത്തിന് പിന്നിലായി നിന്നുകൊണ്ട്, ദൈവമേ, എനിക്കൊരു കൂടാരത്തെ തരുന്നതിന് നീ എത്ര നല്ലവനാകുന്നു എന്ന് പറഞ്ഞു. ആ സമയത്ത് കർത്താവിന്റെ ദൂതൻ എന്നോട് സംസാരിച്ചിട്ട് പറഞ്ഞു, എന്നാൽ ഇത് നിന്റെ കൂടാരമല്ല. എങ്കിൽ കർത്താവെ, എന്റെ കൂടാരം എവിടെ എന്ന് ഞാൻ ചോദിച്ചു. അവൻ എന്നെ ആത്മാവിൽ വീണ്ടും ഉയരത്തിലേക്ക് എടുത്തിട്ട് ഒരു തോപ്പിനുമേൽ എന്നെ ഇരുത്തി.
ഈ തോപ്പിന് താഴെയായി ഏകദേശം 20 അടി അല്ലെങ്കിൽ 30 അടി ഉയരത്തിലായി മരങ്ങളുടെ നിരകൾ ഒരേ ഉയരത്തിലായി നിന്നിരുന്നു. അവ കാഴ്ചയ്ക്ക് ഫലവൃക്ഷങ്ങളായി കാണപ്പെടുകയും വലിയ പച്ച നിറത്തിലുള്ള തൊട്ടികളെ പോലെയുമായിരുന്നു. അതിനുശേഷം എന്റെ ഇടതുവശത്തും വലതുവശത്തും ഓരോ ഒഴിഞ്ഞ തൊട്ടി ശ്രദ്ധിക്കുന്നതിനിടയായി ഇതിനെക്കുറിച്ച് എന്താകുന്നു എന്ന് ഞാൻ ചോദിച്ചു. നീയാണ് അതിൽ നട്ടുപിടിപ്പിക്കേണ്ടത് എന്നവൻ പറഞ്ഞു. അതിനാൽ ഞാൻ എന്റെ വലതുവശത്തുള്ള വൃക്ഷത്തിൽ നിന്നും ഒരു ശാഖ വലിച്ചിട്ട് എന്റെ വലതുവശത്തുള്ള തൊട്ടിയിൽ നട്ടു. ഇടതുവശത്തുള്ള വൃക്ഷത്തിൽ നിന്നും ഒരു ശാഖ വലിച്ചിട്ട് എന്റെ ഇടതുവശത്തുള്ള തൊട്ടിയിൽ നട്ടു. പെട്ടെന്ന് അവ വളർന്ന് ആകാശത്തിലേക്ക് പോയി. അവൻ എന്നോട് പറഞ്ഞു, നിന്റെ കൈകൾ നീട്ടി ഫലങ്ങളെ പറിച്ചെടുക്കുക. ഒരു കൈയിൽ ഒരു വലിയ മഞ്ഞ നിറമുള്ള പാകതയേറിയ മൃദുവായ ആപ്പിൾ കിട്ടി. മറ്റേ കൈയിൽ ഒരു വലിയ മഞ്ഞ നിറമുള്ള പാകതയേറിയ മൃദുവായ ഞാവൽപ്പഴം കിട്ടുകയുണ്ടായി. അത് കാഴ്ചയ്ക്ക് ഹൃദ്യമായതിനാൽ അതിന്റെ ഫലം തിന്നുകൊള്ളുക എന്ന് എന്നോട് പറഞ്ഞു. ഞാൻ ഒന്നിൽ നിന്ന് പിന്നെ മറ്റേതിൽ നിന്നും ഭക്ഷിക്കുകയും വളരെ സ്വാദുള്ളതുമായിരുന്നു. ദർശനത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാമായിരിക്കുമല്ലോ. അത് ജീവകഥയിലോ അല്ലെങ്കിൽ പ്രവാചകന്റെ ആഫ്രിക്ക സന്ദർശനം എന്ന പുസ്തകത്തിലോ എഴുതിയിട്ടുള്ളതായി ഞാൻ കരുതുന്നു. അത് കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ കൈകൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ച് ഘോഷിക്കുകയായിരുന്നു. പെട്ടെന്ന് അഗ്നിസ്തംഭം ഈ വൃക്ഷങ്ങളുടെ മേലെയായി കടന്നു വരികയും ഇടിയും വെളിച്ചവും മിന്നുകയും കാറ്റ് ശക്തിയായി ആഞ്ഞടിക്കുകയും ഇലകൾ മരത്തിൽ നിന്ന് വീഴാൻ തുടങ്ങുകയും ചെയ്തു. ഞാൻ താഴേക്ക് നോക്കുകയും ഈ കൂടാരം ഇപ്പോൾ അതായിരിക്കുന്ന അതേപോലെ തന്നെയുള്ള രൂപത്തിൽ അവിടെ കാണുകയും ചെയ്തു. പ്രസംഗപീഠമായിരിക്കേണ്ടതായ അവസാന ഭാഗത്ത് 3 വൃക്ഷങ്ങൾ കാണപ്പെട്ടിരുന്നു. ആ 3 വൃക്ഷങ്ങളും 3 കുരിശിന്റെ ആകൃതി എടുത്തു കഴിഞ്ഞിരുന്നു. ഞാവൽപ്പഴങ്ങളും ആപ്പിളുകളും രണ്ടും കുലകളായി നടുക്കുള്ള വൃക്ഷത്തിന്റെ ചുറ്റുമായി കൂടിയിരിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു. എനിക്ക് കഴിയാവുന്നത്രയും ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് അതിവേഗം ഞാൻ കുരിശിങ്കിലേക്ക് ഓടി. ഈ കുരിശിങ്കിൽ വന്ന് വീഴുകയും എന്റെ കൈകൾ കൊണ്ട് കുരിശിനെ ചുറ്റിപ്പിടിക്കുകയും ചെയ്തു. കാറ്റ് ആഞ്ഞടിക്കാൻ തുടങ്ങിയും കുരിശിൽ നിന്ന് ഫലങ്ങൾ എന്റെ മേൽ എല്ലായിടത്തുമായി വീഴാൻ തുടങ്ങി. ഞാൻ അത്രമാത്രം സന്തോഷിച്ച് ആനന്ദിക്കുകയായിരുന്നു. തിന്മാൻ നല്ലതാകയാൽ ഫലങ്ങൾ തിന്നുകൊള്ളുക എന്നത് എന്നോട് പറഞ്ഞു. അതിനുശേഷം ഈ വലയം വെച്ച് ചെയ്തുകൊണ്ടിരുന്ന അഗ്നി വിളിച്ചിട്ട് പറഞ്ഞു, കൊയ്ത്ത് വിളഞ്ഞിരിക്കുന്നു, വേലക്കാരോ ചുരുക്കം. അവൻ എന്നോട് പറഞ്ഞു, നീ വീണ്ടും സുബോധാവസ്ഥയിലെത്തുമ്പോൾ അല്ലെങ്കിൽ ഇതിൽ നിന്ന് പുറത്തു വരുമ്പോൾ തിമോത്തിയോസിന്റെ 2-ാം ലേഖനം 4-ാം അധ്യായം വായിക്കുക. 2 തിമോത്തിയോസ് 4. അതിനുശേഷം ഞാൻ സുബോധാവസ്ഥയിലെത്തി. എന്റെ മുഖവും കൈകളും തിരുമിക്കൊണ്ട് ഞാൻ അവിടെ നിന്നിരുന്നു. അത് കഴിഞ്ഞ ഉടനെ തന്നെ മുറിയുടെ മൂലയ്ക്കായി സൂര്യൻ ഉയർന്ന് പ്രകാശിച്ചിരുന്നു. എങ്കിൽ ഞാൻ ദർശനത്തിൽ തന്നെ കുറച്ച് മണിക്കൂറുകളോളോ അതിൽ കൂടുതലോ ആയിരുന്നിട്ടുണ്ട്. അതെന്നോട് 2 തിമോത്തിയോസ് 4 എന്ന് പറഞ്ഞിരുന്നു. ഞാൻ എളുപ്പം ബൈബിൾ എടുത്തിട്ട് 2 തിമോത്തിയോസ് 4 വായിക്കുകയുണ്ടായി. ഇപ്പോൾ ഇത് വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ 2 തിമോത്തിയോസിന്റെ 4-ാം അധ്യായം വായിച്ചപ്പോൾ അത് അത്രമാത്രം വിചിത്രമായി കാണപ്പെട്ടിരുന്നു. പലവട്ടവും ഞാൻ വായിച്ചു നിർത്തിയിട്ടുള്ള ആ വിഷയത്തിന്മേൽ ഞാൻ ഈ കൂടാരത്തിൽ വെച്ച് പ്രസംഗിച്ചിട്ടുണ്ട്. ആ ഭാഗത്ത് തന്നെ എല്ലായ്പ്പോഴും ഞാൻ നിർത്തുന്നത് വളരെ വിചിത്രമായി കാണപ്പെടുന്നു. ഇപ്പോൾ 2 തിമോത്തിയോസിന്റെ 4-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 5 വാക്യങ്ങൾ വായിക്കാം. ഇവിടെ 5 എന്ന് പറയുന്നത് കൃപയുടെ സംഖ്യയാകുന്നു. ഞാനിത് വായിക്കുകയാണ്. I charge thee before God and the Lord Jesus Christ, who shall judge the quick and the dead at his appearing and his kingdom. Preach the word. Be instant. ഞാൻ ദൈവത്തെയും ജീവികൾക്കും മരിച്ചവർക്കും ന്യായവിസ്താരം നടത്തുവാനുള്ള ക്രിസ്തുയേശുവിനെയും സാക്ഷിവെച്ച് അവന്റെ പ്രത്യക്ഷതയും രാജ്യവും ചൊല്ലി സത്യം ചെയ്ത് കൽപ്പിക്കുന്നത്, വചനം പ്രസംഗിക്കുക, സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നിൽക്കുക, സകല ദീർഘക്ഷമയോടും ഉപദേശത്തോടും കൂടെ ശാസിക്കുക, തർജ്ജനം ചെയ്യുക, പ്രബോധിപ്പിക്കുക. അവർ പത്യോപദേശം പൊറുക്കാതെ കർണരസമാകുമാർ സ്വന്തം മോഹങ്ങൾ കൊത്തവണ്ണം ഉപദേഷ്ടാക്കന്മാരെ പെരുക്കുകയും സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥ കേൾക്കാൻ തിരികുകയും ചെയ്യുന്ന കാലം വരും. നീയോ സകലത്തിലും നിർബന്ധനായിരിക്കുക, കഷ്ടം സഹിക്കുക, സുവിശേഷകന്റെ പ്രവൃത്തി ചെയ്യുക, നിന്റെ ശുശ്രൂഷ നിറപടിയായി നിവർത്തിക്കുക. നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? കഴിഞ്ഞ മെയ് മാസം വരെ ഞാൻ ഒരിക്കലും ഇത് ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. ഇതിനുശേഷമുള്ള തിരുവെഴുത്ത് ഭാഗത്തെ ഞാൻ ഒരിക്കലും വായിച്ചിരുന്നില്ല. ഇത്രയുമാണ് എല്ലായ്പ്പോഴും വായിച്ചിരുന്നത്. കാരണം അത് മതിയായി കാണപ്പെട്ടിരുന്നു. കാരണം അത് വചനം പ്രസംഗിക്കുന്നതിനും കഷ്ടം സഹിക്കുന്നതിനും എന്നോട് പറഞ്ഞിരുന്നു. കൂടാതെ സകല ദീർഘക്ഷമയോടും
എന്തുകൊണ്ടെന്നാൽ അവർ പത്യോപദേശം പൊറുക്കാതെ വരുന്ന കാലം വരികയും കർണരസമാകുമാറ് സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണം ഉപദേഷ്ടാക്കന്മാരെ പെരുക്കുകയും സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥ കേൾക്കാൻ തിരികെയും ചെയ്യുന്ന കാലം വരും. എന്നാൽ അവൻ എന്നോട് ഞാനൊരു സുവിശേഷ പ്രവർത്തകനാണെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല. അവൻ പറഞ്ഞത് സുവിശേഷകന്റെ പ്രവൃത്തി ചെയ്യുക. ശ്രദ്ധിക്കുക, പൗലോസ് തിമോഥെയോസിനോട് പറയുകയാണ്. അതെപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചുവോ? ഒരു സുവിശേഷകനായി നീ വിളിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് ഇവിടെ അവൻ പറയുന്നില്ല. സുവിശേഷകന്റെ പ്രവൃത്തി ചെയ്യുക എന്നാകുന്നു. നോക്കൂ, അവിടെയാണ് നാം അതിനെ ശ്രദ്ധിക്കുന്നത്. എന്റെ പൂർണ്ണ ഹൃദയത്തോടും എനിക്കറിയാവുന്നിടത്തോളം ഇത് പറയുകയാണെങ്കിൽ അത് അക്ഷരം പ്രതി നിവൃത്തിയായി കഴിഞ്ഞിരിക്കുന്നു. അത് തികച്ചും കൃത്യമായ കാര്യമാണ്. അത് 30 വർഷങ്ങൾക്ക് മുമ്പായിരുന്നു. എനിക്കറിയാവുന്നിടത്തോളം അവൻ എനിക്ക് നൽകിയിട്ടുള്ള എല്ലാ ദർശനങ്ങളും പൂർത്തിയാക്കപ്പെട്ടിരിക്കുന്നു. ഒന്നൊഴിച്ച് അതെന്റെ ശുശ്രൂഷയിൽ ഒരു മാറ്റം വന്നിട്ട് അതൊരു കൂടാരത്തിനടിയിൽ അല്ലെങ്കിൽ ഒരു വലിയ ഓഡിറ്റോറിയത്തിലോ മറ്റോ ഉള്ള ഒരു ചെറിയ മുറി പോലെയുള്ള സ്ഥലത്ത് ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ഒരു കൂടാരം പോലെ അത് ഞാൻ കാണപ്പെട്ടു. 2-3 വർഷങ്ങൾക്ക് മുമ്പുള്ള ഈ കാര്യത്തെ നിങ്ങൾ ഓർക്കുന്നുണ്ടാകുമല്ലോ. അവയിലധികവും നിവൃത്തിയായി കൊണ്ടുവരപ്പെട്ടു. ഞാൻ മെക്സിക്കോയിലേക്ക് പോകുന്നതും അവിടെ എപ്രകാരം രാത്രിയിൽ മഴ പെയ്തിട്ട് അപ്പോൾ എന്ത് സംഭവിക്കുമെന്നുള്ളതിനെ കുറിച്ചെല്ലാമായിരുന്നു. എന്റെ ശുശ്രൂഷയുടെ ആദ്യത്തെ വലിയെക്കുറിച്ച് അവൻ എന്നോട് പറഞ്ഞിരുന്നു. ചെറിയ കുഞ്ഞു മീനിനെ പിടിക്കുന്നതും അല്ലെങ്കിൽ അത് വിട്ടുകളയുന്നതിനെ കുറിച്ച് നിങ്ങൾ ഓർക്കുന്നില്ലേ? രണ്ടാമത്തേത് ചെറിയ മീനായിരുന്നു. എന്നാൽ അതിനുശേഷം അവൻ എന്നോട് പറഞ്ഞു, 3ാമത്തെ വലിയിൽ പരാജയപ്പെടരുത്. കൂടാതെ ജനങ്ങളോട് പറയരുത്. ഞാൻ ചെയ്യാൻ ശ്രമിച്ചിരുന്ന കാര്യങ്ങൾ എല്ലായ്പ്പോഴും വിശദീകരിക്കാൻ ശ്രമിച്ചിരുന്നു. നീ എന്താണ് ചെയ്യുന്നതെന്നുള്ളതിനെ കുറിച്ച് ജനങ്ങളോട് പറയരുതെന്ന് എന്നെ അവൻ അറിയുന്നതിനിടയാക്കി. അവൻ എന്നോട് പറയുന്നത് മാത്രം ചെയ്തിട്ട് അതുപോലെ തന്നെ അത് വിട്ടുകളയുക മാത്രം ചെയ്യുക. എന്നാൽ ഞാൻ ഈ രീതിയിലുള്ള ഒരു വ്യക്തിയായിട്ട് എന്റെ പക്കൽ യാതൊരു രഹസ്യമില്ലായിരുന്നു. അതിനാൽ എനിക്കറിയാവുന്നതെല്ലാം ഞാൻ പറഞ്ഞിരുന്നു. അതുകൊണ്ട് അതിങ്ങനെയൊരു ഇനമാകുന്നുവെന്ന് ഞാൻ ഊഹിക്കുന്നു. എന്നാൽ ഞാൻ ജനങ്ങളെ സ്നേഹിക്കുകയും ജനങ്ങൾ രക്ഷിക്കപ്പെടണമെന്ന് ഞാൻ അത്രയധികമായി ആഗ്രഹിച്ചിട്ട് എനിക്കറിയാവുന്നതെല്ലാം അവരോട് പറയാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. അത് തീർച്ചയായും എന്തെങ്കിലും അവൻ എന്നോട് പറയരുതെന്ന് പറയുന്നത് വരെയാണ്. അതിനാൽ അവർ അത് വിട്ടുപോകുന്നതിനിടയാകയില്ല. അവർ അത് അത്രമാത്രം അടുത്തായി കാണുന്നതിന് ഞാൻ ആഗ്രഹിച്ചിട്ട് അതിൽ യാതൊരു തെറ്റുമുണ്ടായിരിക്കുന്നില്ല. ഇപ്പോൾ അത് കൃത്യമായും അതുപോലെ തന്നെ സംഭവിക്കുകയുണ്ടായി. ഇപ്പോൾ ഓർക്കുക, കൽപ്പന എന്നത് നമുക്കൊരു നിമിഷത്തേക്ക് അതിനെക്കുറിച്ച് പഠിക്കാം. ഞാൻ ദൈവത്തെയും ജീവികൾക്കും മരിച്ചവർക്കും ന്യായവിസ്താരം നടത്തുവാനുള്ള ക്രിസ്തുവിനെയും സാക്ഷിവെച്ച് ജീവികൾക്കും മരിച്ചവർക്കും ന്യായവിസ്താരം നടത്തുവാനുള്ള അവന്റെ പ്രത്യക്ഷതയും രാജ്യവും ചൊല്ലി സത്യം ചെയ്ത് കൽപ്പിക്കുന്നത്, ന്യായവിസ്താരം ചെയ്യുന്ന ദൈവത്തെയും ക്രിസ്തുവിന്റെയും മുമ്പിൽ സത്യം ചെയ്ത് കൽപ്പിക്കുന്നത്, നീ വചനം പ്രസംഗിക്കാം. എനിക്കറിയാവുന്നിടത്തോളം ഇന്ന് രാത്രി വരെയും എന്നെ അപ്രകാരം സഹായിച്ചിട്ട് ഞാൻ വചനമല്ലാതെ മറ്റ് യാതൊന്നും ഒരിക്കലും പ്രസംഗിച്ചിട്ടില്ല. കൂടാതെ അതുമായി തന്നെ നിൽക്കുന്നു. വളരെയധികം കുഴപ്പങ്ങൾ ഉണ്ടായിരിക്കുകയും വളരെയധികം ഉപദ്രവങ്ങളിൽ കൂടിയും വളരെയധികം പരീക്ഷകളിൽ കൂടിയും ഞാൻ കടന്നുപോയിരിക്കുകയും ഈ ഒരു പ്രസ്താവനയുടെ കാരണത്താൽ വളരെയധികം വിലയേറിയ സ്നേഹിതന്മാരിൽ നിന്ന് വേർപെടുകയും ചെയ്തതായി വന്നിട്ടുണ്ട്. അത് വചനം പ്രസംഗിക്ക എന്ന പ്രസ്താവനയാണ്. അത് ഞാൻ ചെയ്തിരിക്കുന്നു. നിങ്ങൾ ദർശനത്തെ ഓർക്കുന്നുണ്ടാകുമല്ലോ, അല്ലെങ്കിൽ ഈ അടുത്ത സമയത്തുണ്ടായ രൂപാന്തരണത്തിൽ എന്ന് ഞാൻ അതിനെ വിളിക്കുന്നു. അതിൽ ഞാൻ എടുക്കപ്പെടുകയും ഈ ജനങ്ങളെ കാണുകയും തിരികെ എന്നെ തന്നെ നോക്കി കാണുകയും കൂടാതെ അവിടെ ഉണ്ടായിരുന്ന ലക്ഷങ്ങളോളം ജനങ്ങളെ കാണുകയും ചെയ്തിരുന്നു. ഞാൻ യേശുവിനെ കാണുവാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ ഉയരത്തിലാണ് എന്നവൻ എന്നോട് പറഞ്ഞു. നോക്കൂ, ജനങ്ങൾ മരിക്കുമ്പോൾ അവർ പെട്ടെന്ന് ദൈവത്തിന്റെ അടുക്കൽ എത്തുന്നില്ല. ഇപ്പോൾ നിങ്ങൾ ഇത് മനസ്സിലാക്കും എന്നെനിക്ക് തീർച്ചയാണ്. എനിക്ക് കഴിയാവുന്നിടത്തോളം നന്നായി ഇതെനിക്ക് വിശദീകരിക്കേണ്ടതായി വന്നേക്കാം. നിങ്ങൾ ധൃതിയിലാണോ? നമുക്കിത് വ്യക്തമാക്കുന്നതിന് വേണ്ടി വേണ്ടത്രയും സമയമെടുത്ത് ശ്രമിക്കാം. നാം ഇവിടെ എത്തുമ്പോൾ നാം ത്രിമാനമായ പരിമാണത്തിലാണ് ഇവിടെ ജീവിക്കുന്നത്. എനിക്കതിന്റെ പേരെടുത്ത് പറയാൻ കഴിയുമോ എന്ന് തോന്നുന്നില്ല. അവയിലൊന്ന് വെളിച്ചവും മറ്റേത് പദാർത്ഥവുമാകുന്നു. മൂന്നാമത്തേത് എന്താണെന്ന് ടോമി നീ ഓർക്കുന്നുണ്ടോ? അത് ആറ്റമാകുന്നു, സമയമാകുന്നു. ശരി. ഇപ്പോൾ വെളിച്ചം, പദാർത്ഥം, സമയം എന്നിവയാകുന്നു. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ ഈ പരിമാണവുമായിട്ട് സംബന്ധത്തിലാകുന്നു. നമ്മുടെ കാഴ്ച വെളിച്ചവുമായിട്ട് സംബന്ധത്തിലാകുകയും നമ്മുടെ സ്പർശനം പദാർത്ഥങ്ങളുമായിട്ടും മറ്റുമാകുന്നു. എന്നാൽ നാലാമത്തെ പരിമാണവുമായിട്ടോ നമുക്ക് ശാസ്ത്രത്തിൽ കൂടി ബന്ധമുണ്ടായിരിക്കുന്നു. കാരണം ഈ കെട്ടിടത്തിനുള്ളിൽ കൂടി ഇപ്പോൾ ചിത്രങ്ങൾ കടന്നു വരുന്നുണ്ട്. കൂടാതെ റേഡിയോയിലെ ശബ്ദങ്ങളും ടെലിവിഷനിലെ ചിത്രങ്ങളുമായിട്ട് അതുമായി നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് ബന്ധപ്പെടാൻ കഴിയുന്നില്ല.
എന്നിരിക്കലും അവരുടെ പക്കൽ ഒരു ട്യൂബ് അല്ലെങ്കിൽ ഒരു സ്ഫടികമുണ്ടായിട്ട് അത് ഈതർ തരംഗങ്ങളെ പിടിച്ചെടുത്തിട്ട് അവയെ വെളിപ്പെടുത്തുന്നു. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുന്നെങ്കിൽ ഈ കെട്ടിടത്തിനുള്ളിൽ തന്നെ ഇപ്പോൾ ജനങ്ങളുടെ ജീവപ്രവൃത്തികളും ഈ അന്തരീക്ഷത്തിൽ ജീവശബ്ദങ്ങളുമുണ്ട്. അവർ ഇവിടെയുണ്ട്, നമുക്കതറിയാം. അത് പരിപൂർണമായും സത്യമാകുന്നു. അവർ അത് പിടിച്ചെടുക്കുന്നു എന്നുള്ള ഏക കാര്യമാണ് അവർ ചെയ്യുന്നത്. അതിനുവേണ്ടി ശാസ്ത്രം കണ്ടുപിടിച്ചിരിക്കുന്നതായ അതിന്റെ യാന്ത്രികത എന്താണെന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. എന്നാൽ അത് നാലാമതൊരു പരിമാണമുണ്ടെന്ന് നാം തെളിയിച്ചു തരുന്നതായി നാം അറിയുന്നു. ഇപ്പോൾ അഞ്ചാമത്തെ പരിമാണത്തിലേക്കാണ് ഒരു പാപിയും അവിശ്വാസിയും മരിച്ചിട്ട് പോകുന്നത്. അഞ്ചാമത്തെ പരിമാണം എന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു ഭീകരമായ പരിമാണമാണ്. ഇപ്പോൾ ഒരു ക്രിസ്ത്യാനി മരിക്കുമ്പോൾ അവൻ ആറാമത്തെ പരിമാണത്തിലേക്കാണ് പോകുന്നത്. ദൈവം ഏഴാമത്തെ പരിമാണത്തിലാകുന്നു. ഇപ്പോൾ ക്രിസ്ത്യാനിയായ ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ അവൻ ദൈവത്തിന്റെ വേദിയുടെ അടിയിലാകുന്നു. അത് നേരെ ദൈവസന്നിധിയിലേക്കാകുന്നു. അത് വേദിക്കടിയിലായിട്ട് അങ്ങനെ അവൻ വിശ്രമത്തിലാകുന്നു. ഇത് കൂടുതലായി നാം വിശദീകരിക്കുകയാണെങ്കിൽ ഒരു വ്യക്തിക്ക് ഒരു ദുസ്വപ്നമുണ്ടാകുമ്പോൾ അവൻ ഉറങ്ങുകയോ ഉണർന്നിരിക്കുകയോ ചെയ്യുന്ന അവസ്ഥയിലാകുന്നില്ല. അങ്ങനെ അവൻ ഉറക്കത്തിനും ഉണർച്ചയ്ക്കും രണ്ടിനും ഇടയിലായിട്ട് അതവനെ ഒരു ഭീകരമായ കുലുക്കത്തിനും നിലവിളിക്കും ഇടയാക്കുന്നു. കാരണം അവൻ ഉറങ്ങുകയോ ഉണരുകയോ അല്ല. പരിവർത്തനം ചെയ്യപ്പെടാതെ ഒരു വ്യക്തി മരിക്കുമ്പോൾ അത് അവൻ പോകുന്നത് എവിടേക്കാണെന്ന് കാണിക്കുന്നതിന് ഈ കാര്യത്തെ നമുക്കെടുക്കാം. അവൻ തന്റെ സമയപരിധി ജീവിച്ചു കഴിയുകയും ഈ ഭൂമിയിൽ അവൻ മരിക്കുകയും ചെയ്യുന്നു. അവന് ദൈവസന്നിധിയിലേക്ക് പോകാൻ കഴിയുകയില്ല. കാരണം രക്തത്തെ കൂടാതെ അവിടേക്ക് പോകുന്നതിന് അവൻ യോഗ്യനാകുന്നില്ല. അവൻ പിടിക്കപ്പെടുകയും തിരികെ ഭൂമിയിലേക്ക് വരാൻ കഴിയാതെയുമാകുന്നു. കാരണം ഈ ഭൂമിയിൽ അവന്റെ സമയം കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ അവൻ ഇതിന് രണ്ടിനും ഇടയ്ക്കായി പിടികൂടപ്പെടുകയും അവനൊരു പേടി സ്വപ്നാവസ്ഥയിലാകുകയും ചെയ്യുന്നു. മനസ്സിലായില്ലേ? ദൈവസന്നിധിയിലേക്ക് വിശ്രമിക്കുന്നതിനായി അവന് പോകാൻ കഴിയുകയില്ല. ഈ ഭൂമിയിലേക്ക് തിരികെ എത്തുന്നതിന് അവന് കഴിയില്ല. കാരണം അവന്റെ സമയം ഈ ഭൂമിയിൽ തീർന്നു കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ അവനൊരു പേടി സ്വപ്നാവസ്ഥയിലായിട്ട് ന്യായവിസ്താരത്തിന്റെ നാൾ വരെ അതേ അവസ്ഥയിലാകുന്നു. അങ്ങനെ ഒന്നിലാകുന്നത് ഭീകരമായ ഒരു കാര്യമാകുന്നു എന്നുള്ളത് കാണുക. ഇപ്പോൾ ഈ ദർശനത്തിൽ ഞാൻ ആറാമത്തെ പരിമാണത്തിലേക്ക് എടുക്കപ്പെട്ടതായി വിശ്വസിക്കുന്നു. തിരികെ താഴേക്ക് നോക്കിയപ്പോൾ പിന്നിലായുള്ളത് കാണാൻ കഴിഞ്ഞിരുന്നു. നോക്കൂ, അത് ഭൗതികമായ കണ്ണുകൾ കൊണ്ടുള്ള ഒരു കാഴ്ചയായിരുന്നില്ല. എന്നാൽ ആ കാഴ്ച ഒരു മഹത്തായ കാര്യമായിട്ട് അതവിടെ അവർക്കുണ്ടായിരുന്ന ഒരു കാഴ്ചയായിരുന്നു. അവരുടെ സമ്പർക്കം നമുക്കുള്ള ഭൗതിക ഇന്ദ്രിയങ്ങളാൽ ബന്ധപ്പെടാൻ കഴിയുന്നതിലും വളരെ അപ്പുറത്താകുന്നു. കുറച്ച് സമയങ്ങൾക്ക് മുമ്പ് ഞാനത് വിശദീകരിച്ചിരുന്നു. ഞാൻ ടെലിവിഷനിൽ കൂടി ഒരു വട്ടം അവർ ഒരു വ്യക്തിയെ സമുദ്രത്തിലേക്ക് 2 മൈൽ അല്ലെങ്കിൽ 1 മൈൽ ആഴത്തിലേക്ക് ഇറക്കിയത് കാണുകയായിരുന്നു. അവരുടെ പക്കൽ വെളിച്ചത്തിന്റെ കിരണങ്ങൾ ഉണ്ടായിട്ട് അത് കടത്തിവിടുകയുണ്ടായി. അവർ നാവിക ജീവിതത്തെ കാണിക്കുകയായിരുന്നു. അതിനുശേഷം അവിടേക്ക് ഭീകരമായ കാഴ്ചയോടുകൂടിയ ജീവികളിലൊന്നായ ഒരു മത്സ്യം കടന്നു വരികയുണ്ടായി. അവിടെ അർദ്ധരാത്രി പോലെ കറുത്ത മഷി പോലെ ഇരുട്ടായിരുന്നു. അവരുടെ മൂക്കിന്മേൽ ഫോസ്ഫറസ് ഉണ്ടായിരുന്നിട്ട് അവർക്ക് കണ്ണുകൾ ഉണ്ടായിരുന്നില്ല. അവയ്ക്ക് തീറ്റയുടെ ആവശ്യമുണ്ടായിട്ട് അവയുടെ ഭക്ഷണം തേടുന്നതിനായി വേറൊരു ഇന്ദ്രിയത്താൽ അവർ നയിക്കപ്പെട്ടിരുന്നു. കാഴ്ചയാലല്ല, കാരണം അവർക്ക് കണ്ണുകളില്ലായിരുന്നു. അവിടെ അത് ഉപയോഗിക്കാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ അവ വേറൊരു ഇന്ദ്രിയത്താൽ നയിക്കപ്പെട്ടിട്ട് അവയുടെ ആഹാരം തേടാൻ അവ കഴിഞ്ഞിരുന്നു. ഞാൻ ഓർത്തു, എന്റെ കാഴ്ചശക്തിയാൽ ആ ചെറിയ മത്സ്യത്തെ നിയന്ത്രിക്കാൻ എനിക്ക് കഴിയുമെങ്കിൽ അതിലും എത്രയോ അധികമായിട്ട് അതിന്റെ ആഹാരം നൽകിയിട്ട് അതിനെ പല സ്ഥലങ്ങളിലേക്ക് നയിക്കാൻ കഴിയും. അവന്റെ റാഡാറുമായിട്ട് അവൻ ബന്ധപ്പെടുന്നതിലും എന്റെ കാഴ്ച എത്രയോ വലുതാണ്. എനിക്കതിനെ നയിക്കാൻ മാത്രം കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ഓർത്തുപോയി. അതിനുശേഷം എനിക്ക് മനസ്സിലായി, എന്നെ തന്നെ സ്വയം ദൈവത്തിന് സമർപ്പിക്കുക മാത്രം ചെയ്യാൻ കഴിഞ്ഞാൽ ദൈവത്തിന്റെ കാഴ്ചയും ഇന്ദ്രിയവും അതിലും എത്രയോ വലുതായിട്ട് നാം കാണുന്നതായി ഈ കാര്യങ്ങളെക്കാൾ കൂടുതൽ അവന് നമ്മെ നയിക്കാൻ കഴിയും. കാരണം അവൻ നമുക്ക് നൽകുന്ന വിശ്വാസം നമ്മളുടെ കണ്ണുകൾ കൊണ്ട് കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നു. അതുകൂടാതെ ആ ചെറിയ മത്സ്യത്തിന് വെള്ളത്തിന്റെ മേൽഭാഗത്തേക്ക് മറ്റുള്ള മത്സ്യങ്ങളെ പോലെ വരാൻ കഴിയുകയില്ല. കാരണം അത് സമ്മർദ്ദീകരിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ അതിനെ മേലേക്ക് കൊണ്ടുവന്നാൽ അത് പൊട്ടിത്തെറിച്ചു പോകും. നമുക്കും മേലേക്ക് പോയിട്ട് പൊട്ടിത്തെറിക്കാതിരിക്കുന്നതിന് കഴിയുകയില്ല. നാം ജീവിക്കുന്നതായ സ്ഥാനത്തേക്ക് നാം സമ്മർദ്ദീകരിക്കപ്പെട്ടിരിക്കുന്നു. എന്നാൽ ആ ചെറിയ മത്സ്യത്തിന് എപ്പോഴെങ്കിലും ഇവിടേക്ക് കടന്നു വന്ന് എന്നെ പോലെയാകാൻ കഴിഞ്ഞാൽ പിന്നെ അത് എപ്പോഴെങ്കിലും വീണ്ടും ആ അർദ്ധരാത്രിയുടെ അന്ധകാരത്തിലാകുന്നതിന് ആഗ്രഹിക്കുമോ? അതൊരിക്കലും ഒരു മത്സ്യമായിരിക്കുന്നതിന് പിന്നെ ആഗ്രഹിക്കുകയില്ല. കാരണം അവനൊരു മത്സ്യത്തിലും മഹത്തായ ഒന്നായിട്ട് ഒരു മനുഷ്യനായിരിക്കുന്നു. അവന്റെ ഇന്ദ്രിയങ്ങൾ മഹത്തായതും അവന്റെ ഗ്രഹണശക്തി മഹത്തായതും അവന്റെ ബുദ്ധിശക്തി പരമപ്രധാനമായതുമാകുന്നു.
അതിനെ 10 കോടി കൊണ്ട് ഗുണീകരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിന്നും അങ്ങ് ദൈവസന്നിധിയിലേക്ക് കടന്നു പോകുമ്പോൾ എന്താണെന്നുള്ളത് അറിയാൻ കഴിയും. അവിടെ മനുഷ്യർ നാം ഇവിടെ ആയിരിക്കുന്നതിലും വളരെയധികം അപ്പുറയായിരിക്കും. ഇവിടെയുള്ള ഈ രോഗത്തിന്റെയും അഴുക്കലിന്റെയും ക്ഷുദ്രവീട്ടിൽ ഇപ്രകാരം ഒരു മനുഷ്യനായിരിക്കുന്നത് പോലെ ഒരിക്കലും ഇനിയും ആകാൻ ആഗ്രഹിക്കുകയില്ല. അതെന്റെ ഹൃദയത്തിലായിട്ട് ഈ 30 വർഷക്കാലത്തോളം ലോകമെങ്ങും ഈ സുവിശേഷം പ്രസംഗിക്കാൻ ഞാൻ ശ്രമിച്ചിരിക്കുന്നു. ഒരു സ്വർഗം നേടുന്നതിനായും ഒരു നരകം ഒഴിവാകുന്നതിനുമായിട്ടുമുണ്ടെന്ന് ജനങ്ങളോട് പറയുകയും കൂടാതെ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ടെന്നും ഒരു വീണ്ടെടുക്കുന്ന ശക്തി നിങ്ങൾ അത് സ്വീകരിക്കാൻ തയ്യാറാകുന്ന ഏത് സമയത്തും നിങ്ങളെ എടുക്കുന്നതിനായി തയ്യാറായി കിടപ്പുണ്ടെന്ന് പറഞ്ഞിരിക്കുന്നു. അതൊരു മനുഷ്യൻ വെള്ളത്തിൽ താണു പോകുന്നത് പോലെയായിട്ട് അവിടെ ഒരു വടം തൂങ്ങിക്കിടക്കുകയും എനിക്ക് ആ വടത്തിൽ പിടിച്ച് രക്ഷപ്പെടാൻ കഴിയും, എന്നാൽ ആ വടത്തിന്റെ അടുക്കൽ എത്തുന്നതിന് ഞാൻ യോഗ്യനല്ല എന്ന് വിചാരിക്കുകയും ചെയ്യുന്നത് പോലെയാണ്. ആ വടം അവിടെ തൂക്കിയിട്ടിരിക്കുന്നതിന്റെ ഉദ്ദേശം തന്നെ നിങ്ങൾ സ്വയം അതിൽ അവിടെ നിന്നും രക്ഷിക്കപ്പെടുന്നതിന്റെ ഉദ്ദേശത്തോടു കൂടിയാണ്. ആ കാരണത്താലാണ് യേശുക്രിസ്തു പാപികളെ രക്ഷിക്കുന്ന അതേ ഉദ്ദേശത്തോടു കൂടി മരിച്ചത്. അവൻ നിത്യജീവന്റെ വടം തൂക്കിയിട്ടിരിക്കുകയും ഇന്ന് രാത്രിയിൽ തന്നെ അതിവിടെയുള്ള സകല പാപികളുടെയും തലയ്ക്ക് മേൽ കൂടി കടന്നു പോവുകയും ചെയ്യുന്നു. അതിൽ നിന്ന് കടന്നു വരിക എന്നൊരു സ്വാഗതത്തിന്റെ അടയാളവും അതിന്മേലായിരിക്കുന്നു. നിങ്ങൾ അത് ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ തയ്യാറെടുപ്പ് നടത്തപ്പെട്ടിരിക്കുന്നു. ഈ ജനങ്ങളായിരുന്ന സ്ഥലത്തെയും അതിന്റെ അവസ്ഥയും ഞാൻ കണ്ടപ്പോൾ അത് ഈ ലോകത്തിന് ചിന്തിക്കാൻ കഴിയാവുന്നതിലും എത്രയോ അപ്പുറത്തായിരിക്കുകയും അത് മഹത്വമേറിയതുമായിരുന്നു. അവിടെ പാപമുണ്ടായിരുന്നില്ല. മരണത്തിനോ മറ്റ് യാതൊന്നും തന്നെ ആ സ്ഥാനത്തേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞിരുന്നില്ല. സ്ത്രീക്കും പുരുഷനും തമ്മിൽ അവിടെ യാതൊരു വ്യത്യാസവും ഉണ്ടായിരുന്നില്ല. അവരിൽ നിന്നും ലൈംഗിക ഗ്രന്ഥികൾ മാത്രം എടുത്തു മാറ്റപ്പെട്ടിരുന്നു. അവിടെ ഒരിക്കലും ഒരു വ്യഭിചാരമോ അങ്ങനെ യാതൊന്നും തന്നെയോ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ രൂപത്തിൽ അവൾ അപ്പോഴും ഒരു സ്ത്രീയെ പോലെ തന്നെയും പുരുഷൻ അപ്പോഴും അതേ രൂപത്തിൽ തന്നെയുമായിട്ട് അവരെന്നേക്കും അതേ രീതിയിലായിരിക്കുകയും ചെയ്യും. കാരണം ദൈവം പരിണാമത്തെക്കുറിച്ച് നിങ്ങളെ ഇവിടെ പഠിപ്പിക്കുന്നതായ കാര്യങ്ങൾ ഉയർന്ന ക്ലാസുകളിൽ പഠിക്കുന്നതായ നിങ്ങളിൽ ചില കുട്ടികൾക്ക് അത് ഉപകരിച്ചെന്നിരിക്കാം. ഞാൻ പരിണാമത്തിൽ വിശ്വസിക്കുന്നു, എന്നാൽ മനുഷ്യൻ ഏതോ താണവർഗത്തിൽ നിന്നും വികസനം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന രീതിയിലല്ല. അവർ എന്തിനെങ്കിലും സംഗ്രഹണം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അവരുടെ തന്നെ തത്വശാസ്ത്രം തിരിച്ചടിക്കുന്നു, സ്വയം തിരികെ സംഗ്രഹണം ചെയ്യുന്നില്ല. അതുകൊണ്ട് നോക്കൂ, അത് അവരുടെ മേൽ തന്നെ തിരിച്ചടിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നത് ദൈവം ഭൂമിയെ നനയ്ക്കാൻ തുടങ്ങിയപ്പോൾ ഒരുപക്ഷെ ആദ്യം അവനൊരു മത്സ്യത്തിൽ നിന്ന് തുടങ്ങുകയും അതിൽ നിന്ന് ഒരു തവളയും അങ്ങനെ ഓരോന്നായി വന്നിട്ടുണ്ടാകാം. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അത് തുടർച്ചയായിട്ട് മനുഷ്യന്റെ രൂപത്തോട് അടുത്തായി കൊണ്ടിരിക്കുകയും മനുഷ്യൻ ദൈവത്തിന്റെ പ്രതിഫലനവുമായിരുന്നു. ആ കാരണത്താലാണ് പുല്ല് വികസനമുണ്ടായിട്ട് ഒരുപക്ഷെ പുല്ലാകുകയും അതിനുശേഷം പുല്ലിൽ നിന്ന് പൂക്കളും പൂക്കളിൽ നിന്ന് കുറ്റിച്ചെടികളും കുറ്റിച്ചെടികളിൽ നിന്ന് മരങ്ങളും വന്നിരിക്കുന്നത്. എന്തുകൊണ്ടാണ്? അത് ജീവന്റെ വൃക്ഷം മറ്റേ വശത്ത് നിൽക്കുന്നതിന്റെ ഒരു ചിത്രമാകുന്നു. ഈ വശത്ത് പ്രകൃതിയിലുള്ള എല്ലാ കാര്യങ്ങളും അലൗകികമായതിന്റെ അല്ലെങ്കിൽ മറ്റേ വശത്തുള്ള നിത്യതയുടെ നിഴലാകുന്നു. ആ കാരണത്താൽ നമുക്കൊരു വീണ്ടും ജനിച്ച ക്രിസ്ത്യാനി ഭൂമിയിലായിരിക്കുന്നിടത്തോളം ഇവിടെയുള്ളത് പോലെയുള്ള ഒരു ശരീരം നമുക്കുണ്ട്. അത് മരണവും ദുഃഖവും ഇല്ലാതെ മറ്റേ വശത്ത് കാത്തിരിക്കുന്ന ഒന്നിന്റെ അതേ പ്രതിഫലനമാകുന്നു. അതാണ് ഇപ്രകാരം നമ്മളുടെ ഹൃദയങ്ങളെ വിശക്കുന്നതിനിടയാക്കുന്നത്. നോക്കൂ, എന്തോ നമ്മിൽ ഉണ്ടായിട്ട് അത് നമ്മെ വിളിക്കുന്നു. അതവിടെ ഉണ്ടെന്ന് എന്തോ നമ്മോട് പറയുന്നു. ഈ കാലങ്ങളോളമെല്ലാമായി ഞാനത് വിശ്വസിക്കുകയും ദൈവം മുമ്പാകെയും ജനങ്ങളുടെ മുമ്പാകെയും മൂഢനായിരിക്കുകയും വളരെ തെറ്റുകൾ ചെയ്യുകയും ചെയ്തതിനായി ഞാൻ ക്ഷമ ചോദിക്കുന്നു. എന്നാൽ ഈ വളരെ കാലങ്ങളോളമായി കോടിക്കണക്കിന് ജനങ്ങൾ ദൈവരാജ്യത്തിലേക്ക് കടക്കുന്നത് കാണുന്നതിന് സൗഭാഗ്യവാനായിരിക്കുന്നു. അവരെ അവിടേക്ക് നയിക്കുന്നതിന് എന്നെ ഇടയാക്കിയതിനാൽ ഞാൻ കർത്താവിനോട് വളരെ നന്ദിയുള്ളവനായിരിക്കുകയും അന്നാളിൽ അവർ അവിടെ ഉണ്ടായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ദർശനം നിവൃത്തിയാക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ എപ്രകാരം അറിയാതെ തന്നെ ആ 5-ാം വാക്യത്തിൽ എല്ലായ്പ്പോഴും വന്ന് നിന്നിരുന്നു. അത്രയുമാണ് ഞാൻ വായിച്ചിരുന്നത്. എന്നാൽ ഈ അധ്യായത്തിൽ കുറച്ചുകൂടി കൂടുതലായിട്ടുണ്ട്. വളരെയധികം വാക്യങ്ങൾ കൂടിയുണ്ട്. നാം ഇവിടെ നിന്ന് പിരിഞ്ഞുപോയി കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങളുടെ ഹോട്ടൽ മുറിയിലോ വീട്ടിലോ ചെന്ന് ഇന്ന് രാത്രി അതിന്റെ ബാക്കി ഭാഗം വായിക്കുക. കാരണം എനിക്ക് സൂചിപ്പിക്കുന്നതിനായി വളരെയധികം തിരുവെഴുത്തുകളും നോട്ടുകളും ഇവിടെ എന്റെ പക്കലായിട്ടുണ്ട്. നിങ്ങൾ വീട്ടിലെത്തിയിട്ട് അത് വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അത് ഞാൻ ഉദ്ധരിക്കുന്നതാണ്. ഇത് ടേപ്പിൽ ഉണ്ടായിരിക്കും. നിങ്ങൾ അതിൽ ചിലത് കുറിച്ചെടുക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് നന്നായിരിക്കും. സ്ത്രീയും പുരുഷനും ദൈവത്തിന്റെ ആത്മാവിനാൽ നയിക്കപ്പെട്ടിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുള്ളൂ എന്നുള്ളത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അത് നിങ്ങൾ വിശ്വസിക്കുന്നു എന്ന് എനിക്കറിയാം. യേശു നമ്മുടെ മാതൃകയാകുന്നു. നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ എന്നോടൊപ്പം വിശുദ്ധ ലൂക്കോസിന്റെ 4-ാം അധ്യായത്തിലേക്ക് ഒരു നിമിഷം നിങ്ങൾ തിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ നിങ്ങളെ ശ്രദ്ധേയമായ ഒരു കാര്യം അവിടെ കാണിക്കാൻ ആഗ്രഹിക്കുന്നു. അതിനാൽ വളരെയധികം സൂചിപ്പുകളിലേക്ക് നമുക്ക് കടക്കേണ്ടതില്ല. എന്നാൽ കുറച്ചു സമയത്തേക്ക്
ഇവിടെയുള്ള ഈ ഭാഗവുമായിട്ട് നിങ്ങൾക്ക് എന്നോടൊപ്പം വായിക്കുന്നതിനിടയാകുന്നതാണ്. വിശുദ്ധ ലൂക്കോസിന്റെ 4-ാം അധ്യായം 14-ാം വാക്യം തൊട്ട് നാം തുടങ്ങിയാണ്. എന്തെങ്കിലും ഇവിടെ സംഭവിച്ചു കാണുന്നതിനായി നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ വളരെ ശ്രദ്ധിച്ചു കേൾക്കുക. ഇത് താരതമ്യപ്പെട്ടിരിക്കുന്നതാണ്. ഇപ്പോൾ ശ്രദ്ധിക്കുക. He returned in the power of the Spirit unto Galilee, and there went out a fame of him throughout all the regions around about. And he taught in their synagogues, being glorified of all. And he came to Nazareth, where he had been brought up, and as his custom was, he went into the synagogue on the യേശു ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയ്ക്ക് മടങ്ങിച്ചെന്നു. അവൻ ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയ്ക്ക് മടങ്ങിച്ചെന്നു. അവന്റെ ശ്രുതി ചുറ്റുമുള്ള നാട്ടിലൊക്കെയും പരന്നു. അവൻ അവരുടെ പള്ളികളിൽ ഉപദേശിച്ചു. എല്ലാവരും അവനെ പ്രശംസിച്ചു. അവൻ വളർന്ന നസറത്തിൽ വന്നു. ശബത്തിൽ തന്റെ പതിവ് പോലെ പള്ളിയിൽ ചെന്ന് വായിപ്പാൻ എഴുന്നേറ്റ് നിന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അവന് കൊടുത്തു. അവൻ പുസ്തകം വിടർത്തി ദരിദ്രന്മാരുടെ സുവിശേഷം അറിയിപ്പാൻ കർത്താവിനെ അഭിഷേകം ചെയ്യുകയാൽ അവന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിച്ചയപ്പാനും കർത്താവിന്റെ പ്രസാദവർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്ന സ്ഥലം കണ്ടു. പിന്നെ അവൻ പുസ്തകം മടക്കി. നിങ്ങൾ ആഗ്രഹിക്കുന്ന പക്ഷം അതിന്റെ ഒരു സൂചനക്കുറിപ്പ് വേണമെങ്കിൽ അതെന്റെ പക്കൽ ഇവിടെയുണ്ട്. ഇവിടെയുള്ള മാർജിന്റെ അകത്ത് ഉള്ള എഴുത്തിൽ നിന്നും ഒരു നിമിഷത്തിനുള്ളിൽ ഞാനത് എടുത്തു തരുന്നതാണ്. നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അത് മാർക്കോസിലും മറ്റ് പല വ്യത്യസ്ത സ്ഥലങ്ങളിലും അത് കണ്ടുപിടിക്കാവുന്നതാണ്. എന്നാൽ ഇത് യെശയ്യാവിന്റെ 61:1-2 ആകുന്നു. ഇതാണ് അവന്റെ ആദ്യത്തെ വരവിനായി അപേക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതിന്റെ അടുത്ത വാക്യം ന്യായവിധിയാലുള്ള അവന്റെ രണ്ടാമത്തെ വരവിലേക്കും അപേക്ഷിക്കപ്പെടുകയും ചെയ്യുന്നു. അവൻ നിർത്തിയിട്ട് പുസ്തകം മടക്കി. സ്കോഫീൽഡ് ബൈബിൾ വായിക്കുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ അവിടെ ഒരു അടിക്കുറിപ്പ് കൊടുത്തിരിക്കുന്നത് കാണുവാൻ കഴിയും. നിങ്ങളുടെ അടിക്കുറിപ്പിൽ 2 എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്ന അടിക്കുറിപ്പ് ശ്രദ്ധിക്കുക. യെശയ്യാവ് 61:1-2 ഉദ്ധരിച്ചിരിക്കുന്ന സന്ദേശവുമായിട്ട് ഒരു താരതമ്യത അവിടെ കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ കഴിയും. അതിന്റെ ഉദാഹരണമായിട്ട് ഇവിടെയുള്ള തിരുവെഴുത്തിൽ യേശു കർത്താവിന്റെ പ്രസാദവർഷം പ്രസംഗിപ്പാൻ അയച്ചിരിക്കുന്നതിന്റെ പ്രസംഗിക്കുന്നു. അതിന്റെ അടുത്ത വാക്യം അവന്റെ വരവും ന്യായവിധിയുമായിട്ട് കടന്നു വരുന്നു. എപ്രകാരം അവൻ അവിടെ അത് വായിച്ചു നിർത്തി എന്നുള്ളത് ശ്രദ്ധിക്കുക. എപ്രകാരം ഞാൻ ഒരിക്കലും അത് ശ്രദ്ധിക്കാതിരിക്കുകയും എങ്ങനെ 5-ാമത്തെ വാക്യത്തിൽ ഞാൻ എല്ലായ്പ്പോഴും നിർത്തുകയും ചെയ്തിരുന്നു. അവർ പഥ്യോപദേശം പൊറുക്കാതെ വരുന്ന കാലം വരും. കർണരസമാകുമാറ് സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണം ഉപദേഷ്ടാക്കന്മാരെ പെരുക്കുകയും സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥ കേൾപ്പാൻ തിരികെയും ചെയ്യും. സുവിശേഷകന്റെ പ്രവൃത്തി ചെയ്യുക, നിന്റെ ശുശ്രൂഷ പടിയായി നിവർത്തിക്കുക. ദൈവത്തിന്റെ സഹായത്താലും കൃപയാലും ഞാനത് ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്നു. ഇവിടെയുള്ള ഈ ടേപ്പുകൾ പോകുന്ന ഈ സ്ഥലത്ത് എല്ലായിടത്തുമുള്ള എന്റെ സ്നേഹിതന്മാരോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ ഒരൊറ്റ കാരണത്താലാണ് ഞാൻ വചനത്തിനു വേണ്ടി ഈ ഒരു നിലപാടെടുത്തിരിക്കുന്നത്. വചനം പ്രസംഗിക്ക. ആ കാരണത്താലാണ് ഞാൻ ഏതെങ്കിലും മതസംഹിതയുമായിട്ടോ സഭാ സംഘടനയുമായിട്ടോ ഒന്നിരിക്കാതിരിക്കുന്നത്. കാരണം വചനത്തോടൊപ്പം നിൽക്കുന്നതിനായി ഞാൻ ദൈവത്താൽ ഉത്തരവാദപ്പെട്ടവനായിരിക്കുന്നു. മറ്റാരെങ്കിലും മറ്റെന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അത് അവരുടെ ഇഷ്ടമാണ്. എന്റെ ശുശ്രൂഷയുടെ ദർശനത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഞാൻ ഒരിക്കലും ആ വൃക്ഷങ്ങളെ മറികടന്നിരുന്നില്ല. ഞാൻ ഒരിക്കലും മതം മാറ്റുകയുണ്ടായില്ല. ഞാൻ ഒരിക്കലും തൃതീയക്കാരായി നിങ്ങൾ എല്ലാവരും വണ്ണസുകാരാകുക, അല്ലെങ്കിൽ വണ്ണസുകാരായി നിങ്ങൾ തൃതീയക്കാരാകുക എന്ന് പറഞ്ഞിട്ടില്ല. അവരുടെ തന്നെ പാത്രങ്ങളിൽ ഞാൻ നട്ടിരിക്കുന്നു. കൃത്യമായും ശരിയാണ്. ഞാൻ തൃതീയക്കാരന്റെ അടുക്കലും ഏകതക്കാരന്റെ അടുക്കലും എല്ലാവരുടെ അടുക്കലും പോയി അവരുടെ ഇടയ്ക്ക് നിൽക്കുകയും ഒരിക്കലും അവരിൽ ആരുമായിട്ട് ചേരുകയുണ്ടായില്ല. ഒരു സഹോദരനായിരിക്കെ അവരുടെ ഇടയിൽ നിൽക്കുകയും ദർശനത്തിൽ എന്നോട് പറഞ്ഞ പ്രകാരം തന്നെ കൃത്യമായി നിൽക്കുകയും ചെയ്തു. ഞാൻ 2 വശത്തു നിന്നും ഫലങ്ങൾ തിന്നുകയും രക്ഷ 2 വശത്തുമാകുന്നു. ഇപ്പോൾ നിങ്ങൾ ഇത് ശ്രദ്ധിക്കുക. തൃതീയക്കാരായ വളരെ പേരും കൂടാതെ ഏകതക്കാരും അതോടൊപ്പം പല വ്യത്യസ്തരായ ജനങ്ങളും ഇവിടെ സന്നിഹിതരായിട്ടുണ്ട്. എന്നാൽ അതിനെക്കുറിച്ച് വഴക്കിടുന്നത് എത്ര നിസ്സാര കാര്യമായിരിക്കും. കാരണം ദർശനത്തിന്റെ ആ ഭാഗം സത്യമാണെങ്കിൽ മറ്റേ ഭാഗവും സത്യമാണ്. 2 ഫലങ്ങളും കുരിശിൽ തന്നെ കാണപ്പെട്ടിരുന്നു. അവ രണ്ടും കുരിശിലായിട്ട് തമ്മിൽ ഒന്നിച്ച് കുലയായി വളർന്നിരുന്നു. ഞാവൽപ്പഴവും ചാമ്പയ്ക്കയും പീച്ചുപഴവും ആപ്പിളുകളും എന്റെ മേലേക്കായി അവിടെ പെയ്തിരുന്നു. അവ രണ്ടുമായിരുന്നു. എല്ലാം കുരിശിൽ കാണപ്പെട്ടിരുന്നു. കാരണം അവരെല്ലാം ദൈവത്തിൽ വിശ്വസിക്കുകയും പരിശുദ്ധാത്മാവിൽ നിറയുകയും ക്രിസ്തീയ പ്രവൃത്തികളും അടയാളങ്ങളും അവരെ പിന്തുടരുകയും ചെയ്തിരുന്നു.
Now the ഇപ്പോൾ denomination സഭാ has സംഘടനകൾക്ക് nothing to do with it. ഇതുമായിട്ട് യാതൊന്നും ചെയ്യാനില്ല. ഇതുമായിട്ട് എന്തെങ്കിലും ചെയ്യുന്നതിന് അത് വീണ്ടും ജനിച്ചതായിരിക്കണം. നിങ്ങളുടെ ദൈവവുമായുള്ള അനുഭവമായിരിക്കും അതുമായിട്ട് എന്തെങ്കിലും ചെയ്യുന്നത്. ഇപ്പോൾ അത് നാം വളരെയധികം കണ്ടിരിക്കുന്നു. എനിക്ക് സൂചിപ്പിക്കുന്നതിനായി വളരെയധികം തിരുവെഴുത്തുകൾ എന്റെ പക്കലുണ്ട്. ഒരുപക്ഷെ കുറച്ചു നേരത്തിന് ശേഷം എടുക്കുന്നതായിരിക്കും. എന്നാൽ ഇപ്പോൾ നിങ്ങളെ 5-ാം വാക്യത്തിൽ നിന്നും താഴേക്ക് 18-ാം വാക്യം വരെ എടുത്തുകൊണ്ടു പോകുന്നതിനായി ഞാൻ ആഗ്രഹിക്കുന്നു. സമയത്തെ ലാഭിക്കുന്നതിനായി ഞാനത് വായിക്കുന്നില്ല. എന്നാൽ ഇപ്പോൾ പൗലോസ് തിമോത്തിയോസിനോട് സംസാരിക്കാൻ തുടങ്ങിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇപ്രകാരം വീണ്ടും അവനോട് സംസാരിക്കുന്നത് എത്ര പരിതാപകരമായിരിക്കുന്നു. ഇപ്പോൾ 5-ാമത്തെ വാക്യത്തിന് ശേഷം ശ്രദ്ധിക്കുക. ഞാനോ ഇപ്പോൾ തന്നെ പാനീയയാഗമായി ഒഴിക്കപ്പെടുന്നു, എന്റെ നിര്യാണകാലവും അടുത്തിരിക്കുന്നു. രംഗത്ത് നിന്നും വിട്ടുപോകുന്നതിനുള്ള തയ്യാറെടുപ്പായിരുന്നു. അത് തുടങ്ങിയിരിക്കുകയും നോക്കൂ, ശ്രദ്ധിക്കുക. ഞാൻ തയ്യാറായിരിക്കുകയും എന്റെ നിര്യാണകാലവും അടുത്തിരിക്കുന്നു. ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. എനിക്ക് മാത്രമല്ല, അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ചിരിക്കുന്ന ഏവർക്കും കൂടെ. അതിനുശേഷം അവൻ തുടർന്ന് ചെയ്യേണ്ടതായ കാര്യങ്ങളെക്കുറിച്ചെല്ലാം കൂടി ഈ കാര്യങ്ങളൊക്കെയും ചെയ്യുക എന്ന് പറയുന്നു. എന്തൊക്കെയാണെന്നാൽ അത് അവന്റെ പുതപ്പ് കൊണ്ടുവരുന്നതിനെ കുറിച്ച് മറ്റുമായിരുന്നു. ഇപ്പോൾ നാം അത് ഇപ്രകാരം തുടർന്നിട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ അവൻ പറയുന്നു, ദേമാസ് എന്നെ കൈവിട്ടു. അവന്റെ ശുശ്രൂഷയുടെ കാലത്ത് അവനൊരു ചെറുപ്പക്കാരനായ സുവിശേഷകനും ഒരു ചെറുപ്പക്കാരനായ പ്രവാചകനുമായിരിക്കുമ്പോൾ എല്ലാവരും അവനു വേണ്ടിയായിരുന്ന ഒരു സമയം വന്നിട്ടുണ്ടായിരിക്കണം. എന്നാൽ തുടർന്ന് വായിച്ചാൽ ഇപ്രകാരം പറയുന്നത് നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ കഴിയും, എല്ലാവരും എന്നെ കൈവിട്ടു. എന്ത് കാരണത്താലാണ്? വചനത്താലാകുന്നു. ഗലീലയിലെ യൗവനക്കാരനായ പ്രവാചകനായ യേശുവും അങ്ങനെ ഒരു സമയത്തെത്തിയിട്ട് കൈവിടപ്പെട്ടു. ദൈവത്തിന്റെ വചനത്തോടൊപ്പം നിൽക്കുന്ന എല്ലാ മനുഷ്യരും അതുപോലൊരു സ്ഥാനത്തെത്തിയിട്ട് ലോകത്താലും ധാർമ്മിക ലോകത്താലും കൈവെടിയപ്പെടുന്നു. യേശു ഒരു ദിവസം 5000 പേരെ പോഷിപ്പിക്കുകയും അത് 5 അപ്പവും 2 മീനും കൊണ്ടായിട്ട് ശേഷിച്ചത് കുട്ട നിറച്ചെടുക്കുകയും ചെയ്തു. അതിന്റെ അടുത്ത ദിവസം തന്നെയെന്ന് ഞാൻ കരുതുന്നു, അവൻ വചനവുമായി വന്നപ്പോൾ എല്ലാവരും അവനെ വിട്ടുപോകാൻ തുടങ്ങി. അവൻ ചുറ്റുമായി തിരിഞ്ഞ് ശിഷ്യന്മാരോട് നിങ്ങൾക്കും പൊയ്ക്കൊള്ളുവാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചു. അവൻ നിയോഗിച്ച 70 ശുശ്രൂഷകർ തന്നെ അവനെ പിൻവാങ്ങിപ്പോയി. നിങ്ങൾക്കും പോകാൻ മനസ്സുണ്ടോ എന്നവൻ ചോദിച്ചു. അപ്പോൾ പത്രോസ്, കർത്താവേ, ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട് എന്ന ശ്രദ്ധാർഹമായ വാക്കുകളെ പറഞ്ഞു. ശ്രദ്ധിക്കുക, എന്നാൽ സമയം വരും, കൈവെടിയുന്ന സമയം വരും. അത് വരേണ്ടിയിരിക്കുന്നു, അത് വരേണ്ടത് ആവശ്യമാകുന്നു. ആ സമയം വരുമെന്നുള്ളതിനെ തെളിയിക്കുന്നതിനും അതിനെ സൂചിപ്പിക്കുന്നതിനുമായി വളരെയധികം പ്രവാചകന്മാരും അതുപോലെയുള്ള കാര്യങ്ങളും എന്റെ പക്കലുണ്ട്. അതെനിക്ക് വേണ്ടിയും എത്തിയിരിക്കുന്നു. അത് തുടച്ചു മാറ്റിക്കളയാൻ ശ്രമിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. അതിവിടെ തന്നെയായിരിക്കുകയും നിങ്ങൾ അത് എടുത്തിരിക്കുകയും വേണം. അവർ അത് തുടച്ചു മാറ്റി കളഞ്ഞില്ല. അവർ ഉറച്ചു നിന്ന് അതെടുക്കുക തന്നെ ചെയ്തു. അവർ സുവിശേഷത്തെക്കുറിച്ച് ലജ്ജിതരായിരുന്നില്ല. നിങ്ങൾ പൗലോസ് പറയുന്നത് ശ്രദ്ധിക്കുക. ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഹോ ദൈവമേ, താഴോട്ട് വായിക്കുമ്പോൾ അവൻ പറയുന്നു, ഞാൻ ദുഷ്ടമൃഗങ്ങളുമായി പോരാടി, ഞാൻ സിംഹത്തിന്റെ വായിൽ നിന്ന് രക്ഷ പ്രാപിച്ചു. അവൻ കടന്നുപോയ കാര്യങ്ങളിലെല്ലാം ദൈവം അവന് തുണനിന്നു. എന്നാൽ അവന്റെ വിടപറയലിന്റെ സമയം എത്തിക്കഴിഞ്ഞിരുന്നു. ഇപ്പോൾ ദേമാസിനെ പോലെയുള്ള ഒരു ശുശ്രൂഷകനും പൗലോസിന്റെ സഹപ്രവർത്തകനുമായ ഒരു വ്യക്തി പൗലോസിനെ വിട്ടുപോയത് എന്തുകൊണ്ടാണെന്ന് നാം അതിശയിക്കുന്നില്ലേ? നിങ്ങൾക്ക് സഹോദരൻ ബാക്സ്റ്ററിനെ അറിയാമല്ലോ. നിങ്ങളിൽ പലരും അദ്ദേഹത്തെ ഓർക്കുന്നുണ്ടാകുമല്ലോ. അദ്ദേഹം ദേമാസിനെ കുറിച്ചുള്ള ഈ ഭാഗം വായിക്കാറുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, സഹോദരൻ ബ്രൺഹാം, ഞാൻ സ്വർഗത്തിലെത്തുമ്പോൾ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? എന്താകുന്നു എന്ന് ഞാൻ ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ നേരെ നടന്ന് കയറി ചെന്ന് ദേമാസ് എവിടെയാണെന്ന് കണ്ടുപിടിച്ചിട്ട് എനിക്ക് കഴിയാവുന്നത്രയും ശക്തിയായിട്ട് ഞാൻ അവനെ മുഷ്ടിപ്രഹരം നടത്തും. എന്നിട്ട് പറഞ്ഞു, അപ്പോൾ അവൻ തിരിഞ്ഞിട്ട് എന്നോട് ചോദിക്കും, ബാക്സ്റ്റർ, നീ എന്തിനു വേണ്ടിയാണ് എന്നോട് ഇത് ചെയ്യുന്നത്? അവൻ പറഞ്ഞു, നീ ആ പാപം പൗലോസിനെ എല്ലാവരും കൈവെടിഞ്ഞപ്പോൾ നീ എന്തുകൊണ്ടാണ് അവനെ വിട്ടുകളഞ്ഞത്? അങ്ങനെ ഒരു കാര്യമുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അങ്ങനെ അവിടെ എത്തുമ്പോൾ ഒരു വഴക്കുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്നാൽ സഹോദരൻ ബാക്സ്റ്റർ അത് പറഞ്ഞതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിരുന്നു. കാരണം പൗലോസിനോട് അവൻ അത്രമാത്രം ദയനീയത തോന്നിയിരുന്നു. ശരിയെങ്കിൽ പൗലോസ് അതിനായിട്ട് എന്ത് ചെയ്തു? അവന് കഴിയാവുന്നിടത്തോളം ആത്മാർത്ഥതയോടെ അവൻ പ്രസംഗിക്കുകയും പരിശുദ്ധാത്മാവ് അവന്റെ മേലായിരിക്കുകയും ചെയ്തിരുന്നു.
അവൻ സ്ത്രീ പ്രാസംഗികരെയും അതുപോലെയുള്ള കാര്യങ്ങളെ കുറിച്ച് എഴുതിയപ്പോൾ ഒരു കോളിളക്കമുണ്ടായിട്ടുള്ളതായി ഞാൻ ഊഹിക്കുന്നു. സ്ത്രീകൾ സഭായോഗങ്ങളിൽ മിണ്ടാതിരിക്കട്ടെ, സംസാരിപ്പാൻ അവർക്ക് അനുവാദമില്ല എന്ന് എഴുതിയപ്പോൾ അവൻ തന്നെ അപ്പോൾ ജയിലിലായിരുന്നു. അവരിൽ ചില ബിഷപ്പുമാർ എന്ത് പറഞ്ഞിട്ടുണ്ടാകുമെന്ന് നിങ്ങൾക്കൊന്ന് ഊഹിക്കാൻ കഴിയുമോ? അവൻ തന്നെ അവിടെ ജയിലിലായിരിക്കുമ്പോൾ നമുക്കിത് എഴുതുവാൻ അവൻ എന്ത് അധികാരമാണുള്ളത്? അവന്റെ കൂടെ തിമോത്തിയോസ് എന്നൊരു കുടിയനുമുണ്ട്. അങ്ങനെ അവൻ ഇപ്പോൾ അവിടെയായിട്ട് അവൻ തിമോത്തിയോസിനെ മദ്യത്താൽ മത്തനാക്കുകയാണ്. അങ്ങനെ ഇവിടെ ഇതാ അവൻ ജയിലിൽ കിടന്നുകൊണ്ട് പരിശുദ്ധാത്മാവ് നമ്മോട് ചെയ്യുന്നതിനായി പറയേണ്ട കാര്യങ്ങളെ എഴുതിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ അവൻ പറഞ്ഞു, എന്ത് ദൈവവചനം നിങ്ങളുടെ ഇടയിൽ നിന്നോ പുറപ്പെട്ടത്, അതോ നിങ്ങൾക്ക് മാത്രമോ വന്നത്? താൻ പ്രവാചകനെന്നോ ആത്മികനെന്നോ ഒരുത്തന് തോന്നുന്നുവെങ്കിൽ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത് കർത്താവിന്റെ കൽപ്പനയാകുന്നു എന്നവർ അറിഞ്ഞുകൊള്ളട്ടെ. നോക്കൂ സ്നേഹിതരെ, ആ സമയം വരുന്നു. ഈ ടേപ്പുകൾ പോകുന്ന ദേശത്തുള്ളവർ ഒരു കാര്യം ഓർത്തുകൊള്ളുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതായത് വേർപെടുത്തലിന്റെ സമയം വരേണ്ടതാകുന്നു. അത് വന്ന് അത് ചെയ്തിരിക്കണം. എന്റെ അവസാനത്ത് നിന്ന്, എന്റെ വഴിയുടെ അവസാനത്ത് നിന്ന് ഞാൻ എത്ര ദൂരെയാകുന്നുവെന്ന് എനിക്കറിയില്ല. അത് ദൈവത്തിന്റെ ചുമതലയാകുന്നു. നാളെ എന്താകുന്നുവെന്ന് എനിക്കറിയില്ല. എന്താണ് നാളെ നിൽക്കുന്നതെന്ന് എനിക്കറിയില്ല. എന്നാൽ നാളെ ആരുടെ കയ്യിലാണെന്ന് ഞാൻ അറിയുന്നു. അതുകൊണ്ട് അവിടെയാണ് എന്റെ വിശ്വാസം അതിന്മേൽ പണിതിരിക്കുന്നത്. ഇപ്പോൾ ദേമാസ് അവനെ വിട്ട് നിശാ ക്ലബ്ബുകളിൽ പോയതായിട്ട് ഞാൻ ഊഹിക്കുന്നില്ല. ദേമാസ് അങ്ങനെ ചെയ്തതായി ഞാൻ കരുതുന്നില്ല. കാരണം ദേമാസ് ആത്മാവിൽ നിറഞ്ഞ ഒരു മനുഷ്യനായിരുന്നു. അവനൊരു വലിയ സഹപ്രവർത്തകനായിരുന്നു. ദേമാസിന്റെ ചരിത്രം നിങ്ങൾ എപ്പോഴെങ്കിലും എടുക്കുകയാണെങ്കിൽ അവൻ വളരെ ശ്രദ്ധേയനായ ഒരു പ്രാസംഗികനും നല്ല പരിഷ്കാരമുള്ളവനും ഉയർന്ന സംസ്കാരമുള്ളവനും വിദ്യാഭ്യാസമുള്ളവനുമായിരുന്നു. അവനൊരു മിടുക്കനായ മനുഷ്യനായിരുന്നു. എന്നാൽ അവൻ പൗലോസിനെ വിട്ടുകളഞ്ഞത് എന്തുകൊണ്ടാണ്? അതാണ് കാര്യം. പൗലോസിനെ വിട്ടുകളയുന്നതിന് എന്താണ് കാരണമാക്കിയത്? അവനൊരു നിശാ ക്ലബിൽ പോകാൻ ആഗ്രഹിച്ചിരുന്നതായി മറ്റും ഞാൻ വിചാരിക്കുന്നില്ല. എന്നാൽ ഇത് ദൈവം പൗലോസിനെ വേർപെടുത്തുകയായിരുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ ദമാസിനെ പറ്റി ഞാൻ ഊഹിക്കുന്നത്, നമുക്ക് ദമാസിന്റെ കുറച്ച് വിചാരങ്ങളെ എടുക്കാം. കഴിഞ്ഞ ദിവസം പ്രഭാത സമയത്ത് ഞാൻ അടിവാരത്തിൽ ഇരുന്നു കൊണ്ട് അത്ഭുതപ്പെടുകയായിരുന്നു. ദമാസ് എന്തുകൊണ്ട് ഈ വ്യക്തിയെ വിട്ടുകളയാൻ ആഗ്രഹിച്ചിരുന്നു എന്നുള്ള കാര്യത്തെപ്പറ്റി ഞാൻ ചിന്തിക്കുകയായിരുന്നു. അവനെ കർത്താവിലേക്ക് നയിച്ച ആ പാവം പ്രാസംഗികനെ എന്തുകൊണ്ട് വിട്ടുകളയണം? അന്യജാതികളുടെ ഇടയിൽ ഈ ഉണർവിന്റെ ആക്രമണ മുന്നണിയായ മനുഷ്യനെ, വാസ്തവമായും ഒരു പ്രവാചകനായിരുന്നവനെ എന്തുകൊണ്ട് വിട്ടുകളയണം? അവനൊരു പ്രവാചകനായിരുന്നുവെന്ന് ആർക്കും പറയാൻ കഴിയില്ലേ? അവനൊരു പ്രവാചകനിലും മഹാനായിട്ട് അവനൊരു അപ്പസ്തോലനായിരുന്നു. അവൻ അന്യജാതികൾക്കൊരു മഹാനും ശക്തനുമായ അപ്പസ്തോലനായിരുന്നു. ദേമാസ് പൗലോസുമായി ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചിരുന്നു. തമ്മിൽ കൂട്ടായ്മയും ദൈവത്തിന്റെ ആത്മാവ് അവന്റെ മേൽ പ്രവർത്തിക്കുന്നതും കണ്ടിരുന്നു. ക്രിസ്തുവിന്റെ ദാസനായി ന്യായീകരിക്കപ്പെട്ട് ഇപ്രകാരമുള്ള ഒരു വ്യക്തിയോട് അവൻ എന്തുകൊണ്ട് പുറംതിരിയണം? ഈ ലോകത്തെ സ്നേഹിച്ചിട്ട് എന്ന് പൗലോസ് ഇവിടെ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. ദമാസ് പിമ്പോക്കനായി എന്ന് ഞാൻ കരുതുന്നില്ല. അവൻ അങ്ങനെ ചെയ്തതായി ഞാൻ വിചാരിക്കുന്നില്ല. എന്നാൽ പൗലോസിനെ കുറിച്ച് തെറ്റായ അഭിപ്രായം അവനുണ്ടായി എന്ന് ഞാൻ കരുതുന്നു. ഇപ്പോൾ ദമാസ് ഒരു ധനിക കുടുംബത്തിൽ നിന്നും വന്നിട്ട് അവൻ സമ്പത്തുള്ളവനായിരുന്നു. സമ്പത്ത് പലപ്പോഴും ജനങ്ങൾക്ക് മതമായി അർത്ഥമാക്കുന്നു. അത് കാലിഫോർണിയയിൽ പറയുന്നത് പോലെയാണ്, നിങ്ങൾക്ക് 3 കാഡിലാക് കാറുകളില്ലെങ്കിൽ നിങ്ങൾ ആത്മീയനല്ല. അതുകൊണ്ട് അത് അർത്ഥമാക്കുന്നത് നിങ്ങൾ വിജയകരമല്ലെങ്കിൽ, പട്ടണത്തിലെ ഏറ്റവും നല്ല പള്ളി നിങ്ങൾക്കില്ലെങ്കിൽ പിന്നെ ജനങ്ങൾ പോവുകയില്ല. അതേപോലെ തന്നെ മിക്കവാറും ഇവിടെയും അതായിട്ട് അത് തെളിയിക്കുന്നു. നിങ്ങൾക്ക് ദേശത്തെ ഏറ്റവും നല്ല പള്ളി ഉണ്ടായിരിക്കണം. അതല്ലെങ്കിൽ അവർ ചോദിക്കും, ഓ, നിങ്ങൾ അവിടെയുള്ള ആ ഒരു കൂട്ടം ജനങ്ങളോടൊപ്പം ചേർന്നിരിക്കുന്നുവോ? നമ്മുടെ കർത്താവിന് തലചായ്ക്കുന്നതിന് സ്ഥലമില്ലായിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമോ? നിങ്ങൾക്കറിയാമോ, അവൻ അവകാശപ്പെട്ടതായി ഒരു മേൽക്കുപ്പായം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അവന്റെ പക്കൽ അത്രമാത്രം ഉണ്ടായിരുന്നിട്ടും അവൻ ഈ രീതിയിൽ മുമ്പോട്ട് പോയിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അവന് തലചായ്ക്കുവാൻ ഒരിടമില്ലായിരുന്നു. അവനെക്കുറിച്ച് അതേ കാര്യം തന്നെ അവർ വിചാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തു. ഇപ്പോൾ പൗലോസിന്റെ ശുശ്രൂഷയ്ക്കൊരു വീഴ്ച പറ്റുന്നത് പോലെ ദമാസ് കണ്ടിരുന്നതായി ഞാൻ കരുതുന്നു. ദൈവം മുമ്പാകെ ഈ മനുഷ്യൻ പരാജിതനായി എന്നവൻ വിചാരിച്ചതായി എനിക്ക് തോന്നുന്നു. ജനങ്ങൾ അവരുടെ കണ്ണ് ചൂന്നെടുത്ത് പൗലോസിന് കൊടുക്കാൻ തയ്യാറായിരുന്നതിനെ കുറിച്ച് അവൻ ഓർത്തു. പൗലോസ് അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അവൻ പറഞ്ഞു, കഴിയുമെങ്കിൽ നിങ്ങളുടെ കണ്ണ് ചൂന്നെടുത്ത് എനിക്ക് തരുമായിരുന്നു. കാരണം പൗലോസിന്റെ കണ്ണുകൾ മോശമായിരുന്നു എന്ന് നാം അറിയുന്നു. കാരണം അവൻ പറയുന്നു, നോക്കുവീൻ, എത്ര വലിയ അക്ഷരമായി ഞാൻ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. വലിയ അക്ഷരമായി എന്നവൻ പറഞ്ഞിരിക്കുന്നു. എന്നാൽ എന്റെ പക്കൽ ലെക്സിക്കൻ ബൈബിൾ ഉണ്ട്, അതിൽ വലിയ അക്ഷരത്തോടു കൂടി എന്ന് പറയുന്നു. അവൻ റോമിലെ കാരാഗ്രഹത്തിലായിരുന്നു. സ്വർഗീയ ദർശനത്തിന് ശേഷം എന്തോ കുഴപ്പമുണ്ടായിട്ട് അവന്റെ കണ്ണുകൾ അവനെ ശല്യം ചെയ്തിരുന്നു. അതിനാൽ ജനങ്ങൾ അവരുടെ കണ്ണ് ചൂന്നെടുത്ത് അവന് കൊടുക്കാൻ തയ്യാറായിരുന്നു. പൗലോസ് കഷ്ടപ്പെടുകയും അവന്റെ കണ്ണുകൾ അവനെ ശല്യം ചെയ്യുകയും അവൻ കഷ്ടപ്പാടിലുമായിരുന്നു. തന്നെ സൗഖ്യപ്പെടുത്തുന്നതിനായി അവൻ 3 വട്ടം കർത്താവിനോട് അപേക്ഷിച്ചിരുന്നു. വെളിപാടുകളുടെ ആധിക്യത്താൽ ഞാൻ അതിയായി നിഗളിച്ചു
നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് എനിക്ക് ജഡത്തിലൊരു ശൂലം തന്നിരിക്കുന്നു, എന്നെ കുത്തുവാൻ സാത്താന്റെ ദൂതനെ തന്നെ എന്നവൻ പറഞ്ഞു. അങ്ങനെ അവനൊരു നല്ല അവസ്ഥയിലെത്തുകയും അപ്പോൾ അവനെ അത് വീണ്ടും കുത്തുകയും ചെയ്യും, വീണ്ടും നല്ലതാകുകയും വീണ്ടും കുത്തുകയും ചെയ്യും. ശ്രദ്ധിക്കുക, ബാക്കിയുള്ള അപ്പോസ്തലന്മാരെ എല്ലാം കൂടി കൂട്ടി നോക്കിയാൽ പൗലോസിന്റെ ശുശ്രൂഷ അവരിൽ എല്ലാവരിലും വെച്ച് മഹത്തതായിരുന്നു. ഞാൻ യേശുവിനോടൊപ്പം നടന്നിരുന്നു എന്ന് അവരിൽ ചിലർക്ക് പറയാൻ കഴിയുമായിരുന്നു. അവനിവിടെയായിരുന്നപ്പോൾ തെരുവിലുള്ള മനുഷ്യരും അവനോടൊപ്പം നടന്നിരുന്നു. എന്നാൽ പൗലോസ് അവനെ അഗ്നിസ്തംഭത്തിൽ കാണുകയും അതവൻ മരിച്ചിട്ട് അടക്കപ്പെട്ടിരുന്ന സ്വർഗാരോഹണത്തിന് ശേഷം തിരികെ വന്ന് ദമാസ്കസിലേക്കുള്ള അവന്റെ വഴിയിൽ വെച്ച് അത് പൗലോസിനെ വിളിക്കുന്നതായിരുന്നു. മത്തായി, മാർക്കോസ്, ലൂക്കോസ് അല്ലെങ്കിൽ ബാക്കിയുള്ളവരെക്കാളെല്ലാം മഹത്തായ ഒരു ശുശ്രൂഷ അവനുണ്ടായിരുന്നു. അവൻ അവരിൽ നിന്നെല്ലാം വളരെ ദൂരെയായിരുന്നു. അവൻ പറഞ്ഞു, ഞാൻ നിഗളിച്ച് ഇപ്രകാരം പറയാതിരിക്കേണ്ടതിന്, അതായത് നിങ്ങൾക്കതിനെപ്പറ്റി യാതൊന്നും അറിയില്ല, ഞാൻ കർത്താവിനെ അവന്റെ പുനരുത്ഥാനത്തിന് ശേഷം കണ്ടിരിക്കുന്നു. അവർ പറയും, ഞങ്ങൾ അവനോടൊപ്പം നടന്നിട്ടുണ്ട്. ശരിയെങ്കിൽ ഗലീലയിലെയും നസറേത്തിലും ദേശത്തെങ്ങുമുള്ള ജനങ്ങൾ അവനോടൊപ്പം നടന്നിട്ടുണ്ട്, അവരെല്ലാം അവനോടൊപ്പം നടന്നിട്ടുണ്ട്. എന്നാൽ പൗലോസ് അവൻ ജഡമായി അവതരിക്കുന്നതിന് മുമ്പുള്ള അവന്റെ രൂപത്തിൽ കാണുകയും അവനോട് സംസാരിക്കുകയും ചെയ്തിരിക്കുന്നു. ആ അവസ്ഥയിൽ തന്നെ അവൻ അവന് ഉത്തരവാദിത്വം നൽകുകയും ചെയ്തു. അതവൻ വെളിച്ചത്തിലായിരിക്കുമ്പോഴായിരുന്നു. അവൻ പൗലോസിനെ അധികാരപ്പെടുത്തിയത് അപ്പോഴായിരുന്നു. കൂടാതെ പൗലോസ് അവനെ കണ്ടിരുന്നു. അവൻ പറഞ്ഞു, അതിനാൽ ഞാൻ നിഗളിച്ച് സഹോദരന്മാരായ നിങ്ങളിലും സ്വല്പം ഉയർന്നവനാണെന്ന് തോന്നാതിരിക്കേണ്ടതിന് സാത്താന്റെ ദൂതനെ എനിക്ക് തന്നിരിക്കുന്നു, അതിനെ അടിച്ചു വീഴ്ത്തിക്കൊണ്ടിരിക്കുന്നു. അതെന്നെ വിട്ടുനീങ്ങേണ്ടതിന് ഞാൻ 3 വട്ടം കർത്താവിനോട് അപേക്ഷിച്ചു. അതിനവൻ എന്നോട്, ശൗലേ അല്ലെങ്കിൽ പൗലോസേ, എന്റെ കൃപ നിനക്ക് മതി എന്ന് പറഞ്ഞു. ആകയാൽ ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എന്റെ ബലഹീനതകളിൽ പ്രശംസിക്കും എന്ന് പൗലോസ് പറഞ്ഞു. നോക്കൂ, ഞാനതിൽ പ്രശംസിക്കുമെന്നാകുന്നു. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ പ്രവർത്തന മേഖലയിൽ ഉണ്ടായിരുന്ന ബാക്കിയുള്ളവരെക്കാൾ എല്ലാം മഹത്തായ ഒരു ശുശ്രൂഷയുള്ള ഒരു മനുഷ്യൻ, പൗലോസിന്റെ ശുശ്രൂഷ മറ്റുള്ളവരിലും വെച്ച് ഏറ്റവും മഹത്തായതും, അത് യേശുവിനെ അഗ്നിസ്തംഭത്തിൽ കാണുകയും അവൻ ചെയ്ത കാര്യങ്ങളെ ചെയ്യുന്നതിനായി അവൻ ഉത്തരവ് നൽകിയതും, അതേ ദൈവത്താൽ ന്യായീകരിക്കപ്പെട്ടതും, അതേ ശക്തിയോടും അടയാളത്തോടും അത്ഭുതത്തോടും കൂടി സകല ചോദ്യങ്ങൾക്കും അപ്പുറത്തായിരുന്നു. അങ്ങനെയുള്ള ഒരു മനുഷ്യൻ അത്രമാത്രം ദരിദ്രനും അവന്റെ പക്കൽ ഒരു പുതപ്പം മാത്രമാണ് ഉണ്ടായിരുന്നത്. തങ്ങളുടെ കണ്ണുകൾ തന്നെ ചൂന്നെടുത്ത് കൊടുക്കാൻ തയ്യാറായിരുന്ന ഒരു കൂട്ടം ജനങ്ങളോട് പ്രസംഗിക്കുകയും അവരിൽ ചിലർ തന്നെ കോടീശ്വരന്മാരുമായിരുന്നു. എന്നിരിക്കലും പൗലോസിന് ഒരു പുതപ്പേ ഉണ്ടായിരുന്നുള്ളൂ. അവൻ പറഞ്ഞു, ഇവിടെ തണുപ്പായിക്കൊണ്ടിരിക്കുന്നതിനാൽ ഞാൻ വിട്ടേച്ചു പോന്ന പുതപ്പും കൊണ്ടുവരിക. അവനൊരു മലപ്രദേശത്തായിരുന്നു. അവന്റെ പക്കൽ ഒരു പുതപ്പ് മാത്രമാണ് ഉണ്ടായിരുന്നത്. അത് ഉയർന്ന നിലപാടും ഉയർന്ന പ്രാമാണ്യവും പരിഷ്കാരവും വിദ്യാഭ്യാസത്തോടും കൂടിയ ദേമാസ് എന്ന വ്യക്തിക്ക്, കൂടാതെ ഒരു ധനികനും തനിക്ക് മാറി മാറി ധരിക്കുവാൻ വളരെയധികം വസ്ത്രങ്ങളും ഉണ്ടായിട്ട് ആ മനുഷ്യൻ എന്തോ കുഴപ്പമുണ്ട് എന്ന് ഓർത്തു. അവനെ കണ്ണു ചൂന്നെടുത്ത് കൊടുക്കാൻ തന്നെ അത്രയും അധികം സ്നേഹിതന്മാരും മറ്റെല്ലാം ഉണ്ടായിരുന്നിട്ടും അവൻ അത്രമാത്രം ദരിദ്രനും അവന്റെ പക്കൽ ഒരു പുതപ്പും മാത്രമാണ് ഉണ്ടായിരുന്നത്. പൗലോസിന് എന്തോ കുഴപ്പം പറ്റിയിട്ടുണ്ട്. ഓ, നിങ്ങൾക്കറിയാമോ, ഈ ആത്മാവ് ലോകത്തെ വിടുന്നില്ല. അതിപ്പോഴും അതേ രീതിയിലായി തന്നെയുണ്ട്. പണം ദൈവമല്ല, ഒരു ദൈവം മാത്രമേ ഉള്ളൂ. എന്നാൽ നിങ്ങൾക്കൊരു വലിയ ശുശ്രൂഷ ഉള്ളതുകൊണ്ട് നിങ്ങളുടെ പക്കൽ ഇതും അതും അതുപോലെയുള്ള ഈ വലിയ കാര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കണമെന്ന് ജനങ്ങൾ ചിന്തിക്കുന്നു. കൂടാതെ വലിയ സ്കൂളുകളും വലിയ വലിയ കാര്യങ്ങളുമാകുന്നു. ഈ കാര്യങ്ങളുമായി ദൈവം ഇടപെടുന്നില്ല. അല്ലെങ്കിൽ കുറഞ്ഞപക്ഷം അതിന്റെ അഭിപ്രായമായിരിക്കുന്നു. ദൈവം ഒരു വ്യക്തിയോട് ഇടപെടുന്നു. അതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് അവൻ ഒരിക്കലും നമ്മെ നിയുക്തരാക്കിയിട്ടില്ല. എന്നാൽ പൗലോസ് ഒരു കുപ്പായവുമായിട്ട് തീമോഥെയോസിനോട്, ഇവിടെ തണുപ്പായിക്കൊണ്ടിരിക്കുന്നതിനാൽ നീ വരുമ്പോൾ ഞാൻ വിട്ടിട്ട് പോന്ന പുതപ്പും കൂടി കൊണ്ടുവരിക എന്ന് പറയുന്നു. ആയിരങ്ങളോടും 10,000-ങ്ങളോളം മനുഷ്യരോടും പൗലോസ് പ്രസംഗിക്കുകയും അതുപോലെ തന്നെ ശുശ്രൂഷയോടുകൂടിയ ഒരു മനുഷ്യൻ, അതെല്ലാവിധ അത്ഭുതങ്ങളും ചെയ്യാൻ കഴിഞ്ഞിരുന്ന ഒരു ശുശ്രൂഷയായിരുന്നിട്ട് യേശുവിനെ അഗ്നിസ്തംഭത്തിൽ കാണുകയും തന്നെ ഉത്തരവാദിത്വപ്പെടുത്തുകയും ചെയ്തിട്ടും ഒരു പുതപ്പ് മാത്രമാണ് സ്വന്തമായിട്ടുണ്ടായിരുന്നത്. ദമാസ് പറഞ്ഞു, അതുപോലെയുള്ള ഒരു വ്യക്തിയിൽ നിന്നും ഞാൻ വിട്ടുമാറി നിൽക്കുന്നതാണ്. ഇപ്പോൾ അവൻ ത്രോവാസിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചെമ്പമണിക്കാരനായ മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നതായി നാം കാണുന്നു. അവനൊരു തെമ്മാടിയായിരുന്നു. അവൻ ക്രിസ്തുമതത്തെ എതിർത്തിരുന്നു. പൗലോസിനോട് ചെയ്യാവുന്നതെല്ലാം അവൻ ചെയ്തിട്ട് അവനെ ജയിലിൽ അടച്ചു കളഞ്ഞു. നീയും അവനെ സൂക്ഷിച്ചുകൊള്ളുക എന്ന് പൗലോസ് തന്നെ തിമോഥെയോസിനോട് മുന്നറിയിപ്പ് കൊടുക്കുന്നു. ഇവിടെ ഇതാ ദേമാസ്. ഹോ ദൈവമേ, ജനങ്ങൾ ഇത് കേൾക്കട്ടെ. തന്നോട് വാദപ്രതിവാദം നടത്തിയ ഒരു മനുഷ്യനെ കുരുടനാക്കി കളഞ്ഞ ഒരു മനുഷ്യനോടൊപ്പം ഇവിടെ ഇതാ ദേമാസ് നിൽക്കുന്നു. ഇപ്പോൾ ചർച്ച് ഓഫ് ക്രൈസ്റ്റിലെ പ്രാസംഗികരായ നിങ്ങൾ നിങ്ങളുടെ മേൽക്കുപ്പായം ധരിച്ചുകൊള്ളുക.
ഒരു വട്ടം ഒരുവൻ എന്നോട് പറഞ്ഞു, എന്നെ അന്ധനാക്കുക, എന്നെ അന്ധനാക്കുക, നിങ്ങളുടെ പക്കൽ പരിശുദ്ധാത്മാവുണ്ടല്ലോ, എന്നെ അന്ധനാക്കുക. ഞാൻ പറഞ്ഞു, നീ നേരത്തെ അന്ധനായിരിക്കുന്നു. പൗലോസ് ചെമ്പുപണിക്കാരനെ എന്തുകൊണ്ട് അന്ധനാക്കിയില്ല? അതേ ആത്മാവ് ജനങ്ങളുടെ മേലായിട്ട് ഇപ്രകാരം ചിന്തിക്കുന്നതിനിടയാക്കുന്ന അതേ കാര്യം തന്നെ ദമാസിന്റെ മേലെയുമായിരുന്നു. തന്നോട് വാദപ്രതിവാദം നടത്തിയിരുന്ന ഒരു മനുഷ്യനെ അന്ധനാക്കാൻ കഴിഞ്ഞ ഒരു മനുഷ്യന് ഒരു ചെമ്പുപണിക്കാരൻ തന്റെ ശുശ്രൂഷയെ നഗരത്തിൽ നശിപ്പിച്ചു കളയുന്നത് എങ്ങനെ അനുവദിക്കാൻ കഴിയും? അവൻ പരാജിതനായിരിക്കുന്നു. അവന്റെ സകല കൃപാവരങ്ങളും അവന് നഷ്ടപ്പെട്ടിരിക്കുന്നു. അന്ധനാക്കുന്നതിനുള്ള കൃപാവരം അവന് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് ദമാസ് പറഞ്ഞതിൽ യാതൊരു സംശയമില്ല. അതേ ആത്മാവ് ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ലേ? അത് പറയും, സഹോദര, നിങ്ങൾ പരാജിതനായിരിക്കുന്നു. ഇത് ജനങ്ങളുടെ തലയ്ക്കുമേൽ കൂടി പോകുന്നു. അവർക്കിത് മനസ്സിലാക്കുന്നില്ല. അതാണ് എല്ലാമായിട്ട് ഇതിനെക്കുറിച്ചുള്ളത്. അവർക്കിത് കാണാൻ കഴിയുന്നില്ല. അവരത് മനസ്സിലാക്കുന്നില്ല. ഇപ്പോൾ ദമാസ് അവൻ ആഗ്രഹിച്ചിരുന്നതിന്റെ കാരണത്താൽ ആ മനുഷ്യനെ അന്ധനാക്കാതിരുന്നതല്ല. യേശു തന്നെ പറയുന്നില്ലേ, ആദ്യം പിതാവ് കാണിച്ചിട്ടല്ലാതെ ഞാൻ സ്വതേ ഒന്നും തന്നെ ചെയ്യുന്നില്ല. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ, എന്റെ സ്വന്തം മാതാവ് മരിക്കാറായി കിടക്കുമ്പോൾ ചോദിക്കുമായിരുന്നു, ബിൽ, എന്റെ അവസാനം എന്തായിരിക്കും? ആദ്യം ദൈവം എന്നോടൊന്നും പറയാതെ എനിക്ക് യാതൊന്നും പറയാൻ കഴിഞ്ഞിരുന്നില്ല. അത് തന്നെയാണ് സംഭവിച്ചത്. മനുഷ്യനത് കഴിയില്ല. മനുഷ്യന്റെ തുടക്കമേ പരാജയമാണ്. അവൻ ദൈവം പ്രവർത്തിക്കുന്ന ഒരു കാര്യസ്ഥൻ മാത്രമാകുന്നു. ദൈവം തന്റെ ഇഷ്ടം സ്വയം പ്രവർത്തിക്കുന്നു. എന്നാൽ നിങ്ങൾ ഈ സൂപ്പർ ഡ്യൂപ്പറായിട്ടുള്ള ജനങ്ങളെ കാണുമ്പോൾ അവരുടെ പക്കൽ എല്ലായ്പ്പോഴും എന്തെങ്കിലും അതും ഇതും മറ്റേതും കാണും. നിങ്ങൾ അവരിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കുന്നതാണ് നല്ലത്. യേശു സ്വയം തന്നെ അത് ചെയ്തിരുന്നില്ല. അവൻ പറഞ്ഞു, പിതാവ് ചെയ്ത് കാണുന്നത് തന്നെ പുത്രനും ചെയ്യുന്നു. ഞാൻ എന്ത് ചെയ്യണമെന്ന് അവൻ എന്നെ കാണിക്കുകയും ഞാൻ ചെന്ന് അത് ചെയ്യുകയും ചെയ്യുന്നു. അതല്ലാതെ മറ്റ് യാതൊന്നും എനിക്ക് ചെയ്യാൻ കഴിയില്ല. ഇവിടെ ദേമാസ് പൗലോസിനെ കാണുകയും ഇതുപോലെ ഒരു വലിയ ശുശ്രൂഷയുള്ള മനുഷ്യനായിരുന്നിട്ടും അവൻ അത്രമാത്രം ദരിദ്രനും അവന്റെ പക്കൽ ഒരു പുതപ്പും മാത്രവും തിമോത്തിയോസ് അത് കൊണ്ടുവരുന്നതിനായി ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഒരു പുതപ്പ് മാത്രം. എന്നാൽ പൗലോസ് ക്രിസ്തുവിന്റെ മാതൃക ഒരുക്കിയിട്ട് അവന്റെ പക്കൽ ഒരു പുതപ്പ് മാത്രമാണ് ഉണ്ടായിരുന്നത്. എങ്കിൽ പിന്നെ ധനവും ധാരാളം പണവും അതുപോലെയുള്ള കാര്യങ്ങളും എന്ന് ജനങ്ങൾക്ക് വളരെയധികമായി അർത്ഥമാക്കുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പോൾ ശ്രദ്ധിക്കുക, അവന്റെ പക്കൽ ശക്തി ഉണ്ടായിരുന്നിട്ട് അവൻ പ്രസംഗിക്കുന്നതിന് വിരുദ്ധമായിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ തിരിഞ്ഞിട്ട് നീ ഒരു സമയത്തെ കുരുടനായിരിക്കും എന്ന് പറയാൻ കഴിയുകയും ആ മനുഷ്യൻ കുരുടനാകുകയും ചെയ്തിരുന്നു. ഇവിടെ ഇതാ ഒരു ചെമ്പ് പണിക്കാരൻ അവൻ ചെയ്തതിലും 10 ഇരട്ടി കൂടുതലായി അവനോട് ചെയ്തിട്ടും അവനിൽ നിന്നും ഒഴിഞ്ഞു മാറുകയാണ് ഉണ്ടായത്. ദമാസ് ഓർത്തിട്ടുണ്ടാകും, ഈ പാവം മനുഷ്യൻ പരാജിതനായിട്ടുണ്ട്. അവന്റെ ശുശ്രൂഷ അവന് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇല്ല, അവന്റെ ശുശ്രൂഷ അവന് നഷ്ടപ്പെട്ടിട്ടില്ല, ഒട്ടുമില്ല. ദൈവം അപ്രകാരമുള്ള കാര്യങ്ങളെ ചെയ്യുന്നില്ല. ദൈവം ഒരു ഇന്ത്യക്കാരനെ പോലെ ദാനം ചെയ്യുന്നവനല്ല. ഇപ്പോൾ ശ്രദ്ധിക്കുക, പൗലോസ് ഏലിയാവിനെ പോലെയുള്ള എന്തോ ഒരു ക്രമത്തിലായിരിക്കുന്നു. ഏലിയ പ്രവാചകൻ ദൈവത്തിന്റെ ആജ്ഞയാൽ മലമുകളിൽ ചെന്ന് സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങുന്നതിന് അപേക്ഷിക്കുകയും അഗ്നി വീഴുകയും ചെയ്തു. അവൻ മഴയ്ക്കായി അപേക്ഷിക്കുകയും മഴ വരികയും ചെയ്തു. അതിനുശേഷം ദൈവത്തിൽ നിന്നുള്ള സന്ദേശത്തിന്റെ ആജ്ഞയാൽ അവൻ 400 പുരോഹിതന്മാരെ കൊല്ലുകയും അവരുടെ തല വെട്ടിക്കളഞ്ഞിട്ട് മലമുകളിൽ നിന്ന് താഴെ കൂരിട്ടിവിടുകയും ചെയ്തു. എന്നിട്ട് അതിനുശേഷം ഒരു സ്ത്രീയുടെ ഭീഷണിയാൽ ഓടുകയും ചെയ്തു. അതൊരു കപടവിശ്വാസിനി സ്ത്രീയായ, അല്ലെങ്കിൽ അവൾ അവിശ്വാസിയായിരുന്ന ഇസബേലായിരുന്നു. ആ ഒരൊറ്റ സ്ത്രീ, അവൾ എല്ലാത്തിന്റെ സാരവും ഇതിന്റെ എല്ലാം കാരണക്കാരിയുമായിരുന്നു. അവൻ ആദ്യം അവളെ തന്നെ എടുക്കുമെന്നുള്ളതായി കാണപ്പെട്ടിരുന്നു. എന്നാൽ ദൈവത്തിന് കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള ഒരു രീതി ഉണ്ടായിരിക്കുകയും അവന്റെ ദാസന്മാർക്ക് ദൈവ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കാമെങ്കിൽ മാത്രം പ്രവർത്തിക്കാനും കഴിഞ്ഞിരുന്നു. സ്നേഹിതരെ, ദൈവത്തിന്റെ രീതിക്കനുസരിച്ച് നിങ്ങൾക്ക് നടക്കേണ്ടത് ആവശ്യമാക്കുന്നു നിങ്ങൾ കാണുന്നില്ലേ? എത്രയോ വട്ടം സഹോദരന്മാരോടൊപ്പം ഇരുന്ന് ഞാൻ കൂടിയാലോചന നടത്തിയിട്ടുണ്ട്. അവരുടെ അടുക്കിലേക്ക് നടന്നു ചെന്ന് അവരുടെ കൈപിടിച്ച് കുലുക്കിക്കൊണ്ട്, സഹോദര, ഇത് യാതൊരു വ്യത്യാസവും ഉണ്ടാക്കിയില്ല, നമുക്ക് സഹോദരന്മാരായി ഒത്തുപോകാം എന്നവരോട് പറയാൻ ഇപ്രകാരം ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. എങ്ങനെ അത് ചെയ്തിട്ട് വചനം പ്രസംഗിക്കുക എന്ന എന്റെ ഉത്തരവിനെ എനിക്ക് പാലിക്കാൻ കഴിയും? അത് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ശുശ്രൂഷക്കാരോടൊപ്പം നിന്നിട്ട് അവർ പറയും, സഹോദരൻ ബ്രൺഹാം, എന്റെ വലിയമ്മ ഇവിടെയുണ്ട്, നിങ്ങൾ ദൈവത്താൽ അയക്കപ്പെട്ട പ്രവാചകനാണെന്ന് ഞാൻ അറിയുന്നു, നിങ്ങൾ ചെന്ന് അവരുടെ കാഴ്ച അവർക്ക് യഥാസ്ഥാനത്താക്കി കൊടുക്കുക. എനിക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ ഞാനത് ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നു. അവൻ എന്നോട് പറയാതെ എനിക്കത് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. മനസ്സിലായില്ലേ? ആർക്കും തന്നെ അത് ചെയ്യാൻ കഴിയുകയില്ല. ഏലിയാവിന് അത് ചെയ്യാൻ കഴിയുകയില്ല. മറ്റാർക്കും തന്നെ അത് കഴിയുകയില്ല.
that Paul ഇപ്പോൾ ദേമാസ് പൗലോസിനോടൊപ്പം പ്രസംഗിച്ചിരുന്നതായി നാം കാണുന്നു. മുടന്തനായി കാലിന് ശക്തിയില്ലാതെ കിടന്നിരുന്ന ഒരു മനുഷ്യനെ കണ്ടിട്ട് സൗഖ്യം പ്രാപിപ്പാൻ അവന് വിശ്വാസമുണ്ട് എന്ന് കണ്ടിട്ട് നീ എഴുന്നേറ്റ് കാലൊന്ന് നിവർന്നു നിൽക്കുക, യേശു ക്രിസ്തു നിന്നെ സൗഖ്യമാക്കുന്നു എന്ന് പറഞ്ഞ് സൗഖ്യമാക്കുന്നത് അവൻ കണ്ടിരുന്നു. had seen him heal the sick. അവൻ രോഗികളെ സൗഖ്യമാക്കി കണ്ടിരുന്നു. എങ്കിലും തന്റെ സ്നേഹിതനായ ത്രോഫിമോസിനെ രോഗിയായി വിട്ടേച്ചു പോയിരുന്നു. Paul's lost his ministry. പൗലോസിന് തന്റെ ശുശ്രൂഷ നഷ്ടപ്പെട്ടിരിക്കുന്നു. ദമാസ് അങ്ങനെ തന്നെ ചിന്തിച്ചിട്ടുണ്ട്. അവന്റെ പക്കൽ രോഗശാന്തിയുടെ കൃപാവരമുണ്ടെങ്കിൽ പിന്നെ അവൻ തന്നോടൊപ്പം അത്രമാത്രം വിശ്വസ്തയോടെ നിന്ന അവന്റെ സ്നേഹിതനെ ചെന്ന് എന്തുകൊണ്ട് സൗഖ്യമാക്കിയില്ല? അവനെ ഞാൻ രോഗിയായി വിട്ടേച്ചു പോന്നു എന്ന് അവൻ പറഞ്ഞു. അവന്റെ പക്കൽ ഒരു പുതപ്പ് തന്നെ ഇല്ലാഞ്ഞിട്ട് ഞാൻ വിട്ടേച്ചു പോയ പുതപ്പ് നീ കൊണ്ടുവരുന്നതിനായി അവൻ ആവശ്യപ്പെട്ടിരുന്നു. കൂടാതെ ആ ചെമ്പ് പണിക്കാരനെ സൂക്ഷിച്ചുകൊള്ളുക, പട്ടണത്തിൽ വെച്ച് അവൻ എന്റെ യോഗത്തെ നശിപ്പിച്ചു കളയുകയും എനിക്ക് പട്ടണം വിട്ട് പോകേണ്ടി വരികയും ചെയ്തു. അവൻ എന്നെ കാരാഗ്രഹത്തിലാക്കി. ഇതേത് തരത്തിലുള്ള ഒരു പ്രാസംഗികനായി തീർന്നിരിക്കുന്നുവെന്ന് ദമാസ് പറഞ്ഞിട്ടുള്ളതായി ഞാൻ ഊഹിക്കുന്നു. സഹോദര, ഇന്ന് ലോകത്തിൽ ദമാസിന്റെ ആത്മാവോടുകൂടിയ വളരെയധികം പേർ അവർക്കുണ്ട്. ഇതിനെക്കുറിച്ചെല്ലാമായിട്ട് എന്താകുന്നുവെന്ന് അവർക്കറിയില്ല. അവർക്കിത് വിശദീകരിക്കാൻ ശ്രമിക്കുന്നത് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. കാരണം അവർക്കിത് ഗ്രഹിക്കാൻ കഴിയുകയില്ല. ഒരു ക്രിസ്തുവിന്റെ ദാസൻ കാൽപ്പാടുകൾ പിന്തുടരുന്നു. ഇവിടെയുള്ള നമ്മളുടെ ഡീക്കന്മാരിൽ ഒരുവനായ ടോണി സാബേൽ, അദ്ദേഹം ഇന്ന് രാത്രിയിൽ ഇവിടെയുണ്ടോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹം സാധാരണ ഇവിടെ ചുറ്റുപാടുമായി കാണപ്പെടുന്നതാണ്. അദ്ദേഹം എന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, അത് അദ്ദേഹം ഇവിടെ എത്തുന്നതിന് കുറച്ച് സമയങ്ങൾക്ക് മുമ്പായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഞാനൊരു സ്വപ്നം കണ്ടിരിക്കുന്നു, ഒരു വിചിത്രമായ സ്വപ്നമാകുന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ സ്വർഗത്തിലേക്കുള്ള എന്റെ വഴി കണ്ടുപിടിക്കുന്നതിനായി ശ്രമിക്കുന്നതിന്റെ ഒരു സ്വപ്നം കണ്ടിരിക്കുന്നു. ഒരു കറുത്ത മേലങ്കി ധരിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ ഒരു പുസ്തകവും വായിച്ചുകൊണ്ട് വരുന്നത് ഞാൻ കണ്ടു എന്ന് പറഞ്ഞു. ഞാൻ ഈ മനുഷ്യന്റെ അടുക്കൽ ചെന്നിട്ട് സ്വർഗത്തിലേക്കുള്ള വഴി ഏതാണെന്ന് ചോദിച്ചു. എന്റെ മുമ്പിലുള്ള മനുഷ്യനോട് ചോദിക്കുക എന്ന് അദ്ദേഹം പറഞ്ഞു. അത് ഞാൻ പോയിരുന്ന ഒരു സഭയിലെ പാസ്റ്റർ ആയിരുന്നു. അദ്ദേഹം കുറച്ചുകൂടി മുമ്പോട്ട് പോയിട്ട് കറുത്ത മേലങ്കി ധരിച്ച് പാട്ടുപാടിക്കൊണ്ട് പോയിരുന്ന വേറൊരു വ്യക്തിയെ കണ്ടു. അത് വേറൊരു പാസ്റ്ററായിരുന്നു. അവർ രണ്ട് പാസ്റ്റർമാരും എന്റെ വ്യക്തിപരമായ സുഹൃത്തുക്കളായിരുന്നു. അദ്ദേഹം ഒരു നല്ല മനുഷ്യനായിരുന്നു. ഏത് വഴിയിൽ കൂടെ ഇവിടെയുള്ള ആ മലയുടെ മുകളിൽ എത്താൻ കഴിയുമെന്ന് ഞാൻ ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, നോക്കൂ, അങ്ങ് ദൂരെ മലയുടെ മുകളിലായി ഒരു ചെറിയ മനുഷ്യൻ നിൽക്കുന്നത് കാണുന്നുണ്ടോ? ഉവ്വ് എന്ന് ഞാൻ പറഞ്ഞു. അവിടെ ഒരു മനുഷ്യൻ ഒരു പുറങ്കപ്പായും ധരിച്ച് ഒരു പശുപാലകന്റെ തൊപ്പിയും ധരിച്ച് നിന്നിരുന്നു. കെൻഡുക്കിയിൽ ആരോ എന്നെ കുറിച്ച് സംസാരിച്ചുകൊണ്ട് പറഞ്ഞു, ആ മനുഷ്യനെ കണ്ടിട്ട് ഒരു പ്രാസംഗികനെ പോലെയുണ്ട്, ഒരു കൃഷിക്കാരനെ പോലെയോ മറ്റോ കണ്ടിരിക്കാനിടയുണ്ട്. എന്നാൽ നിങ്ങൾക്കറിയാമോ, അതുപോലെ കാണപ്പെട്ടിരുന്നില്ല. അവിടെ നിന്നിരുന്നത് ഞാനായിരുന്നു എന്ന് പറഞ്ഞു. എന്റെ അടുക്കൽ എത്തുന്നതുവരെ അദ്ദേഹം കയറിക്കൊണ്ടിരിക്കുകയും എന്റെ അടുക്കലെത്തിയപ്പോൾ ഞാൻ അദ്ദേഹത്തെ കൈപിടിച്ച് മലയുടെ മുകളിലെത്തുന്നതുവരെ നയിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞു. അവിടെ ഒരു മരുഭൂമിയിൽ കൂടെ കടന്നു പോകേണ്ടതുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, ടോമി, എനിക്ക് നിന്നെ ഇവിടെ വിടേണ്ടതായിട്ടുണ്ടോ? ഇത് നീ തന്നെ സ്വയമായി നടക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു. അദ്ദേഹം ചോദിച്ചു, സഹോദരൻ ബ്രഹാം, ഇവിടെ നിന്ന് എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഞാൻ പറഞ്ഞു, ടോണി, ഇവിടേക്ക് വന്നിട്ട് താഴേക്ക് നോക്കൂ. നീ ആ രക്തം പുരണ്ട നഗ്നമായ കാൽപ്പാടുകളുടെ പാത കാണുന്നില്ലേ? ഞാൻ പറഞ്ഞു, എന്റെ യാത്ര മുഴുവനും ഞാൻ അതാണ് പിന്തുടർന്നിരുന്നത്. അതിൽ തന്നെ നിൽക്കുക മാത്രം ചെയ്യുക. ജനങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ എനിക്കറിയാവുന്ന ഏക കാര്യം അത് മാത്രമാകുന്നു. ഒരു മതസംഹിതയിലേക്കോ ഏതെങ്കിലും തരത്തിൽപ്പെട്ട ഒരു വികാരാവശ്യത്തിലേക്കോ അല്ല, എന്നാൽ ബൈബിളിലേക്ക് നയിക്കുന്ന ആ രക്തപങ്കിലമായ യേശു ക്രിസ്തുവിന്റെ രക്തമായ കാൽപ്പാടുകളാണ്. ഇപ്പോൾ ഈ വ്യക്തിക്ക് അത് എപ്രകാരം അനുഭവപ്പെട്ട് കാണും? അതായത് വളരെയധികം ലക്ഷപ്രഭുക്കളായ സ്നേഹിതന്മാരോട് കൂടിയ ഈ മനുഷ്യന്റെ പക്കൽ ഒരു പുതപ്പ് മാത്രമാണ് ഉണ്ടായിരുന്നത്. ഒരു മനുഷ്യനെ കുരുടനാക്കി കളയാനുള്ള ശക്തി ഉണ്ടായിട്ട് ഒരു മനുഷ്യനാൽ പട്ടണത്തിൽ നിന്ന് ഓടിച്ചു കളയപ്പെട്ടിരിക്കുന്നു. അതിനുവേണ്ടി യാതൊന്നും ചെയ്യാൻ കഴിയാതെ എഴുന്നേറ്റ് പുറപ്പെട്ടു കളഞ്ഞു. രോഗികൾക്കായി പ്രാർത്ഥിക്കുകയും തന്റെ സുഹൃത്തിനെ രോഗിയായി വിടുകയും ചെയ്തിരിക്കുന്നു. അങ്ങനെ ദേമാസ് അവനെ വിട്ടുകളഞ്ഞു. ബാക്കിയുള്ളവരെല്ലാം അവനെ വിട്ടുകളഞ്ഞു. എല്ലാവരും അവനെ കൈവിടിഞ്ഞു. പൗലോസ് പറഞ്ഞു, എല്ലാവരും എന്നെ കൈവിട്ടു. എല്ലാവരും അവനെ കൈവിട്ട് കളഞ്ഞിരുന്നു. ഞാനിത് പറയട്ടെ, ഒരു മനുഷ്യൻ വചനത്തോട് സത്യമായി നിൽക്കുമ്പോൾ ഒരു യോഗത്തിലല്ല, എന്നാൽ എല്ലാ യോഗത്തിലും ഒരു വ്യക്തി വചനത്തോട് വിശ്വസ്തനായി നിൽക്കുമ്പോൾ അവരെല്ലാവരും അവനെ വിട്ടുകളയുന്ന ഒരു സമയം വരും. കൃത്യമായും അവർ അത് ചെയ്തു. നമ്മുടെ കർത്താവിനോട് അവർ ചെയ്തു. അവൻ സത്യത്തിനു വേണ്ടി നിൽക്കുമ്പോൾ അവർ അവനെ വിട്ടുകളയും. എല്ലാവരും എന്നെ കൈവിട്ടു. ദമാസും മറ്റുള്ളവരും എന്ത് വിചാരിച്ചു കാണുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? തിരുവെഴുത്തറിയാവുന്ന എല്ലാവർക്കും അറിയാം, ലൂക്കോസ് ഒരു വൈദ്യനായിരുന്നു. പൗലോസ് പോയിരുന്നിടത്തെല്ലാം ഈ വൈദ്യനെയും കൂടെ കൊണ്ടുപോയിരുന്നു.
ദിവ്യ രോഗശാന്തി പ്രസംഗിക്കുകയും സ്നേഹിതനെ രോഗിയായി വിട്ടേക്കുകയും ചെയ്തിരിക്കുന്നു. അത്രയും ദരിദ്രനായിട്ട് ഒരു പുതപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു മനുഷ്യനെ കുരുടനാക്കാൻ കഴിയുകയും ഒരു മനുഷ്യനാൽ അവനെ നഗരത്തിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തിരുന്നു. നോക്കൂ, അവൻ പരാജിതനായിരിക്കുന്നു എന്നവർ വിചാരിച്ചു. എന്നാൽ അവനായിരുന്നില്ല. അവൻ കൃത്യമായും ആ രക്തപങ്കലമായ കാൽപ്പാടുകളിലായിരുന്നു. അവൻ അതിനെ പിന്തുടരുകയായിരുന്നു. നിങ്ങളിത് മനസ്സിലാക്കുന്നുവെന്ന് ഞാൻ ആശിക്കുന്നു. എല്ലാ മനുഷ്യരും എന്നെ കൈവിട്ടു എന്നവൻ പറഞ്ഞു. ദേമാസ് ഈ ലോകത്തെ മനുഷ്യന്റെ പ്രസിദ്ധിയെ അവൻ സ്നേഹിച്ചു. ഹലോ ഡോക്ടർ ദേമാസ്, നിനക്ക് PH കിട്ടിയെന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു. ഓ, തീർച്ചയായും അവനത് ഇഷ്ടപ്പെടുന്നു. യേശു പറഞ്ഞു, നിങ്ങൾ പള്ളിയിൽ മുഖ്യസ്ഥാനവും റബ്ബി എന്ന് മനുഷ്യരാൽ വിളിക്കപ്പെടുന്നതും ഇഷ്ടപ്പെടുന്നു. നിങ്ങൾ ഇരട്ടിച്ച നരകയോഗ്യരാകുന്നു. ഇപ്പോൾ ഈ വൈദ്യൻ അവനെ പിന്തുടരുകയും അല്ലെങ്കിൽ അവനോടൊപ്പമായിരിക്കുകയും ചെയ്തിരുന്നു. പൗലോസ് ലൂക്കോസിനെ തന്നോടൊപ്പം എടുത്തിരുന്നു. ലൂക്കോസ് മാത്രമായിരുന്നു അവനെ കൈവടിയാതിരുന്നത്. ലൂക്കോസ് അവനോട് നല്ലവനായിരുന്നു. എന്നാൽ ലൂക്കോസ് അവനോടൊപ്പം സമുദ്രം പ്രാപിച്ചിരുന്നു. ലൂക്കോസിന് തന്റെ ശുശ്രൂഷയ്ക്കായി അവൻ ആവശ്യമുണ്ടായിരുന്നു. ഈ വൈദ്യൻ അവൻ പോയിരുന്നിടത്തെല്ലാം അവനെ പിന്തുടരുകയും ദിവ്യരോഗശാന്തി പ്രസംഗിക്കുകയും ചെയ്തിരുന്നു. ദിവ്യരോഗശാന്തി പ്രസംഗിച്ചിരുന്ന ഒരു മനുഷ്യന് മുടന്തനെ സൗഖ്യമാക്കാനും മരിച്ചവരെ ഉയർപ്പിക്കാനും അതുപോലെ എല്ലാം ചെയ്തിട്ട് ശക്തമായ ദർശനങ്ങൾ കാണുകയും സംഭവിപ്പാൻ പോകുന്ന കാര്യങ്ങളെ മുൻകൂട്ടി പറയുകയും ചെയ്തിട്ട് തന്റെ സഹപ്രവർത്തകനെ രോഗിയായി വിട്ടേച്ചു പോയിരിക്കുന്നു. കോടിക്കണക്കിന് ഡോളറുകൾ ഉണ്ടായിട്ട് 1000-10,000 വിലയുള്ള കെട്ടിടം പണിയുകയും വലിയ സ്കൂളുകളും അതുപോലെയുള്ള കാര്യങ്ങളുമായിട്ട് തന്റെ മേലിടുന്നതിന് ഒരു പുതപ്പ് തന്നെ ഉണ്ടായിരുന്നില്ല. ദമാസ് പറഞ്ഞു, ഇതുപോലെയുള്ള ഒരു വ്യക്തിയുമായിട്ട് ഞാൻ സഹകരിക്കുകയില്ല. അവനൊരു താണതരത്തിൽപ്പെട്ട വ്യക്തിയാകുന്നു. ഞാൻ സഭാ സംഘടനകളിലുള്ള സഹോദരന്മാരോടൊപ്പം പോകും. ഞാൻ പോയിട്ട് അവിടെ എന്തെങ്കിലും ആകും. അതങ്ങനെ ഒരു കാര്യമാണെങ്കിൽ ബാക്സ്റ്ററിന്റെ പിന്നാലെ ഞാനും ഈ അവസ്ഥയിൽ ആ പാവം മനുഷ്യനെ വിട്ടുകളഞ്ഞതിൽ കടത്തി ചെല്ലാൻ ആഗ്രഹിക്കുന്നു. അവൻ അവനോടൊപ്പം നിൽക്കേണ്ടതായിരുന്നു. പൗലോസാണ് അവനെ ക്രിസ്തുവിലേക്ക് നയിച്ചത്. എന്നാൽ നോക്കൂ, അത് ആത്മാവിനെ അറിയാതെ ദൈവത്തിന്റെ ഇഷ്ടം എന്താണെന്ന് അറിഞ്ഞിട്ട് അതിനുശേഷം ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നതാകുന്നു. എന്നാൽ ഈ അവസ്ഥയിൽ അവിടെ അവനെ അവർ വിട്ടുകളഞ്ഞു. അവനെ വിട്ടുകളഞ്ഞു. എല്ലാ മനുഷ്യരും എന്നെ വിട്ടുകളഞ്ഞു. എപ്രകാരം അതിനെക്കുറിച്ച് ഞാൻ വിചാരിക്കുന്നു. വചനത്തോട് സത്യമായിട്ട് നിൽക്കുന്ന ഒരു ദാസൻ ഇന്നല്ലെങ്കിൽ നാളെ ഓർത്തുകൊള്ളുക, ജനങ്ങൾ അവനെ കൈവടിയാൻ പോവുകയാണ്. കുറച്ചു നേരത്തേക്ക് നാം അതുമായി ഇടപെടാൻ ആഗ്രഹിക്കുന്നു. ഞാൻ നിങ്ങളെ ദീർഘസമയം വരെ ഇവിടെ ഇരുത്തുകയില്ല, കാരണം രാവിലെ നിങ്ങൾ ഇവിടെ ആയിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലായ്പ്പോഴും ദൈവത്തിന്റെ ദാസൻ വചനത്തോട് വിശ്വസ്തനായി നിൽക്കുമ്പോൾ എല്ലാവരും അവനെ കൈവിടുന്നു. അതിനുവേണ്ടി എവിടെയെങ്കിലും നിന്നും ഏത് സമയത്തും ബൈബിളിൽ നിന്നോ അല്ലെങ്കിൽ ഇതിഹാസത്തിൽ നിന്നോ അതെടുക്കാൻ കഴിയും. അതായത് ഒരു വ്യക്തി വചനത്തോട് വിശ്വസ്തനായി നിൽക്കുമ്പോൾ അവൻ എത്ര പ്രസിദ്ധിയാർജിച്ചവനായാലും കാര്യമില്ല. അവൻ വചനത്തോട് വിശ്വസ്തനായി നിൽക്കുമ്പോൾ ധാർമ്മിക ലോകം അവനെ കൈവിടുകയും വിച്ഛേദിച്ചു കളയുകയും ചെയ്യുന്ന സമയം വരുന്നു. ബൈബിളിൽ ഉൽപ്പത്തിയിൽ നിന്ന് വെളിപാട് പുസ്തകം വരെ അതെടുത്ത് വായിച്ചു നോക്കുക. എന്നിട്ട് പ്രീ നൈസിൻ കൗൺസിൽ എടുത്തിട്ട് നിഖ്യാ പിതാക്കന്മാർ വരെ വായിച്ചു നോക്കുക. സകല മനുഷ്യരും സകല വിശുദ്ധന്മാരും സകല പ്രവാചകന്മാരും വചനത്തോടൊപ്പം നിന്ന് ദൈവത്തിന്റെ സകല സത്യദാസന്മാരും വൈദിക സഭയാൽ കൈവടിയപ്പെടുകയും തള്ളിക്കളയുകയും ചെയ്യപ്പെട്ടിരിക്കുന്നു. പൗലോസ് അവരിൽ ഒന്നായിരുന്നു. ഇന്നും അങ്ങനെ ഒരുവനുണ്ടെങ്കിൽ അതേ കാര്യം തന്നെയായിരിക്കും. ഇത് ശരിക്കും സത്യമാകുന്നു. നിങ്ങൾക്ക് ആ സ്ഥാനത്ത് എത്തേണ്ടതായിട്ടുണ്ട്. അത് വരേണ്ടത് ആവശ്യമാകുന്നു. ഇതുപോലെ ഒരു ശുശ്രൂഷയുള്ള മനുഷ്യന് ലോകം അവന്റെ തള്ളവിരലിനടിയിലാക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് അവർ വിചാരിക്കുന്നത്. അതങ്ങനെ അവർക്കായിരിക്കണം. എന്നാൽ അവർ അവന്റെ തള്ളവിരലിനടിയിൽ വരികയില്ല. ഇതുപോലൊരു ശുശ്രൂഷയുള്ള വ്യക്തി തന്റെ തള്ളവിരലിനടിയിൽ ലോകത്തെ വെക്കുകയുമില്ല. അവനത് അവന്റെ യജമാനന്റെ തള്ളവിരലിനടിയിൽ വെക്കും. കാരണം അവൻ സ്വയം അവനെ തന്നെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇവിടെ ആയിരിക്കുന്നില്ല. അവൻ അവന്റെ യജമാനനെ പ്രതിനിധീകരിക്കുന്നു. നിങ്ങൾക്കറിയാമോ, മനുഷ്യർ ഒരാൾ മറ്റൊരാളിൽ നിന്ന് ആദരവ് തേടുകയും അവർ തമ്മിൽ ആദരിക്കുകയും അങ്ങനെ ചെയ്യുന്നതിൽ കൂടി ദൈവത്തെ അപമാനിക്കുകയും ചെയ്യുന്നു. നാം വലിയ ആളുകളോ ചെറിയ ആളുകളോ ആയിരിക്കാതെ തന്നെ നമ്മളുടെ ഇടയിൽ വലിയ ആളുകളെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. നാം എല്ലാവരും ചെറിയ ആളുകളാകുന്നു. വലിയവനായി ഒരുവൻ മാത്രമേ നമ്മളുടെ ഇടയിലുള്ളൂ. അത് നമ്മുടെ കർത്താവാകുന്നു. നാം നമ്മുടെ സഭാ സമുദായത്തെ ദൈവത്തെക്കാളും വലുതാക്കുന്നു. ഇതിന്റെയും അതിന്റെയും മറ്റേതിന്റെയും മഹത്തായ വിശുദ്ധ സഭയെന്നും മഹാനായ വിശുദ്ധ ബിഷപ്പുമാരെന്നും മറ്റുമാകുന്നു. അതുപോലൊരു കാര്യമേ ഇല്ല. അത് മനുഷ്യരെ ആദരിക്കുകയാണ്. വിശുദ്ധനായി ഒരുവനേ ഉള്ളൂ. അത് ദൈവമാകുന്നു. പരിശുദ്ധാത്മാവായ ദൈവം നമ്മളുടെ ഇടയിലാകുന്നു. നാം അല്ല വിശുദ്ധൻ, എന്നാൽ നമ്മിലുള്ള പരിശുദ്ധാത്മാവാകുന്നു. കാര്യങ്ങൾ നിവൃത്തിയായി നാം കാണുമ്പോൾ അത് ചെയ്യുന്നത് നാമല്ല, എന്നാൽ പരിശുദ്ധാത്മാവാകുന്നു. യേശു പറഞ്ഞു, ഈ പ്രവൃത്തികൾ ചെയ്യുന്നത് ഞാനല്ല, എന്റെ പിതാവാകുന്നു. അവൻ എന്നിൽ വസിക്കുകയും അവനാണ് ഈ പ്രവൃത്തികളൊക്കെയും ചെയ്യുന്നത്.
And it isn't him that അങ്ങനെ ഇത് ചെയ്തിരുന്നത് അവനല്ലായിരുന്നു. ശരി. But we find എന്നാൽ ഈ that കാലങ്ങളിൽ true കൂടി service നാം down to യഥാർത്ഥ the time. ദാസന്മാരെ കാണുന്നു. Now here's the thing I want to kind of കുറച്ചു നേരത്തേക്ക് വിനിയോഗിക്കുന്നതിനായിട്ട് ഞാൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഇതാകുന്നു. now. It's usually at such a സാധാരണ time as ഇതുപോലെയുള്ള ഒരു സമയത്താണ് ഒരു വ്യക്തി വചനത്തോട് സത്യസന്ധമായി നിൽക്കുമ്പോൾ എല്ലാ മനുഷ്യരാലും അവൻ കൈവടിയപ്പെട്ടിട്ട് ദൈവം ആ വ്യക്തിയുടെ പ്രതിരോധത്തിനായി കടന്നു വരികയും അവന്റെ ശുശ്രൂഷയെ കിരീടാഭിഷേകം ചെയ്യുകയും ചെയ്യുന്നത് അത് ശരിയാണ്. എന്തൊരാശ്വാസമാകുന്നു. our consolation is നമ്മുടെ built in ആശ്വാസം the ദൈവത്തിന്റെ promise വചനത്തിലെ of വാഗ്ദത്തത്തിൽ God's പണിതിരിക്കുന്നു. word. ലോകം എന്ത് പറഞ്ഞാലും ലോകം എന്ത് ചെയ്താലും അതൊരു കാര്യമല്ല. അത് നമ്മുടെ പ്രത്യാശയല്ല. അത് ലോകം ചെയ്യുന്ന കാര്യങ്ങളിൽ പണിതിട്ടില്ല. ആ പാട്ട് എത്ര മനോഹരമായതാണെന്ന് ഞാൻ വിചാരിക്കുകയാണ്. എനിക്ക് പാടാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിക്കുന്നു. ഞാൻ എല്ലായ്പ്പോഴും അത് പാടാൻ ആഗ്രഹിച്ചിരുന്നു. See, they that wait upon the Lord shall renew യഹോവയ്ക്കായി their strength. കാത്തിരിക്കുന്നവർ അവരുടെ ശക്തിയെ പുതുക്കും. അവർ കഴുകനെ പോലെ ചിറകടിച്ചു കയറും. They'll run and not be weary. അവർ തളർന്നു If they പോകാതെ walk, ഓടും, they'll not ക്ഷീണിച്ചു faint. പോകാതെ നടക്കും. കർത്താവെ കാത്തിരിക്കാനായി എന്നെ പഠിപ്പിക്കണമേ. Teach me, Lord, to wait. കർത്താവെ എന്റെ മുട്ടിന്മേൽ കാത്തിരിക്കാനായി എന്നെ പഠിപ്പിക്കണമേ. ഞാനത് ഇഷ്ടപ്പെടുന്നു. And in your own good time. നിനക്കിഷ്ടമുള്ള സമയത്ത് നീ എന്റെ അപേക്ഷകൾക്ക് ഉത്തരമരുളും. Teach me മറ്റുള്ളവർ not to ചെയ്യുന്നതിൽ rely ആശ്രയിക്കാതിരിക്കാൻ on എന്നെ others. പഠിപ്പിക്കണമേ. എന്നാൽ നിന്നിൽ നിന്നൊരു ഉത്തരം കിട്ടുന്നതിനായി പ്രാർത്ഥനയിൽ കാത്തിരിക്കാനിടയാക്കണമേ. അതാകുന്നു ഇത്. That's the true servant. തന്റെ യജമാനന്റെ അവസരത്തിനായി കാത്തിരിക്കുന്ന യഥാർത്ഥ ദാസൻ അതാകുന്നു. Knowing this, എന്ത് സംഭവിച്ചാലും അത് പരിഗണിക്കാതെ തിരുവെഴുത്ത് ഒരിക്കലും പരാജയപ്പെടുകയില്ല എന്നറിയുന്നതാകുന്നു. തിരുവെഴുത്ത് സത്യമായിട്ട് നിൽക്കേണ്ടതുണ്ട്. in such a time, അതുപോലൊരു സമയത്താണ് സാധാരണയായി ദൈവം അവരെ സഹായിക്കുന്നതിനായി കടന്നു വരുന്നത്. let us look at Elijah. When he നമുക്ക് had been ഏലിയാവ് forsaken, കൈവടിയപ്പെട്ട സമയത്തെ നോക്കാം. എന്തുകൊണ്ടായിരുന്നു? കാരണം അവൻ വചനത്തോട് സത്യസന്ധനായി നിന്നു. എല്ലാ മനുഷ്യരും എന്നെ കൈവിട്ടു എന്നവൻ പറഞ്ഞു. and he was excommunicated from society, അവൻ സമാജത്തിൽ നിന്നും സമുദായത്തിൽ നിന്നും ബഹിഷ്കരിക്കപ്പെട്ടു. from the even ദേശീയ സഭാ സമുദായത്തിൽ നിന്ന് തന്നെ, അല്ലെങ്കിൽ ഇസ്രായേലിന്റെ ദേശീയ സഭയിൽ നിന്ന് തന്നെ പുരോഹിതന്മാരും മറ്റുള്ളവരെല്ലാം കൂടി അവനെ പുറത്താക്കി കളഞ്ഞു. പൗലോസിന്റെ പക്കൽ ഉണ്ടായിരുന്നത്രയും പുതപ്പ് പോലും അവന്റെ പക്കലില്ലായിരുന്നു. എന്നാൽ ഒരു തുണ്ട് ആട്ടിൻ തോൽ അല്ലെങ്കിൽ തോൽ അവന്റെ അരക്കായി ചുറ്റിയിരുന്നു. അവനൊരു മലമുകളിലായിരിക്കുകയും പക്ഷികൾ അവനെ പോഷിപ്പിക്കുകയും ചെയ്തിരുന്നു. അതേ ശ്രീമാൻ, എന്തുകൊണ്ടായിരുന്നു? ദൈവത്തിന്റെ വചനത്തിന്റെ കാരണത്താലായിരുന്നു. കാരണം അവൻ യഹോവ പ്രകാരം അരുളി ചെയ്ത വചനത്തോട് സത്യസന്ധനായിരുന്നു. ഇപ്പോൾ അവരെല്ലാവരും തന്നെ ആധുനികതയിലായി കഴിഞ്ഞിരുന്നു. ദേശത്തെ ആദ്യത്തെ മഹിളയായ ഇസബേൽ പരിഷ്കാരങ്ങളും അതുപോലെയുള്ള കാര്യങ്ങളും കൊണ്ടുവന്നിരുന്നു. the priest to give in to it. പുരോഹിതന്മാരെല്ലാം അതിനുവേണ്ടി നൽകപ്പെടുകയും പ്രാസംഗികരും മറ്റും അതുമായിട്ട് സഹകരിക്കുകയും ചെയ്തിരുന്നു. But not Elijah. എന്നാൽ ഏലിയാവായിരുന്നില്ല. അവൻ വചനത്തോട് വിശ്വസ്തനായി തന്നെ നിന്നു. And for such a അതുപോലൊരു thing, കാര്യത്തിനു വേണ്ടി അവൻ കൈവെടിയപ്പെട്ടു. അതത്രയുമായിട്ട് അവൻ നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു, കർത്താവെ, ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നു, എനിക്കും ജീവഹാനി വരുത്തുവാൻ നോക്കുന്നു. but God give him some എന്നാൽ ദൈവം അവന് കുറച്ച് ആശ്വാസം നൽകിയിട്ട് പറഞ്ഞു, എനിക്ക് 7000 പേർ കൂടി ഇനിയും അവിടെയുണ്ട്. ഏലിയാവ് അതിനെക്കുറിച്ച് അറിഞ്ഞ് നിഗളിച്ചിട്ടുള്ളതായി ഞാൻ കരുതുന്നില്ല. അതായത് അവൻ ഒരുവൻ മാത്രമായിരുന്നു. എന്നാൽ അവർ അവനെ കൈവെടിഞ്ഞതായി ഞാൻ കരുതുന്നു. അവനൊരു യോഗം നടത്തുന്നതിനായി ഒരു പുരോഹിതന്റെ അടുക്കൽ ചെല്ലുമ്പോഴെല്ലാം അവർ അവനെ തള്ളിക്കളഞ്ഞിരുന്നു. അവനവിടെ ചെല്ലുകയും മതഭ്രാന്തനായ നീ പുറത്തു പോകൂ, ഇവിടെ നിന്നും പുറത്തു പോകുക, പോയി ഇത് ചെയ്യുക എന്ന് പറഞ്ഞിരുന്നു. it showed when അവന്റെ Elisha പിൻഗാമിയായി എലീശ വന്നപ്പോഴും അത് കാണപ്പെടുന്നു. well, what did they അവർ do? എന്ത് ചെയ്തു? The young ഈ ചെറുപ്പക്കാരനായ മനുഷ്യൻ കഷണ്ടിത്തലയനായിരുന്നിട്ട് അവരുടെ മക്കളെ അവരുടെ പിന്നാലെ മുറിവൈദ്യൻ എന്ന് പറഞ്ഞ് പരിഹസിക്കുന്നതിനായി പറഞ്ഞുവിട്ടു. അവർ രണ്ടുപേരെയും മുറിവൈദ്യന്മാരെ പരിഗണിക്കപ്പെട്ടിരുന്നു. മൊട്ടത്തലയ നീ ഏലിയാവിന്റെ കൂടെ പോകാഞ്ഞത് എന്ത് എന്ന് പറഞ്ഞ് അവന്റെ പിന്നാലെയായിരുന്നു. അവൻ എടുക്കപ്പെട്ടതായി അവർ വിശ്വസിച്ചിരുന്നില്ല. ഇവർ ഒരു കൂട്ടം മുറിവൈദ്യന്മാരാണെന്ന് മാത്രം വിശ്വസിച്ചിരുന്നു. എന്നാൽ അവർ വചനത്തോട് വിശ്വസ്തരായിരുന്നിട്ട് അവരുടെ ശുശ്രൂഷ ന്യായീകരിക്കപ്പെട്ടിരുന്നു. Elijah ഏലിയാവ് തന്റെ നിലപാടെടുത്തിരുന്നു. ശരി, ദാനിയേൽ ഒരു വിശ്വസ്തമായ നിലപാടെടുത്തിരുന്നു. അത് ദാനിയേൽ 12 അല്ലെങ്കിൽ ദാനിയേൽ 9 ആയിട്ട് നമുക്ക് കാണാം. ദാനിയേൽ വചനത്തിനു വേണ്ടി ഒരു വിശ്വസ്തമായ നിലപാടെടുത്തു. എന്താണ് അവന് സംഭവിച്ചത്? when he was a right hand അവൻ രാജാവിന്റെ വലങ്കൈയായ ഒരു മനുഷ്യനായിരുന്നപ്പോൾ but he took a true stand അവൻ വചനത്തിനു വേണ്ടി ഒരു വിശ്വസ്തമായ നിലപാടെടുക്കുകയും ബഹിഷ്കരിക്കപ്പെട്ട സിംഹങ്ങളുടെ ഗുഹയിൽ എറിയപ്പെടുകയും ചെയ്തു. ദൈവത്തിന്റെ വചനത്തോട് വിശ്വസ്തമായി നിൽക്കുന്ന ഒരു ദൈവപുരുഷനായിരുന്നു. the Hebrew children എബ്രായ മക്കൾ വചനത്തോട് വിശ്വസ്തരായി നിന്നിരുന്നു. under the king's proclamation. രാജാവിന്റെ പ്രഖ്യാപനത്തിനടിയിൽ, അതായത് കാഹളം, കുഴൽ, കിന്നരം മുതലായ വാദ്യങ്ങൾ കേൾക്കുമ്പോൾ ബിംബത്തെ നമസ്കരിക്കാതിരുന്നാൽ, ബിംബത്തെ നമസ്കരിക്കാത്തവർ ആർ തന്നെയായാലും എരിയുന്ന തീച്ചൂളയിൽ എറിയപ്പെടും. എന്നാൽ അവർ ബിംബത്തിന് പുറംതിരിഞ്ഞു കളഞ്ഞു. They, regardless of
എത്ര ജനപ്രീതി ഇല്ലാത്തവരാകേണ്ടി വന്നാലും അത് പരിഗണിക്കാതെ, regardless of how അവർ സമാജത്തിൽ നിന്ന് എപ്രകാരം ബഹിഷ്കരിക്കപ്പെടുമെന്ന് പരിഗണിക്കാതെ they stayed true അവർ to the വചനത്തോട് Lord. വിശ്വസ്തരായി നിന്നു. ഞാനത് ഇഷ്ടപ്പെടുന്നു. Jacob, വേറൊന്ന് യാക്കോബാകുന്നു. ദീർഘസമയമായി അവൻ തന്റെ വീട്ടിൽ നിന്ന് ദൂരെയായിരുന്നു. തന്റെ ജനങ്ങളെ കാണുന്നതിനായി തിരികെ വീട്ടിലേക്ക് പോകുന്നതിന് അവനൊരു വിളിയുണ്ടായി. അങ്ങനെ അവൻ തന്റെ വിളിയോട് വിശ്വസ്തനായിട്ടും തന്റെ നയിക്കലിനോട് നേരായും അവൻ തന്റെ വഴിയിലായിരുന്നു. എല്ലാ കാര്യങ്ങളും അവനോടൊപ്പം നന്നായിരുന്നു. എന്നാൽ വീട്ടിലേക്കുള്ള യാത്രയിൽ ദൈവം അവനോട് ഇടപെടാൻ തുടങ്ങി. and on his road തന്റെ വീട്ടിലേക്കുള്ള വഴിയിൽ രണ്ട് ഇടുങ്ങിയ സ്ഥാനത്തിനിടയിലേക്ക് അവൻ എറിയപ്പെട്ടു. അവന്റെ ഭാര്യയും കുഞ്ഞുങ്ങളും ഒരു വശത്തായിരുന്നു. അവന്റെ വെറുക്കപ്പെട്ട സഹോദരനായ ഏശാവ് അവനോട് ഏറ്റുമുട്ടുന്നതിനായി അവിടേക്ക് വന്നിരുന്നു. and he stood at the little brook അവൻ അവിടെയുള്ള പെനിയൽ എന്ന നദിക്കരയിലെത്തിയിട്ട് അവിടെ നിന്നു. എന്തൊരവസ്ഥയാകുന്നു! Esau ഏശാവ് അവനെ വെറുത്തിരിക്കുകയും അവനെ എതിരിടാൻ ഒരു സൈന്യവുമായി വന്നിരുന്നു. അവിടെ അവന്റെ ഭാര്യയും രണ്ട് ഭാര്യമാരും കുഞ്ഞുങ്ങളും നദിയുടെ ഇക്കരയിലുമായിട്ട് അവൻ ഒരു ഇടുങ്ങിയ സ്ഥാനത്ത് പിടിക്കപ്പെട്ടു. എന്തുകൊണ്ടാണ്? കാരണം അവൻ തന്റെ സ്വന്തം ദേശത്ത് തന്നെ നിന്നിരുന്നുവെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. എന്നാൽ അവനൊരു വിളിയുണ്ടായിട്ട് ദൈവത്തിന്റെ വചനം അവനെ തന്റെ സ്വന്തം ദേശത്തേക്ക് വിളിച്ചിരിക്കുന്നു. hallelujah ഹല്ലേലൂയ! ദൈവം അങ്ങനെ ഒരു മനുഷ്യനെ അനുഗ്രഹിക്കട്ടെ. he got a change too. അവനും ഒരു മാറ്റം വന്നു. അതെ ശ്രീമാൻ, Jesus, യേശു പിതാവിന്റെ വചനത്തോട് വിശ്വസ്തനായിരുന്നു. I do only that പിതാവ് which പറയുന്നത് the Father മാത്രം ഞാൻ ചെയ്യുന്നു. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വീഴുന്ന സകല വചനത്താലും ജീവിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു. Jesus forever true. യേശു എല്ലായ്പ്പോഴും ആ വചനത്തോട് വിശ്വസ്തനായിട്ട് തനിക്കുണ്ടായിരുന്ന സകല സ്നേഹിതരും നഷ്ടപ്പെട്ട ഒരു സമയം വന്നിരുന്നു. Every one of them forsaken him and went away. അവരെല്ലാവരും അവനെ വിട്ടിട്ട് ഓടിപ്പോയിരുന്നു. അവരെല്ലാവരും തന്നെ. ജനങ്ങൾ അവനെ ചിരിച്ചും പരിഹസിക്കപ്പെട്ടും കണ്ടിട്ട് അവനുള്ള വിശ്വാസം അവനിലുള്ളത് നഷ്ടപ്പെട്ടിരുന്നു. How could a man that could കല്ലറയ്ക്കുള്ളിൽ മരിച്ചു കിടക്കുന്ന ഒരു മനുഷ്യനോട് സംസാരിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ കഴിയുന്ന ഒരു മനുഷ്യന്, how could a man സംഭവങ്ങളെ മുൻകൂട്ടി പറയാൻ കഴിഞ്ഞിട്ട് ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ലാത്ത ഒരു മനുഷ്യൻ, ന്യായവിസ്താര സഭയ്ക്ക് മുമ്പിൽ തന്റെ മുഖത്തുകൂടി താടിരോമം പറിച്ചെടുത്തിട്ട് രക്തമൊഴുകുകയും appeared in the gaumy മദ്യപിച്ച പടയാളികളുടെ തുപ്പൽ അവന്റെ മുഖത്തുകൂടി ഒഴുകുകയും അവന്റെ മുഖത്തൊരു തുണി കെട്ടിയിട്ട് വടികൊണ്ട് അവന്റെ തലയിൽ അടിച്ചിട്ട് നിന്നെ അടിച്ചതാരെന്ന് പ്രവചിക്കുക, ഞങ്ങൾ വിശ്വസിക്കാമെന്ന് പറയുകയും ചെയ്തിരുന്നു. ശിഷ്യന്മാർ അവിടെ നിന്ന് മാറിയിട്ട് ആ എന്ന് പറഞ്ഞിരുന്നു. See, they so quickly forget what ദൈവം God എന്താണ് did. ചെയ്തതെന്ന് അവർ പെട്ടെന്ന് മറഞ്ഞു കഴിഞ്ഞിരുന്നു. How Moses said at the Red Sea, ചെങ്കടലിൽ വെച്ച് മോശ അവിടെ നിന്നുകൊണ്ട് ഇപ്രകാരം പറഞ്ഞിരുന്നു, God has done 10 outstanding miracles. Are you still ദൈവം പ്രമുഖമായ 10 അത്ഭുതങ്ങളോളം ചെയ്തു കാണിച്ചിട്ടും നിങ്ങൾ ഇപ്പോഴും അവൻ തന്നെ ദൈവമാകുന്നുവെന്ന് അറിയില്ലാത്ത കാര്യത്തിൽ കുറ്റക്കാരനാകുന്നുവോ? He went down there and he അവൻ ദേശങ്ങളെ അടിക്കുകയും ദേശത്തിന്മേൽ ശാപം വരുത്തുകയും ചെയ്തു. അവൻ തവളയും ചെള്ളും ഈച്ചയും എല്ലാം കൊണ്ടുവന്നിരുന്നു. കൂടാതെ ഒരു പൊട്ടിത്തെറിക്കൽ കടിഞ്ഞൂലുകളെ എല്ലാം കൊന്നുകളയുകയും സംഹാരദൂതൻ ദേശത്തുകൂടി കടന്നുപോകുകയും ചെയ്തു. എന്നിട്ടും ഈ ജനങ്ങൾ അവനെ ചെങ്കടലിലേക്ക് പിന്തുടരാൻ ആഗ്രഹിച്ചിരുന്നില്ല. എത്ര പെട്ടെന്ന് നിങ്ങളുടെ പ്രസിദ്ധിയോടുകൂടി തന്നെ when they seen this great മിന്നുന്ന കുന്തങ്ങളും 100,000 മനുഷ്യരും വരുന്നത് അവർ കണ്ടപ്പോൾ, ഒരുപക്ഷെ കോടിക്കണക്കിന് വരുന്നുണ്ടാകാം, അല്ലെങ്കിൽ രഥങ്ങളുടെ അലർച്ചയും പൊടി പറക്കുന്നതും മറ്റും കൂടി കണ്ടപ്പോൾ അവർ പേടിച്ചിട്ട് പിന്നിലേക്ക് വീണുപോയി. എന്നിട്ട് മോശയോട് പറഞ്ഞു, ഞങ്ങൾ അവിടെ തന്നെ കിടന്ന് മരിക്കുന്നിരുന്നെങ്കിൽ നന്നായിരുന്നു. ദൈവം പറഞ്ഞു, അവർ അവിശ്വസിച്ചതിന്റെ കാരണത്താൽ മരുഭൂമിയിൽ കിടന്ന് മരിക്കട്ടെ. മോശെ, നിന്റെ ശുശ്രൂഷ പരാജയപ്പെട്ടിരിക്കുന്നു, അത്രമാത്രം, നീ ഇനിയും ഒന്നുമാകുന്നില്ല. നോക്കൂ, അവരത് മനസ്സിലാക്കുന്നില്ല, അവർക്കത് മനസ്സിലാകുകയില്ല. And now the same thing was. അതേ കാര്യം തന്നെ യേശു ഒരു റബ്ബിയും അല്ലെങ്കിൽ ഉപദേഷ്ടാവും അല്ലെങ്കിൽ ഗലീലയിലെ പ്രവാചകനുമായിരുന്നപ്പോളായിരുന്നു. അവൻ ഈ അത്ഭുതങ്ങളും ഇതുപോലെയുള്ള കാര്യങ്ങളുമെല്ലാം ചെയ്യുമ്പോൾ ഇതുപോലൊരു കാര്യവുമായിട്ട് അവൻ എപ്രകാരം അങ്ങനെ നിൽക്കാൻ കഴിയും? കല്ലറയുടെ മുദ്ര പൊട്ടിച്ചൊരു മനുഷ്യനെ നിത്യതയിൽ നിന്നും ഉയർപ്പിക്കാൻ കഴിയുന്ന ഒരു മനുഷ്യന് തന്നെ ചങ്ങല കൊണ്ടൊരു മനുഷ്യൻ ബന്ധിക്കുന്നതിന് എങ്ങനെ ഇടയാക്കാൻ കഴിയും? ഒരു മരിച്ച പുത്രനോട് സംസാരിച്ചിട്ട് വീണ്ടും ജീവങ്കിലേക്ക് ഉയർപ്പിച്ചു കൊടുക്കാൻ കഴിയുന്നവന് എങ്ങനെ അത് ചെയ്യാൻ കഴിയും? ലാസർ മരിച്ച് കല്ലറയിൽ കിടന്ന് അഴുകിയിട്ട് അവനെ പുറത്തു കൊണ്ടുവന്നിരുന്നു. ഞാൻ പുനരുത്ഥാനവും ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്ന ഏവനും മരിച്ചാലും ജീവിക്കും എന്നവൻ എങ്ങനെ പറയാൻ കഴിയും? ജീവിച്ചിരുന്ന എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിച്ചു പോകുകയില്ല. എന്നിട്ട് ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് മുഖത്ത് തുപ്പലുമായി വായ് തുറക്കാതെ അവൻ നിന്നിരുന്നു. ശിഷ്യന്മാർ, അവന്റെ ശുശ്രൂഷ അവന് നഷ്ടപ്പെട്ടിരിക്കുന്നു. അതെ, അങ്ങനെയാണിത് പോകുന്നത്. God, this poor world. ദൈവമേ, ഇത് ദരിദ്രമായ ലോകമാകുന്നു. Even his church. The 12 തന്റെ സഭ പോലും, that he കൂടാതെ അവൻ delighted in, ആനന്ദിച്ചിരുന്നതായ തന്റെ 12 പേരോട് എല്ലാ കാര്യങ്ങളും പറയുകയും അവരെ സ്നേഹിക്കുകയും ചെയ്തിട്ടും അവരും അവന് പുറംതിരിച്ചു കളഞ്ഞു. ഒരാൾ മാത്രം അവനോടൊപ്പം നിന്നു, അത് യോഹന്നാനായിരുന്നു. എല്ലാം പോയി കഴിഞ്ഞ ആ നാഴികയിൽ എല്ലാ ആശയും പോയി കഴിഞ്ഞിരുന്നു. There he was back
അവിടെ അവൻ ബന്ധിക്കപ്പെട്ടും പരിഹസിക്കപ്പെട്ടും തുപ്പലേറ്റ് നിന്നിരുന്നു. അത് തിരുവെഴുത്തുകളെ നിവൃത്തിയാക്കിയായിരുന്നുവെന്നറിയില്ലായിരുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് സംഭവിക്കുന്നതായ കാര്യങ്ങൾ ശരിക്കും അക്ഷരം പ്രതി തിരുവെഴുത്തുകളെ നിവൃത്തിയാക്കിയാണെന്ന് നിങ്ങൾക്കറിയില്ലേ? ജനങ്ങൾ ഈ കാര്യങ്ങൾ പറയുന്നത് എന്തുകൊണ്ടാണ്? സഭാ സംഘടനകൾ കലഹിക്കുന്നത് എന്തുകൊണ്ടാണ്? അവർ എന്തുകൊണ്ടാണ് അത് ചെയ്യുന്നത്? അവർ അത് ചെയ്യുമെന്ന് തിരുവെഴുത്ത് പറയുന്നു. അവർ നേരെ അതിലേക്ക് കടന്നിട്ട് സ്വയമായി അത് ചെയ്യുകയും അവരത് ചെയ്യുന്നുവെന്നുള്ളത് അറിയാതെ അന്ധരായിരിക്കുകയും ചെയ്യുന്നു. യൂദാസിന്റെ ഭാഗം തന്നെ യൂദാസ് അഭിനയിച്ചിരുന്നത് അവൻ അറിഞ്ഞിരുന്നുവെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഫറവോൻ ആ ഭാഗം അഭിനയിക്കുന്നതിനായി അറിയുകയും ദൈവം അവനെ ആ ഉദ്ദേശത്തിനായി എഴുന്നേൽപ്പിച്ചിരിക്കുന്നുവെന്ന് അവൻ അറിഞ്ഞിരുന്നതായി നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? യേശാവ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? തീർച്ചയായുമില്ല. അവർക്ക് കണ്ണുകളുണ്ട് കാണുന്നില്ല താനും, ചെവിയുണ്ട് കേൾപ്പില്ല താനും എന്ന് പറഞ്ഞിരിക്കുന്നു. എന്നാൽ തിരുവെഴുത്ത് ശ്രദ്ധിക്കുക, അത് തുറക്കുകയാണ്. നാം അന്ത്യകാലത്തായിട്ട് ഇത് അപ്രകാരമാകേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ അവന്റെ സഭ അവനെ കൈവെടിഞ്ഞു. സകല മനുഷ്യരും പ്രകൃതിയും അവനെ കൈവെടിഞ്ഞു കളഞ്ഞു. ആരെങ്കിലും കൈവിടുന്നതിനെ കുറിച്ചൊന്ന് സംസാരിക്കൂ. അവന്റെ കൈവിടുകളുമായിട്ട് താരതമ്യപ്പെടുത്തി നോക്കിയാൽ പൗലോസിന്റെ കൈവെടിയിൽ യാതൊന്നുമില്ല. അവൻ സൃഷ്ടിച്ച അവന്റെ സ്വന്തം സൃഷ്ടി തന്നെ അവനെ കൈവെടിഞ്ഞു കളഞ്ഞു. ചന്ദ്രനും നക്ഷത്രങ്ങളും സൂര്യനും എല്ലാം തന്നെ ഇരുട്ടായിപ്പോയി. മനുഷ്യനും ദൈവവും പ്രകൃതിയും എല്ലാം അവനെ കൈവെടിഞ്ഞു. യാതൊന്നും അവിടെ നിൽക്കുന്നതിനായിട്ടില്ലായിരുന്നു. അവൻ ഏകനായിട്ട് മരിച്ചു. അവന്റെ ശുശ്രൂഷ അവന് നഷ്ടപ്പെട്ടിരുന്നു. അവന്റെ ശുശ്രൂഷ അവൻ നിവൃത്തിയാക്കിയായിരുന്നു, നഷ്ടപ്പെടുകയായിരുന്നില്ല. അതോടൊപ്പം അത് പോകുന്നു. ആ കാര്യമാണ് സംഭവിക്കുന്നത്. അതോടൊപ്പം അവന് പോകേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ എല്ലാം അവനെ കൈവെടിഞ്ഞു. എന്നാൽ ഈ സമയത്താണ് ദൈവം രംഗത്തേക്ക് കടന്നു വന്നത്. കാരണം വചനമറിയാവുന്ന ഏതൊരു വ്യക്തിയും വചനത്തോടൊപ്പം നിൽക്കും. കാരണം വചനം ദൈവമാകുന്നുവെന്ന് അവൻ അറിയുന്നു. വചനത്തിന് സ്വയം തന്നെ അത് വെളിവാക്കേണ്ടതുണ്ട്. അക്ഷയമായ വചനം സ്വയം വെളിവാക്കപ്പെട്ടിരിക്കണം. കാരണം വചനം ദൈവമാകുന്നതിനാൽ അത് ആവശ്യമായിരിക്കുന്നു. കാലഘട്ടങ്ങളിൽ കൂടി മറ്റുള്ളവരുടെ മേൽ അത് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അതേ രീതിയിൽ തന്നെ അതിപ്പോൾ പ്രവർത്തിക്കും. കാരണം ഇത് ദൈവമാകുന്നു. ഒരിക്കലും ഇത് മറക്കരുത്. കാരണം യേശു താൻ വചനത്തിന്റെ സമ്പൂർണതയാണെന്ന് അറിഞ്ഞിരിക്കെ അവനൊരു പ്രവാചകൻ മാത്രമായിരുന്നില്ല, അവൻ സ്വയം ദൈവമായിരുന്നു. അവൻ വചനമായിരുന്നു. ആ കാരണത്താലാണ് മനുഷ്യൻ മാത്രമല്ല പ്രകൃതി തന്നെയും അവനെ കൈവിട്ട് കളഞ്ഞത്. മുഴുവൻ സൃഷ്ടിയും അവനെ കൈവെടിഞ്ഞു. നക്ഷത്രങ്ങളും ചന്ദ്രനും എല്ലാ കാര്യങ്ങളുമായിട്ട് അവൻ മരിച്ചപ്പോൾ വെളിച്ചമുണ്ടായിരുന്നില്ല. എല്ലാ കാര്യങ്ങളും അവനെ കൈവിട്ട് കളഞ്ഞിരുന്നു. കാരണം അവൻ എല്ലാത്തിന്റെയും സൃഷ്ടാവായിരുന്നു. അവൻ ലോകത്തിലായിരുന്നു. ലോകം അവനാൽ സൃഷ്ടിക്കപ്പെട്ടു. ലോകം അവനെ അറിയുകയും ചെയ്തില്ല. അവൻ എല്ലാ കാര്യങ്ങളുടെയും സൃഷ്ടാവായിരുന്നു, എല്ലാത്തിന്റെയും. ഇപ്പോഴുള്ള ഏക കാര്യമെന്നത് നാം സൃഷ്ടിക്കുന്നില്ല, എന്നാൽ നാം പരിവർത്തനം ചെയ്യുകയാണ്. നാം പരിവർത്തനം ചെയ്യാൻ ശ്രമിക്കുന്നവർ തന്നെയാണ് കൈവെടിഞ്ഞ് മാറിക്കളയുന്നത്. വചനത്തിന് അതിന്റെ യാഥാർത്ഥ്യത്തെ കാണിക്കേണ്ടതായ സമയം വരുമ്പോൾ അത് ഇപ്രകാരമാകേണ്ടിയിരിക്കുന്നു. എന്നാൽ ഓർക്കുക, ആ സമയത്താണ് ദൈവം രംഗത്തേക്ക് കടന്നു വരുന്നത്. നമ്മുടെ കർത്താവായ യേശുവിന്റെ ജീവിതത്തിൽ ആദ്യത്തെ 1.5 വർഷക്കാലത്തോളം അവൻ ചെയ്ത വലിയ പ്രവൃത്തികൾ, അവൻ എത്ര വലിയൊരു മനുഷ്യനായിരുന്നു. ഭൂമിയിൽ അവനെ പോലെ ഒരിക്കലും യാതൊന്നും ഉണ്ടായിരുന്നില്ല, ഇതുവരെയും ഉണ്ടായിട്ടില്ല, ഇനിയും ഉണ്ടാകുകയുമില്ല. എന്നാൽ എന്ത് സംഭവിച്ചു? ബാക്കിയുള്ളവരെ എല്ലാം കൂടി ഒരുമിച്ച് കൂട്ടി നോക്കിയാൽ മറ്റുള്ളവരെക്കാളും കൂടുതൽ അവൻ പരിഹസിക്കപ്പെട്ടിരുന്നു. സൃഷ്ടിയാൽ പരിഹസിക്കപ്പെടുകയും പ്രകൃതിയാൽ പരിഹസിക്കപ്പെടുകയും എല്ലാത്തിനാലും പരിഹസിക്കപ്പെടുകയും ചെയ്തു. കാരണം അതൊരു വൈകൃതമാക്കപ്പെട്ട അവസ്ഥയിലായിരുന്നു. ആ കാരണത്താലാണ് മനുഷ്യരുടെ ഹൃദയം ദൈവത്തിന്റെ വിശ്വസ്ത ദാസന്മാരെ പരിഹസിച്ചിരുന്നത്. അതെന്തുകൊണ്ടാണെന്നാൽ അത് വൈകൃതമാക്കപ്പെട്ടിരിക്കുന്നു. പ്രകൃതി വൈകൃതമാക്കപ്പെട്ടിരിക്കുന്നു. അതായിരുന്നു കാരണം. ഇപ്പോൾ പ്രകൃതി അതായിരുന്നത് പോലെ തന്നെ മനോഹരമായിരിക്കുന്നുവെങ്കിൽ വൈകൃതമാക്കപ്പെട്ടിട്ട് ദൈവഇഷ്ടത്തിലേക്ക് അത് തിരികെ പരിവർത്തനം ചെയ്യപ്പെടുകയാണെങ്കിൽ എന്തായിരിക്കും? ഒരു വൈകൃതമാക്കപ്പെട്ട ഭൂമിയിൽ നിന്നും മുന്തിരിക്കൊല 2 മനുഷ്യർക്ക് അവരുടെ തോളിൽ എടുത്തുകൊണ്ട് വരേണ്ടതായിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തെങ്കിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ട് കഴിയുമ്പോൾ എന്തായിരിക്കും? ക്രിസ്തു വരുമ്പോൾ നിർജ്ജന പ്രദേശം ഉല്ലസിച്ച് പനിനീർ പുഷ്പം പോലെ പൂക്കും. അതൊരു മാറ്റമായിരിക്കും. മരുഭൂമിയിൽ വെള്ളവും നിർജ്ജന പ്രദേശത്ത് തോടുകളും പൊട്ടിപ്പുറപ്പെടും. മനുഷ്യന്റെ ഹൃദയം ഭക്തിയുള്ള മനുഷ്യരായിട്ട് പരിവർത്തനം ചെയ്യപ്പെടുമ്പോൾ അതെന്തൊരു സമയമായിരിക്കും. ഇപ്പോൾ അവരുടെ തെരഞ്ഞെടുപ്പ് നടത്തുന്നവർ ആ സ്ഥലത്ത് ജീവിക്കും. ആമേൻ. പാറകൾ പൊട്ടിപ്പിളരുകയും ആകാശമെരുളുകയും ചെയ്ത ആ ഇരുണ്ട നാഴികയിൽ എന്റെ രക്ഷിതാവ് താൻ തലചായ്ച്ച് മരിച്ചു എന്ന് കവി പാടിയിരിക്കുന്നു.
തുറന്ന തിരശീല സ്വർഗത്തിലേക്കുള്ള ആനന്ദത്തിന്റെയും അവസാനമില്ലാത്ത നാളുകളുടെയും വഴി വെളിപ്പെടുത്തിയിരിക്കുന്നു. നമുക്ക് വേണ്ടി ഒരു വഴി ഒരുക്കുന്നതിനായി അവനത് ചെയ്യേണ്ടത് ആവശ്യമായിരുന്നു. അത് ശരിയാണ്. എന്നാൽ ദൈവം എന്താണ് ചെയ്തത്? അവൻ വചനത്തോട് വിശ്വസ്തനായിട്ട് കുരിശിനെ ആലിംഗനം ചെയ്തു. എന്നാൽ അത് അവന്റെ ശുശ്രൂഷയുടെ അവസാനമായിരുന്നു. അവന്റെ ശുശ്രൂഷ പരാജയപ്പെട്ടു പോയോ? ദൈവം അതിനെ കിരീടധാരണം ചെയ്യാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ കിരീടം കൊണ്ട് അതിനെ കിരീടമണിയിച്ചു. ഈസ്റ്റർ ദിവസം രാവിലെ പുനരുത്ഥാനത്തിങ്കൽ അവൻ അതിനെ കിരീടമണിയിച്ചു. നമ്മുടെ കർത്താവായ യേശുവിന്റെ ശുശ്രൂഷ അവൻ കിരീടമണിയിച്ചു. അവൻ മരിച്ചവരിൽ നിന്നും ഉയർക്കുകയും എന്നേക്കും ജീവിക്കുകയും ചെയ്യുന്നു. എല്ലാവരും അവനെ കൈവിട്ടതിന്റെ കാരണത്താൽ അവൻ പരാജിതനായിരുന്നില്ല. അവൻ കിരീടമണിയപ്പെടുകയാണ് ഉണ്ടായത്. അതേ ശ്രീമാൻ, അതേ ശ്രീമാൻ. അവൻ കിരീടമണിയപ്പെട്ടു. കാരണം അവൻ കൈവെടിയപ്പെടുകയും മരിച്ചവരിൽ നിന്നും അവൻ ഉയർക്കപ്പെട്ടപ്പോൾ അത് ചെയ്യേണ്ടത് ആവശ്യമായിരുന്നു. അതേ കാര്യം തന്നെ ഏലിയാവിനോടൊപ്പമായിരുന്നു. കുറച്ചു നേരം മുമ്പ് നാം അവനെക്കുറിച്ച് സംസാരിച്ചിരുന്നു. ആ പാവം തകർന്ന പ്രവാചകനായ ഏലിയാവ് അവിടെ കിടന്നുള്ള മരുഭൂമിയിൽ കിടക്കുകയും പക്ഷികൾ വന്ന് അവന് കൊടുത്തിരുന്ന ആഹാരവുമായി പോഷിക്കപ്പെട്ടിരുന്നു. അവന്റെ വാർദ്ധക്യമേറിയ തവിട്ട് നിറമുള്ള ദേഹത്തിൽ ചുക്കിച്ചുളിഞ്ഞ തൊലിയും ഒരു വശത്തായി ഒരു ചെറിയ എണ്ണക്കുപ്പിയും തൂങ്ങിക്കിടന്നിരുന്നു. അവന്റെ താടി തൂങ്ങിക്കിടക്കുകയും തലയൊരു പക്ഷേ മൊട്ടയായിട്ട് ചൂടുകൊണ്ട് ഉണങ്ങി. അതിപ്രകാരം അങ്ങനെയൊക്കെയുമായിട്ട് ഒരു വടിയുടെ സഹായത്താൽ അവൻ മുടന്നു ചെന്നിരിക്കാം. എന്നാൽ ആ ഹൃദയത്തിനടിയിൽ ദൈവത്തിന്റെ ആത്മാവ് മിടിച്ചുകൊണ്ടിരുന്നു. തന്റെ ക്ഷീണിച്ച ദാസന് വഴിയുടെ അവസാനത്തെത്തുന്നത് ദൈവം കണ്ടപ്പോൾ എല്ലാ കാര്യങ്ങളും എല്ലാവരും തന്നെ അവനെ കൈവിടിഞ്ഞിരുന്നു. ദൈവം അവനെ കൈവിടിഞ്ഞോ? തന്റെ ക്ഷീണിച്ച ദാസനെ എടുത്തുകൊണ്ട് വരുന്നതിനായി അവനൊരു രഥത്തെ അയച്ചു. ഹാനോക്ക് നടന്നതുപോലെ നിനക്ക് നടക്കേണ്ട ആവശ്യമില്ല. ഞാനൊരു രഥത്തിൽ നിന്നെ വീട്ടിലേക്ക് കൊണ്ടുവന്നു കൊള്ളാം. അത് ശരിയാണ്. ഒരു രഥയോട്ടത്താൽ അവന്റെ ശുശ്രൂഷ അവൻ കിരീടമണിയിച്ചു. നിങ്ങൾക്കറിയാമോ, അതത്രയും മോശമുള്ള കാര്യമല്ല. അതെ, അതെ, അവന് വീട്ടിലേക്ക് നടന്നു പോകേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. അവനൊരു രഥത്തെ അയച്ചിട്ട് അവനെ പൊക്കിയെടുത്തു. കാരണം അവൻ ക്ഷീണിതനായിരുന്നു. ഞാനത് ഇഷ്ടപ്പെടുന്നു. ആമേൻ. ആ പാവം ക്ഷീണിച്ച ദാസനെ അവൻ പൊക്കിയെടുത്ത് വീട്ടിലേക്ക് കൊണ്ടുപോയി. അതേ സമയത്ത് തന്നെ ദാനിയേൽ ദൈവത്തോട് അത്രമാത്രം വിശ്വസ്തനായി നിന്നിട്ട് അവർ അവനെക്കുറിച്ച് പറഞ്ഞു, നിങ്ങൾക്കറിയാമോ, ആ മനുഷ്യൻ ഒരിക്കൽ ഈ സാമ്രാജ്യത്തിൽ ഒരു മഹാനായ മനുഷ്യനായിരുന്നു. അവൻ എല്ലാവിധ കാര്യങ്ങളെക്കുറിച്ചും പറഞ്ഞിരുന്നു. അവൻ ഭാവി പറച്ചിലുകാരെ കൊണ്ടുവരികയും അവരെ കാര്യങ്ങളെല്ലാം പഠിപ്പിക്കുകയും ചെയ്തു. മേദ്യരോടും പാഴ്സ്യരോടും എപ്രകാരം അവനത് ചെയ്തിരുന്നു. എന്നാൽ ദരിയാവേശിന്റെ ഭരണകാലത്ത് ദാനിയേലായിരുന്നു വചനത്തോട് വിശ്വസ്തനായി നിന്നത്. ദാനിയേലായിരുന്നു ദൈവത്തിന്റെ വചനത്തോട് വിശ്വസ്തനായി നിന്നിട്ട് മറ്റ് യാതൊന്നുമായിട്ട് കൂട്ടിക്കലർന്നിരുന്നില്ല. അവർ പറഞ്ഞു, അവന്റെ ശുശ്രൂഷ പരാജയപ്പെട്ടിരിക്കുന്നു. കാരണം കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അവൻ സിംഹങ്ങളുടെ ഗുഹയിൽ എറിയപ്പെടുന്നതാണെന്ന് ഞാൻ പത്രത്തിൽ അറിയിച്ചിരിക്കുന്നു. ഫെഡറൽ ജയിലിലേക്കോ മറ്റോ പോകുകയാണ്. എന്നാൽ ഞങ്ങൾ അവനെ സിംഹത്തിന്റെ ഗുഹയിലേക്ക് എറിഞ്ഞുകളയാൻ പോകുകയാണ്. എന്നാൽ ദൈവം എന്താണ് ചെയ്തത്? രാജാവിന്റെ ഹൃദയത്തിൽ ഒരു മാറ്റം വരുത്തിക്കൊണ്ട് ദൈവം അവന്റെ ശുശ്രൂഷയെ മുദ്രയിട്ടു. ദരിയാവേശ് രാജാവ് എല്ലാ ഭാഷകളിലും ലോകത്തെല്ലായിടത്തേക്കും ദാനിയേലിന്റെ ദൈവത്തെ എല്ലാവരും ഭയപ്പെടണമെന്ന് അറിയിച്ചു. കാരണം അവൻ വിടുവിപ്പാൻ കഴിവുള്ള ദൈവമാകുന്നു. ആമേൻ. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക, മനുഷ്യനെ കൈവിടുന്ന സമയത്താണ് വചനത്തോട് വിശ്വസ്തരായി നിൽക്കുന്ന ദൈവത്തിന്റെ ദാസന്മാരെ ദൈവം അവരുടെ ശുശ്രൂഷ ഒരു കിരീടമണിയിക്കുന്ന സമയമായിട്ട് മുദ്രയിടുന്നത്. അതെ, നെബൂഖദ്നേസറിന്റെ വാഴ്ചക്കാലത്ത് ബിംബത്തിന് മുട്ടുകുത്താതിരുന്നത് എബ്രായ മക്കളായിരുന്നു. അവർ ദൈവത്തിന്റെ വചനത്തോട് വിശ്വസ്തരായി നിന്നു. കാരണം യാതൊരു ബിംബത്തെയും ആരാധിക്കുന്നതിനായി മുട്ടുകുത്തരുത് എന്ന് ദൈവത്തിന്റെ വചനം കൽപ്പിച്ചിരുന്നു. അവർ വചനത്തോട് വിശ്വസ്തരായി നിന്നു. അതിനെക്കുറിച്ച് ആ ദിവസങ്ങളിൽ ഉണ്ടായിരുന്ന പ്രാദേശിക പത്രങ്ങളിലും വാർത്തകളിലും അങ്ങനെ എന്ത് തന്നെയായാലും അതിൽ വന്നിരുന്നു. വാർത്തകളെ പരത്തുന്നതിന് അവരുടെ പക്കൽ വഴികളുണ്ടായിരുന്നു. പ്രാദേശിക പത്രങ്ങളിലായിരുന്നില്ല. തീർച്ചയായും ആയിരുന്നില്ല. നിങ്ങൾക്കൊരു ഊഹം കിട്ടുന്നതിനായി പറയുക മാത്രം ചെയ്തതാണ്. എന്നാൽ അവിടെയായിരുന്നു 7 വട്ടം ചൂടാക്കി എരിയുന്ന തീച്ചൂളയിലേക്ക് അവരെ എറിഞ്ഞുകളയാൻ പോയിരുന്നത്. കാരണം ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ചൂള എത്രമാത്രം ചൂടാക്കുന്നതിന് വേണ്ടി അവർ സകല വസ്തുക്കളും അതിലേക്ക് എറിഞ്ഞിരുന്നതും അതിനാൽ അത് 7 വട്ടം ചൂടാകുകയും 7 വട്ടം അതിയായി ചൂടാകുകയും ചെയ്തിരുന്നു. എന്തുകൊണ്ടെന്നാൽ അതിന് 100 മുഴം ദൂരത്തെത്തുമ്പോൾ തന്നെ അത് ദഹിപ്പിച്ച് കളയുമായിരുന്നു. എന്നാൽ അവർ നേരെ എരിയുന്ന തീച്ചൂളയിലേക്ക് കടക്കുകയും തീയുടെ മണം പോലും ഏൽക്കാതെ പുറത്തു കടന്നു വരികയും ചെയ്തു. നെബൂഖദ്നേസർ രാജാവ് പറഞ്ഞു, ഈ ദൈവത്തെ ആരാധിക്കാത്ത ഏതൊരു മനുഷ്യനെയും അവന്റെ മക്കളെയും അവനെയും കൊന്നുകളഞ്ഞിട്ട് അവരുടെ വീട് കത്തിയേരിച്ചിട്ട് കപ്പക്കൊന്നാക്കി കളയും. അത് ശരിയാണ്. അവർക്കൊരു ലോകവ്യാപകമായ ഉണർവുണ്ടായിട്ട് കാരണം അവർ വചനത്തോട് വിശ്വസ്തരായിരുന്നു. അതാണ് സംഭവിച്ചത്. അതെ ശ്രീമാൻ, വചനത്തോട് വിശ്വസ്തരായിരിക്കുക. അതെ, അതെല്ലായ്പ്പോഴും അത്ഭുതകരമായ പ്രതിഫലം നൽകും. യാക്കോബിനെ കുറിച്ച് കുറച്ചു നേരം മുമ്പ് നാം പ്രസ്താവിച്ചിരുന്നു. അവന്റെ പേര് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്.
ഇവിടെ അവൻ ഒരു സ്വല്പം ഭീരുവായിരുന്നു, എന്നാൽ അവൻ വിശ്വസ്തനായി നിന്നിരുന്നു. അവൻ ഏശാവിനെ ഭയപ്പെട്ടിരുന്നു. താൻ ദൈവത്തിൽ നിന്നും ദൂരെയായിരുന്നുവെന്ന് അവൻ അറിഞ്ഞിരുന്നു. ഈ കാലമെല്ലാം അവൻ ദൈവത്തിൽ നിന്നും അകന്നിരുന്നുവെങ്കിലും ആ വചനത്തോട് വിശ്വസ്തനായി നിൽക്കാൻ അവൻ എല്ലായ്പ്പോഴും ശ്രമിച്ചിരുന്നു. ഇവിടെ ദൈവം അവനെ വിളിച്ചിട്ട് അവന്റെ വീട്ടിലേക്ക് പോകുന്നതിനായി അവനോട് പറഞ്ഞു. ഇവിടെ ഇതാ അവൻ തന്റെ കർത്തവ്യത്തിന്റെ നിരയിലായിട്ട് അവിടെ ഏശാവ് സൈന്യവുമായിട്ട് അവനെ എതിരേൽക്കാൻ നിന്നിരുന്നു. ആ സമയത്താണ് യാക്കോബ്, അതായത് ചതിയൻ, നാണംകുണി എന്ന പേരിൽ നിന്നും ദൈവം മുമ്പാകെ ഒരു രാജകുമാരൻ എന്ന പേരിൽ മാറ്റപ്പെട്ടത്. അടുത്ത ദിവസം രാവിലെ അവന്റെ ശുശ്രൂഷ കിരീടമണിയപ്പെട്ട് അവൻ പുറത്തേക്ക് നടന്നിറങ്ങി. നേരെ ഏശാവിന്റെ അടുക്കലേക്ക് നടന്നു ചെല്ലുകയും അവനിൽ നിന്ന് യാതൊരു സഹായവും ആഗ്രഹിച്ചുമിരുന്നില്ല. ആമേൻ. വചനത്തോട് വിശ്വസ്തനായിരുന്നു. അപ്രകാരമാണ് ദൈവം കാര്യങ്ങൾ ചെയ്യുന്നത്. അത് ശരിയല്ലേ? അവൻ തന്റെ സ്വന്തമായ രീതിയിൽ അവന്റെ കാര്യങ്ങൾ ചെയ്യുന്നു. ശരി. എന്റെ പല സഹോദരന്മാർക്കും ഇന്ന് സഭാ സംഘടനയിലുള്ള സഹോദരന്മാരുടെ ഇടയിൽ വളരെ ജനപ്രീതിയുണ്ട്. നിങ്ങളൊരു പേര് മാത്രം എടുക്കുക മനുഷ്യ, അത് തീ പോലെ എല്ലായിടത്തുമാകുന്നു. ശരിയാണ്. ഒരു വ്യക്തിയുടെ ഒരു വിശേഷ പേര് പറയുക. നദിക്കരയിൽ വെച്ച് ആ ദിവസം കർത്താവിനോട് സംസാരിച്ചപ്പോൾ അത് ആ ഉണർവിനെ ലോകം എല്ലായിടത്തുമായി ആക്രമണ മുന്നണിയിലാക്കിയിരുന്നു. അവിടെ നിന്നും ആ മഹാന്മാരായ സുവിശേഷകന്മാർ കടന്നു വന്നിരുന്നു. അവർ കടന്നു വന്നിരുന്നതായ സഭാ സംഘടനകളിലേക്ക് തന്നെ അവരുടെ സഹോദരന്മാരുമായി അവർ നേരെ തിരികെ പോയി. അവർ ഇവിടേക്ക് വന്ന് യോഗങ്ങൾ സംഘടിപ്പിക്കുകയും സഭാ സംഘടനകളുമായി കൂട്ടുചേരുകയും നേരെ തിരികെ അതിലേക്ക് തന്നെ പോവുകയും ചെയ്തു. അവർക്ക് വളരെയധികം പ്രീതി ലഭിക്കുകയും റേഡിയോയിലും പത്രങ്ങളിലും മറ്റെല്ലായിടത്തും വലിയ പേരുകൾ ലഭിക്കുകയും ചെയ്തു. അവരെക്കുറിച്ച് എല്ലാവരും നന്നായി സംസാരിക്കുന്നു. എന്നാൽ ഞാൻ സത്യവചനത്തെ എടുത്ത് വചനത്തോടുകൂടി നിന്നപ്പോൾ എല്ലാ മനുഷ്യരും എന്നെ കൈവെടിഞ്ഞു കളഞ്ഞു. ഒരു സഭാ സംഘടനയുടെ തത്വശാസ്ത്രമല്ല വചനം പ്രസംഗിക്ക എന്നവൻ എന്നോട് പറഞ്ഞ അതേ കാര്യവുമായിട്ട് തന്നെ ഞാൻ നിന്നു. വചനം പ്രസംഗിക്ക എന്നുള്ളതായിരുന്നു എന്നോടുള്ള ഉത്തരവ്. വചനത്തോടൊപ്പം നിൽക്കുക. ടേപ്പുകളിൽ കൂടി ഇത് കേൾക്കുന്ന സഹോദരന്മാരെ, ഞാൻ നിങ്ങളുടെ ഇടയിൽ രോഗികളെ സൗഖ്യമാക്കിയും ദർശനങ്ങളെക്കുറിച്ച് പറയുകയും കാണിക്കുകയും ചെയ്തുകൊണ്ട് വന്നപ്പോൾ ഞാനൊരു വലിയ മനുഷ്യനായിരുന്നു. എന്നാൽ ഞാൻ നിങ്ങളോട് വചനത്തെക്കുറിച്ചുള്ള സത്യത്തെ പറയാൻ തുടങ്ങിയപ്പോൾ നിങ്ങൾ എന്തുകൊണ്ടാണ് എനിക്ക് പുറംതിരിഞ്ഞത്? അത് തിരുവെഴുത്ത് പറയുന്നത് എന്താണെന്ന് നിവൃത്തിയാക്കുക മാത്രമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? അതെ, ആ രീതിയിൽ തന്നെ അത് ചെയ്യുന്നു. ഇപ്പോൾ എനിക്ക് കഷ്ടിച്ച് ഒരു സ്ഥലത്ത് കടക്കാൻ തന്നെ കഴിയുന്നുള്ളൂ. കത്തുകൾ എല്ലായ്പ്പോഴും വരുന്നു. കഴിഞ്ഞ ദിവസം ഒരു വ്യക്തി വന്നിട്ട് എന്നോട് പറഞ്ഞു, സഹോദരൻ ബ്രൺഹാം, എനിക്ക് ഏറ്റവും അധികം വിശ്വാസമുണ്ടായിരുന്നത് നിങ്ങളിലായിരുന്നു. എന്നാൽ ഞാൻ അംഗമായിരുന്ന സഭാ സംഘടനയെക്കുറിച്ച് അത് പിമ്പോക്കാവസ്ഥയിലാകുന്നുവെന്ന് നിങ്ങൾ പറഞ്ഞതായി ഞാൻ കേട്ടു. ഇപ്പോൾ തുടങ്ങി എനിക്ക് നിങ്ങളിൽ ഒട്ടും വിശ്വാസമില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, എന്റെ സഭാ സംഘടനയിലുള്ള 25ഓളം സഹോദരന്മാർ നിങ്ങളുടെ ഒരു യോഗത്തിലായിരുന്നിട്ട് നിങ്ങൾ ഇത് പറഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ നിന്നും എഴുന്നേറ്റ് പോയി എന്ന് എന്നോട് അവർ പറഞ്ഞു. എല്ലാവരും എന്നെ കൈവെടിഞ്ഞു. എന്നാൽ ഒരു കാര്യമുണ്ട്, അവൻ എനിക്ക് തുണയായി നിന്നു. നദിക്കരയിൽ വെച്ചുണ്ടായ സ്വർഗീയ ദർശനത്തോട് ഞാൻ അനുസരണയില്ലാത്തവനായിട്ടില്ല. അതിനോട് ഞാൻ വിശ്വസ്തനായി നിന്നിരിക്കുന്നു. അവൻ എന്നോട് വിശ്വസ്തനായിരിക്കുന്നു. ഞാൻ അവനിൽ വിശ്വസിക്കുന്നു. ഏതെങ്കിലും ഒരു ദിവസം എപ്പോഴെന്ന് എനിക്കറിയില്ല എന്റെ ശുശ്രൂഷയുടെ കിരീടാഭിഷേകം വരും. എനിക്ക് കഴിയാവുന്നിടത്തോളം ഞാൻ വിശ്വസ്തനായി നിൽക്കും. അതെന്തായിരിക്കുമെന്നോ എപ്പോഴായിരിക്കുമെന്നോ എനിക്കറിയില്ല. എന്നാൽ അവൻ തയ്യാറാകുമ്പോൾ ഞാനുമായിരിക്കും. ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക. എന്നെ വചനത്തിന്റെ വസ്ത്രത്തെ എടുത്തിട്ട് അവന്റെ മണവാട്ടിയെ വചനത്തിന്റെ വസ്ത്രത്താലും അവന്റെ നീതിക്ക് വേണ്ടിയും വസ്ത്രധാരണം ചെയ്യിക്കുവാൻ എന്റെ ശുശ്രൂഷയെ കിരീടധാരണം ചെയ്യുന്നതിൽ കൂടെ അതിടയാക്കുമെന്ന് ഞാൻ ആശിക്കുന്നു. അവൻ എന്നെ കിരീടധാരണം ചെയ്തിട്ട് ആ ദിവസം അവിടെ നിന്നുകൊണ്ട് ലോകത്തിന്റെ പാപത്തെ വഹിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടിതാ എന്ന് പറയുവാൻ ഇടയാക്കുമെന്ന് ഞാൻ ആശിക്കുന്നു. വളരെയധികം മലകൾ ചവിട്ടി മുകളിലേക്ക് കയറാനും പ്രയത്നവും ചിലപ്പോൾ കഠിനവുമാകുന്നു. എന്നാൽ ആ വഴിയെ ചൂണ്ടിക്കാണിക്കുന്നവൻ എന്താണ് നല്ലതെന്ന് അറിയുന്നു. എന്താണ് നല്ലതെന്ന് അവൻ അറിയുന്നു. വഴിയുടെ അവസാനത്ത് നാം എത്തുമ്പോൾ ജീവിതത്തിലെ കഠിനാധ്വാനം യാതൊന്നുമായി കാണപ്പെടുകയില്ല. രക്തപങ്കിലമായ കാൽപ്പാടുകളെ നമുക്ക് നേടാം. ഓർക്കുക സ്നേഹിതരെ, ഗലീലയിലെ കടൽ തീരത്തെ മണ്ണ് മുഴുവൻ ആ അപരിചിതന്റെ കാൽപ്പാടുകൾ കഴുകിയിരുന്നു. തിരമാലകളുടെ ക്ഷോഭത്തെ അടക്കിയിരുന്ന ശബ്ദം യഹൂദയിൽ ഇനിയും കേൾക്കയില്ല. എന്നാൽ ആ ഏകനായ ഗലീലക്കാരന്റെ വഴി സന്തോഷത്തോടെ ഇന്ന് ഞാൻ പിന്തുടരും. ഞാൻ വഴിയുടെ അവസാനത്തെത്തുമ്പോൾ വഴിയിലെ കഠിനാധ്വാനം യാതൊന്നുമായി കാണപ്പെടുകയില്ല. അവൻ എനിക്ക് നൽകിയ തിരുവെഴുത്തിന്റെ ഞാൻ വായിച്ച ഈ ഭാഗത്ത് ഞാനൊരു ചെറുപ്പക്കാരനായിരുന്നു, വെറുമൊരു പയ്യനായിരുന്നു. അവിടെ ഞാൻ തോളുകൾ നേരെയാക്കി നെഞ്ചു വിരിച്ച് വഴുതിയ മുടിയും കറുത്ത തലമുടിയോടുകൂടി നിന്നിരുന്നു. ഇന്ന് ഞാൻ കുനിഞ്ഞ തോളോടുകൂടി കഷണ്ടിയായി നരച്ച് 50 വയസ്സ് പ്രായമുള്ള ഒരു വൃദ്ധനായി നിൽക്കുന്നു.
എന്നാൽ ദിവസങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ അവൻ എനിക്ക് മാധുര്യമേറിയവനായിക്കൊണ്ടിരിക്കുന്നു. യേശുക്രിസ്തുവിന്റെ സുവിശേഷം ഒട്ടും മറച്ചുവെക്കാതെ ഞാൻ മുഴുവനും അറിയിച്ചു തന്നിരിക്കുന്നുവല്ലോ. എന്റെ ഹൃദയത്തിലെ ആഗ്രഹം എന്നത് അവൻ തന്റെ ജീവനെ നൽകിയ സഭയെ കാണുക എന്നതാണ്. അവന്റെ സ്വന്തം രക്തത്തിന്റെ നീതിയുടെ വസ്ത്രമണിഞ്ഞ്, അവന്റെ വചനത്തിലും അവന്റെ വചനത്തിന്റെ നീതിയിലും വസ്ത്രമണിഞ്ഞ്, കാരണം അവന്റെ വചനം ഒരിക്കലും പരാജയപ്പെടുകയില്ല. അതുകൊണ്ട് ഞാൻ വചനത്തോടുകൂടി നിൽക്കുകയും വചനത്തോട് വിശ്വസ്തനായി നടക്കുകയും ചെയ്താൽ, ഞാൻ അവനിലും അവന്റെ വചനം എന്നിലും വസിച്ചാൽ, ആ നാളിൽ ഞാൻ വിശ്വസ്തനായി നിന്നതിൽ ഞാൻ സന്തോഷവാനായിരിക്കും. ഭാവി എന്താകുന്നുവെന്ന് എനിക്കറിയില്ല, എന്നാൽ നാം എവിടെയാണെന്ന് നിങ്ങൾ കാണുന്നില്ലേ? എന്തുകൊണ്ടാണ് എല്ലാവരും ഇത് പറയുന്നതെന്ന് നോക്കൂ. എന്റെ സ്വന്തം സഹപ്രവർത്തകരിൽ ചിലർ തന്നെയും പറയുന്നു, സഹോദരൻ ബ്രൺഹാം പരാജയപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. നോക്കൂ, അതെ, നോക്കൂ, ആകെ പരാജിതനായി കഴിഞ്ഞിരിക്കുന്നു. അധികമായിട്ടൊന്നും ചെയ്ത് നാം കേൾക്കുന്നില്ല. അവരത് മനസ്സിലാക്കുന്നില്ല, അത്രമാത്രം അവരത് മനസ്സിലാക്കുന്നില്ല. പൗലോസ് ആഗ്രഹിച്ചിരുന്ന ഏറ്റവും മഹത്തായ കാര്യമായിട്ട് ഞാൻ വിചാരിക്കുന്നത് എന്റെ നിര്യാണ കാലവും അടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴാണ്. പൗലോസിന്റെ ഹൃദയത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്നത് ഒരു രക്തസാക്ഷിയാകുക എന്നതായിരുന്നു. ആ നാളുകളിൽ ഉണ്ടായിരുന്നവരെല്ലാം ഹൃദയത്തിലെ ആഗ്രഹം അത് തന്നെയായിരുന്നു. നിങ്ങൾ എപ്പോഴെങ്കിലും ഫോക്സസ് ബുക്ക് ഓഫ് മാർട്ടേഴ്സും നൈസിൻ കൌൺസിൽ, അതായത് നിക്യാ സമിതിയും വായിച്ചിട്ടുണ്ടോ? അത് ഏറ്റവും വലിയ ആദരവായിട്ട് പോളികാർപ്പും അതുപോലെയുള്ള വ്യത്യസ്തരായവരും സിംഹങ്ങളുടെ ഗുഹകളിലേക്ക് കയറിയപ്പോൾ അവർ ഉച്ചത്തിൽ ആനന്ദിച്ചിരുന്നു. അവർ രക്തസാക്ഷികളാകാൻ പോകുകയാണെന്ന് അറിഞ്ഞുകൊണ്ട് അവിടേക്ക് നടന്നു കയറി. അവർ കൊലക്കുറ്റിയിൽ കത്തിയിരിക്കപ്പെട്ടപ്പോൾ ആനന്ദത്താൽ നിലവിളിച്ചിരുന്നു. ഒരു രക്തസാക്ഷിയാകുന്നതിനുള്ള ആദരവിന് വേണ്ടിയായിരുന്നു. പൗലോസിന്റെ തലവെട്ടുന്നതിനായി അവൻ കശാപ്പ് കല്ലിന്റെ അടുക്കലേക്ക് നടന്നു ചെന്നപ്പോൾ കാരാഗ്രഹത്തിൽ നിന്ന് അവനെ കൊണ്ടുവരികയും അത് അവിടെ ഉണ്ടായിരുന്ന ഒരു പഴയ ഇരുട്ടറയുടെ ഭിത്തിയിൽ ഒരു ദ്വാരമുണ്ടാക്കിയിട്ട് അവിടെ വെച്ച് അവർ അവനെ കൊന്നുകളഞ്ഞിരുന്നു. ഞാൻ അവിടേക്ക് നടന്നു എന്ന് അത് നോക്കിയിരുന്നു. അവിടെ പിന്നിലായിട്ട് ഒരു ചെറിയ തോടുണ്ടായിരുന്നിട്ട് അവന്റെ ശരീരത്തെ അതിലേക്ക് വലിച്ചെറിഞ്ഞു കളഞ്ഞു. എന്നിട്ടിപ്പോൾ അവനെ ഒരു വിശുദ്ധനോ മറ്റെന്തോ ആക്കാൻ ആഗ്രഹിക്കുന്നു. അതേ കൂട്ടം ജനങ്ങൾ തന്നെ. അവൻ അവിടേക്ക് നടന്നു എന്നിട്ട് പറഞ്ഞു, ഹേ മരണമേ, നിന്റെ വിഷമുള്ള എവിടെ? പാതാളമേ, നിന്റെ ജയം എവിടെ? നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തിരിക്കുന്നു. ഒരു കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു, എനിക്ക് മാത്രമല്ല, അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ. നാം ഇപ്പോൾ 6-ാം വാക്യം തൊട്ട് 16-18 വരെ എത്തിയിരിക്കുന്നു. എനിക്ക് വേണ്ടി ഇതെന്തോ അർത്ഥമാക്കുന്നുവെന്ന് എനിക്കറിയില്ല, എന്നാൽ മറ്റുള്ളവർക്ക് വേണ്ടി എന്താകുന്നുവെന്ന് ഞാൻ നിങ്ങൾക്ക് ഉദ്ധരിക്കുക മാത്രം ചെയ്യുന്നു. അവൻ എന്നോട് തീരുവോളം ഞാൻ അവന്റെ വചനത്തോട് വിശ്വസ്തനായി നിൽക്കാൻ പോകുകയാണ്. ഇന്നത്തെ ശുശ്രൂഷ അവിടെയാകുന്നു. ഞാൻ പരാജിതനായിട്ടില്ല. ഞാൻ രാജാവിങ്കിലേക്ക് കഴുകപ്പെട്ടിരിക്കുന്നതായി ആശിക്കുന്നു. അത് ശരിയാണ്. നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മളുടെ തലകളെ വണങ്ങാം. ഇന്ന് രാത്രിയിൽ സിംഹാസനത്തിൽ നിന്ന് ഒരു ചരട് താഴേക്ക് വരെ എത്തിയിരിക്കുന്നു. അതിനെ നാം ജീവന്റെ ചരടെന്ന് വിളിക്കുന്നു. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അത് പരിവർത്തനം ചെയ്യപ്പെടാതെ ഇവിടെയുള്ള എല്ലാവരുടെയും മേൽക്കൂടി അത് വലിക്കപ്പെടുന്നതായി ഞാൻ ആശിക്കുന്നു. പാപിയായ സ്നേഹിത, നിങ്ങൾ കൈയെത്തിയത് പിടിക്കുകയില്ലേ? നിങ്ങൾ പറഞ്ഞേക്കാം, സഹോദരൻ ബ്രൺഹാം, നിങ്ങൾക്ക് പ്രായമേറിക്കൊണ്ടിരിക്കുന്നുവെന്ന് നിങ്ങൾ പറഞ്ഞു. ആ കാരണത്താലാണ് ഞാൻ ഊഹിക്കുന്നത്. അല്ല സഹോദര, സഹോദരി, ഞാനൊരു ബാലനായിരിക്കുമ്പോൾ തന്നെ ഇത് വിശ്വസിച്ചിരുന്നു. ഇതിനുവേണ്ടി ഞാൻ എന്റെ ജീവൻ തന്നെ നൽകിയിരിക്കുന്നു. എനിക്കൊരു ഖേദമേ ഉള്ളൂ, അതെനിക്ക് കൊടുക്കാൻ ഒരു ജീവിതമേ ഉള്ളൂ എന്നതാണ്. എന്റെ പക്കൽ 10,000-ഓളം ജീവൻ ഉണ്ടായിരുന്നെങ്കിൽ ഞാനതെല്ലാം അവനു വേണ്ടി നൽകിയിരുന്നേനെ. ഇന്ന് രാത്രിയിൽ ആ ചരട് നിങ്ങളുടെ വഴിയിൽ കൂടി കടന്നു പോകുമ്പോൾ നിങ്ങൾ അതിൽ പിടിക്കുകയില്ലേ? നിങ്ങൾ പറഞ്ഞേക്കാം, സഹോദരൻ ബ്രൺഹാം, അത് പിടിക്കാനുള്ള യോഗ്യത എനിക്കില്ല. മകനെ, നിനക്കതില്ല എന്ന് എനിക്കറിയാം. എന്നാൽ നിങ്ങൾ ചെന്ന് യോഗ്യതയുള്ളത് എന്തെങ്കിലും ചെയ്തിട്ട് നിങ്ങൾ എന്താണ് ചെയ്തതെന്ന് എന്നോട് വന്ന് പറയുക. ഞാനും അത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് യോഗ്യത ലഭിക്കുന്നതിനായി ചെയ്യാൻ കഴിയുന്ന ഒരൊറ്റ കാര്യവുമില്ല. നിങ്ങൾ അയോഗ്യനായി ജനിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അത് നിങ്ങൾക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്ന വഴിയെടുക്കുക എന്നതാണ്. നിങ്ങൾ മുങ്ങുകയാണ്, നിങ്ങൾ അതിൽ മുങ്ങരുത്. ദൈവം ജീവന്റെ ചരട് എറിഞ്ഞു തന്നിരിക്കുകയും ഇന്ന് രാത്രിയിൽ നമുക്കത് കയ്യെത്തി പിടിക്കുകയും ചെയ്യാം. സ്വർഗീയ പിതാവേ, ഇതേ മേശമേൽ വെച്ച് തന്നെ ഞാൻ ഓർക്കുന്നു, ഇവിടെയുള്ള ഈ മണ്ണിൽ ഞാൻ സഭയെ സമർപ്പണം ചെയ്തപ്പോൾ അന്ന് രാവിലെ സമയം ഈ സ്ഥലത്ത് വെച്ച് തന്നെ ഞാൻ സംസാരിച്ചിരുന്നു. ആ മൂലക്കല്ല് അവിടെ കിടക്കുകയും ഇത് ഞാൻ എഴുതിയ ബൈബിളിലെ ഒരു താൾ ഇപ്പോഴും അതിന്മേലായിരിക്കുന്നു. കർത്താവായ യേശുവേ, നിന്റെ കൃപയാൽ ഞാൻ വചനത്തോട് വിശ്വസ്തനായി നിൽക്കുമെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ അത് മറ്റുള്ള സമയത്ത് എന്താണോ ചെയ്തത്, കൃത്യമായും അത് തന്നെ ഉൽപ്പാദിപ്പിച്ചിരിക്കുന്നത് ഇന്ന് ഞാൻ കാണുന്നു. ലോകയാത്രയ്ക്ക് ശേഷം വീണ്ടും ഇന്ന് രാത്രിയിൽ ഇതാ ഞാൻ ഈ കൂടാരത്തിലായിരിക്കുന്നു. ആ ചെറിയ മൂലക്കല്ല് ഇപ്പോഴും അവിടെയായിരിക്കും, അതിന്മേൽ ആ കടലാസുമായിരിക്കുന്നു. കർത്താവിനെ തിരയണമേ. ഞാൻ വളരെയധികം തെറ്റുകൾ ചെയ്തിരിക്കുന്നു. കർത്താവെ, ഞാൻ കുറ്റങ്ങൾ ചെയ്തിരിക്കുന്നു. ഒരു പരാജയത്തെക്കുറിച്ച് കുറച്ചു മുമ്പേ ഞാൻ സാക്ഷീകരിച്ചതുപോലെ പലവട്ടം ഞാൻ നിന്നെ പരാജയപ്പെടുത്തിയിരിക്കുന്നു. ദൈവമേ, ഞാനത് എളുപ്പം ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ക്ഷമ ആവശ്യമാകുന്നു.
എന്റെ ഹൃദയത്തിനുള്ളിൽ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഞങ്ങൾ പോകുന്ന സ്ഥലത്തെ ഈ അടുത്ത സമയത്ത് നീ കാണിച്ചതായി ഞാൻ അറിയുന്നു. കർത്താവെ, നീ എന്നോട് എപ്പോൾ അവസാനിപ്പിക്കുമെന്ന് ഞാൻ അറിയുന്നില്ല. നിന്റെ കൃപയാൽ ഇന്ന് രാത്രിയിൽ ഞാൻ ഇവിടെ ആയിരിക്കുന്നു. നീ എപ്പോൾ അവസാനിപ്പിക്കുമെന്ന് ഞാൻ അറിയുന്നില്ല. എന്നാൽ ഇതിലേക്ക് ഇത് വരേണ്ടിയിരിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു. അത് വരുന്ന സമയത്ത് ഞാനൊരു ഭീരുവായിരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ബാക്കിയുള്ളവർ നിന്ന പോലെ നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ദൈവമേ, എന്റെ സ്വന്തം ജീവൻ കൊണ്ട് എന്റെ സാക്ഷ്യത്തെ മുദ്രയിടേണ്ടി വന്നാൽ, അല്ലെങ്കിൽ കർത്താവെ എന്ത് തന്നെ ചെയ്യേണ്ടി വന്നാലും, അപ്പോൾ നീ അത് കിരീടധാരണം ചെയ്യണമേ. എന്നെയല്ല കർത്താവെ, ഞാൻ പ്രസംഗിച്ച ശുശ്രൂഷയാണ്, അത് നിന്റെ വചനമാകുന്നു. പുനരുത്ഥാനത്തിങ്കൽ എന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ ആ വചനം കൂടുതൽ കഴിവുള്ളതാണെന്ന് ഞാൻ അറിയുന്നു. ഞാൻ പ്രസംഗിച്ച വചനത്തെക്കുറിച്ച് ഞാൻ ലജ്ജിക്കുന്നില്ല, കാരണം അത് വിശ്വസിക്കുന്നവർക്ക് രക്ഷയിലേക്കുള്ള ദൈവത്തിന്റെ ശക്തിയാകുന്നു. ഇന്നിപ്പോഴും നിൽക്കുന്ന ചെറിയ സഭയ്ക്കായി ഞാൻ നിനക്ക് നന്ദി പറയുന്നു. വചനത്തിനു വേണ്ടി ഞാൻ ആ നിലപാടെടുത്തപ്പോൾ പ്രവാചകന്മാർ പ്രവചിച്ചിട്ട് പറഞ്ഞു, 6 മാസത്തിനുള്ളിൽ ഇതൊരു മോട്ടോർ വർക്ക്ഷോപ്പായി തീരും. 30 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞുപോയ വർഷങ്ങളിലായിരുന്നതിലും കൂടുതൽ അഗ്നിയിലായിരിക്കുന്നു. ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും. ഞങ്ങളുടെ പാസ്റ്ററിനായി ഞാൻ നന്ദി പറയുന്നു. ഡീക്കന്മാർക്കും ട്രസ്റ്റിമാർക്കും വേണ്ടി ഞാൻ നന്ദി പറയുന്നു. കർത്താവ്, ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ചെറിയ ഭാഗം അഭിനയിക്കുന്നതിനുണ്ട്. ഞങ്ങൾ വിശ്വസ്തയോടും നേരായും അഭിനയിക്കാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് രാത്രിയിൽ ഞങ്ങളോടൊപ്പം ചേരുന്നതിനായി ഇവിടെ ചിലർ കൂടി ഉണ്ടെന്നിരിക്കാം. കർത്താവെ, അതിൽ ചേരുന്നതിനുള്ള വഴിയെന്നത് ഈ ജീവന്റെ ചരടിൽ പിടിച്ചിട്ട് വലിക്കുന്നതിൽ കൂടെയാണ്. അത് അവരുടെ കയ്യിൽ ചുറ്റിയിട്ട് ഹൃദയത്തിന് ചുറ്റുമായി ചുറ്റുന്നതിൽ കൂടെയും. എന്നിട്ട് കർത്താവെ, വലിക്കൂ, എന്നെ ഉയർത്തൂ എന്ന് പറയുക. അപ്പോൾ അവർ കടന്നു വന്ന് സ്വർണത്തെ പോലെ വിളങ്ങും. കർത്താവെ, ഇത് അനുവദിക്കണമേ. ഞങ്ങൾ ആ സമയത്തിനായി കാത്തിരിക്കുന്നു. ഇത് അവസാനത്തോട് അടുത്തിരിക്കുന്നതായി ഞങ്ങൾ വിശ്വസിക്കുന്നു. ലാവോദിക്യ സഭ തുടർന്നുകൊണ്ടിരിക്കുന്നുവെന്ന് ഞങ്ങൾ ഇവിടെ പഠിപ്പിച്ചിരിക്കെ ഇപ്പോൾ അറിഞ്ഞിരിക്കുന്നു. കർത്താവിന്റെ വരവ് മാത്രമല്ലാതെ മറ്റ് യാതൊന്നും സംഭവിപ്പാനില്ലെന്ന് ഞങ്ങൾ കാണുന്നു. കർത്താവെ, അത് വചനത്തിന്റെ ഒരു വലിയ കിരീടധാരണമായിട്ട് സ്വയമായിട്ടുള്ള കിരീടധാരണം വരുന്നത് കാണുന്നതാണോ? അപ്പോൾ ഞാൻ ഇവിടെ നിന്നുകൊണ്ട് ഇതാ കുഞ്ഞാട് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. അത് യോഹന്നാൻ ചെയ്തതുപോലെയാകുന്നു. നാം കാത്തിരുന്നതായ കുഞ്ഞാട് ഇതാ, അവൻ ഇതാകുന്നു. കർത്താവ് അതിന്റെ മന്ദിരത്തിലേക്ക് പെട്ടെന്ന് വന്നിട്ട് തന്റെ ജനങ്ങളെ മേഘങ്ങളിലേക്കുള്ള എടുക്കപ്പെടൽ കൊണ്ടുപോകും. പിതാവെ, ഞങ്ങളെ തയ്യാറാക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളെ നിന്റെ രക്തത്താൽ കഴുകണമേ. ഞങ്ങളെ ശുദ്ധിയും വെടിപ്പുമുള്ളവരാക്കിയിട്ട് നിന്റെ വചനം ഞങ്ങളിൽ വസിക്കാനിടയാക്കണമേ. അത് ബലപ്പെടുത്തുന്നതിനും ഫലപ്രദമാക്കുന്നതിനും വേണ്ടി വചനത്തിന്മേൽ പ്രവർത്തിക്കണമെന്ന് ഞങ്ങൾ ഓർക്കാനിടയാക്കണമേ. പാപികളായ എല്ലാവർക്കും അനുതാപം നൽകണമേ. ഇവിടെയുള്ള സകലരെയും അനുഗ്രഹിക്കണമേ. കർത്താവെ, വിശുദ്ധന്മാരും ഇപ്പോൾ വർഷങ്ങളായി പോരാടിക്കൊണ്ടിരിക്കുന്ന ഈ വിലയേറിയ യോദ്ധാക്കളിൽ ചിലരുമാകുന്നു. അവർ പരിഹസിക്കപ്പെടുകയും അവരെക്കുറിച്ച് സംസാരിക്കുകയും വളരെയധികം അവഹേളിക്കുകയും ചെയ്തിരിക്കുന്നു. അവർക്ക് ജീവനുള്ളതിന്റെ കാരണത്താൽ അവർ ഇപ്പോഴും തുടരുന്നു. അവർ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്നവർ അറിഞ്ഞിരിക്കുകയും അവരോട് വാഗ്ദത്തം ചെയ്തിരിക്കുന്നത് നിവൃത്തിയാക്കാൻ കഴിവുള്ളവനാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടുമിരിക്കുന്നു. അതിനുവേണ്ടി ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു. ഞങ്ങളുടെ മധ്യയുള്ള രോഗികളെ സൗഖ്യമാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സകല രോഗങ്ങളെയും പാപങ്ങളെയും എടുത്തു മാറ്റണമേ. പിതാവായ ദൈവമേ, ഞങ്ങൾ നിനക്കായി തന്നെ സ്തുതി കരയേറ്റുന്നു. എനിക്ക് വളരെയധികം വിലയേറിയ സ്നേഹിതരുണ്ട്. കർത്താവെ, ഞാൻ അവരെ സ്നേഹിക്കുന്നു. മറ്റുള്ളവരും ഈ കാലഘട്ടങ്ങളിൽ കൂടി കടന്നുപോയിരിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു. വിലയേറിയ സ്നേഹിതരും പ്രിയമേറിയ സ്നേഹിതരും ചെറുപ്പക്കാരും പ്രായമേറിയവരുമായിട്ട് ഞങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ അവരെ സ്നേഹിക്കുന്നു. കർത്താവെ, ഞങ്ങളെ വിശ്വസ്തരാക്കണമേ. വചനത്തോട് വിശ്വസ്തരാക്കണമേ. ഏതെങ്കിലും ഒരു ദിവസം ഒരു നല്ല ദേശത്ത് അവരെ കണ്ടുമുട്ടുകയും അവിടെ പിന്നെ ഒരിക്കലും ഒരു ദുഃഖമോ പ്രയാസമോ ഉണ്ടാകുകയില്ല. കർത്താവിന്റെ വരവിനായി ഞങ്ങൾ ഉടനെ കാത്തിരിക്കുന്നു. അത് വരുമെന്ന് ഞങ്ങൾ അറിയുന്നു. അവിശ്വാസികളായി ഇവിടെയുള്ളവരെ ഇന്ന് രാത്രിയിൽ നീ അനുഗ്രഹിക്കണമേ. കർത്താവെ, അവർ വിശ്വാസികളായിട്ട് നിന്നെ അവരുടെ രക്ഷിതാവായി സ്വീകരിക്കാൻ ഇന്ന് രാത്രിയിൽ ഇടയാക്കണമേ. ഇപ്പോൾ നമ്മളുടെ തലകൾ വണങ്ങിയിരിക്കെ ആരെങ്കിലും തല വണങ്ങിയിട്ടുള്ളവർ, സഹോദരൻ ബ്രൺഹാം, എന്റെ ഹൃദയത്തിന്റെ ആഴത്തിന്റെ ആഴത്തിൽ ഒരു നല്ല പോർപ്പൊരുത് വഴിയുടെ അവസാനത്തെത്താൻ ഞാൻ ആഗ്രഹിക്കുന്നുവെന്ന് പറയാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഞാനൊരു ക്രിസ്ത്യാനിയാകാൻ ആഗ്രഹിക്കുന്നു. ഞാൻ എന്റെ കൈകളെ ഉയർത്താൻ പോകുകയാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അത് നന്നായിരിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഒരു നല്ല പോരാട്ടം പോരാടിക്കൊണ്ട് ഞാൻ എന്റെ വഴിയുടെ അവസാനം എത്തുവാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ക്രിസ്തുവിനെ ഇപ്പോൾ സ്വീകരിക്കുന്നു. അവൻ എന്റെ സഹായകനാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിന്നിലായിരിക്കുന്ന മഹിളെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അത് നന്നായിരിക്കുന്നു. ദൈവം നിങ്ങളെ അറിയുന്നു. ഈ പ്രസംഗപീഠത്തിന് പിന്നിലായി ഏകദേശം 32 വർഷങ്ങളായിട്ട് ഞാൻ അവനെക്കുറിച്ച് അധികമായി പഠിച്ചിരിക്കുന്നു. നിങ്ങൾ എടുക്കുന്ന ഓരോ നീക്കങ്ങളും അവൻ അറിയുന്നുവെന്ന് അവനെക്കുറിച്ച് അത്രയും അധികം അറിഞ്ഞിട്ട് ഞാൻ അറിയുന്നു. അവൻ കുരുവികളെ കാണുന്നു. നിന്റെ തലയിലെ മുടികൾ എണ്ണപ്പെട്ടതാകുന്നു. അവൻ അതിനെക്കുറിച്ചെല്ലാം അറിയുന്നു. നിങ്ങൾ കൈകൾ ഉയർത്തിയിട്ട് അത് അർത്ഥമാക്കുക. അത് മാത്രമാണ് നിങ്ങൾക്ക് ചെയ്യാനായിട്ടുള്ളത്. അവിടെ വെള്ളം തയ്യാറായിരിക്കുന്നു. ഓർക്കുക, നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? നിങ്ങൾ മാനസാന്തരപ്പെടുകയും സുവിശേഷത്തിൽ വിശ്വസിക്കുകയും സ്നാനപ്പെടുകയുമാകുന്നു. എന്തിനു വേണ്ടിയാണ്? യേശുക്രിസ്തുവിന്റെ നാമത്തിൽ
പാപമോചനത്തിന് വേണ്ടിയാകുന്നു. അത് നിങ്ങളുടെ സാക്ഷ്യമാകുന്നു. നിങ്ങൾ സ്നാനപ്പെടുമ്പോൾ നിങ്ങളുടെ പാപങ്ങൾ പോയി കഴിയുകയും നിങ്ങൾ അത് ഏറ്റുപറയുകയും വിശ്വസിക്കുകയും ചെയ്തിരിക്കുന്നു. നിങ്ങളുടെ ഹൃദയത്തെ വലിക്കുന്ന ആ ജീവന്റെ ചരടിനെ നിങ്ങളിപ്പോൾ പിടിക്കുകയില്ലേ? തീർത്ഥാടക, ഈ വഴിയിൽ കൂടി വരിക എന്നത് പറയുന്നു. എന്നോടൊപ്പം യാത്ര ചെയ്യുക, എന്റെ കുരിശെടുത്തുകൊണ്ട് എന്നോട് പഠിപ്പീൻ. ഞാൻ സൗമ്യതയും താഴ്മയുമുള്ളവനാകുന്നു, എന്റെ ചുമട് ലഘുവുമാകുന്നു. കൈയെത്തി അത് പിടിച്ചുകൊള്ളുക. വളരെ സമയങ്ങൾക്ക് മുമ്പ് തന്നെ ഈ യാത്ര തുടങ്ങി ആ വഴിയിലായിട്ട് സന്തോഷിക്കുന്നവരായ എത്ര ക്രിസ്ത്യാനികളുണ്ട്? നിങ്ങളുടെ യാത്ര തുടങ്ങിയും വഴിയിലായിരിക്കുകയും ഇപ്പോഴും വഴിയുടെ അവസാനത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയുമാകുന്നു. അതെന്തായിരുന്നാലും ദൈവം നിങ്ങളുടെ ശുശ്രൂഷയെ കിരീടമണിയിക്കും. അതൊരു ഗൃഹനായികയായിരിക്കാം. ദൈവം നിങ്ങളുടെ ശുശ്രൂഷയെ കിരീടമണിയിക്കുന്നതിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. അതൊരു പ്രാസംഗികനായിരിക്കാം, ഒരു ഡീക്കണായിരിക്കാം, ഒരു സാധാരണ അംഗമായിരിക്കാം, ഒരു കൃഷിക്കാരനായിരിക്കാം. അതെന്താകുന്നു എന്ന് എനിക്കറിയില്ല. അതെന്തായിരുന്നാലും ദൈവം നിങ്ങളുടെ ജീവനെ അവന്റെ വചനത്തിന്റെ മഹത്വം കൊണ്ട് കിരീടമണിയിക്കട്ടെ. അവന്റെ രണ്ടാമത്തെ വരവിൽ നിങ്ങളെ മേഘങ്ങളിലേക്ക് എടുത്തിട്ട് വേറൊരു ദേശത്തേക്ക് കൊണ്ടുപോകാനിടയാകട്ടെ. അവിടെയുള്ള അന്ധകാരത്തിൽ നിന്നും ഞാൻ സംസാരിച്ചിരുന്നതായ ചെറിയ മത്സ്യത്തെ പോലെ അനുഭവിക്കുന്നതിനിടയാകട്ടെ. ഇതുപോലെയുള്ളൊരു ശരീരവുമായിട്ട് നിങ്ങൾക്ക് മേലേക്ക് പോകാൻ കഴിയുകയില്ല. ഈ ബഹിരാകാശ സഞ്ചാരികളെ പോലെ നിങ്ങൾക്കൊരു ടാങ്കിൽ സമൃദ്ധീകരിക്കപ്പെടാതെ പോകാൻ കഴിയുകയില്ല. അതിനുവേണ്ടി നിങ്ങൾ സമൃദ്ധീകരിക്കപ്പെട്ടിട്ടില്ല. എന്നാൽ ദൈവം നിങ്ങളെ പരിവർത്തനം ചെയ്യുമ്പോൾ നിങ്ങൾ സമൃദ്ധീകരിക്കപ്പെടുകയും അപ്പോൾ നിങ്ങൾ മേഘങ്ങളിലേക്ക് എടുക്കപ്പെടുകയും ചെയ്യും. ഭൗതികമായ ഇന്ദ്രിയങ്ങൾ നിങ്ങൾക്ക് നഷ്ടപ്പെടുമ്പോൾ നിങ്ങൾ കുരിശിന്റെ മഹത്വമേറിയ പാതയിൽ യേശുവിനോടൊപ്പം വീട്ടിലേക്ക് പോകും. ഇപ്പോൾ പിതാവായ ദൈവമേ, ക്രിസ്ത്യാനികളാകുന്നതിന് വേണ്ടി ഉയർന്നിരിക്കുന്ന ഈ കരങ്ങൾക്കായി ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു. അവരുടെ ഹൃദയത്തിൽ അത് അർത്ഥമാക്കിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവർ ഒരു സമയത്തും പരാജയപ്പെടരുതേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അവർ പരാജയപ്പെടുകയാണെങ്കിൽ തന്നെയും അവർക്കുടനെ തന്നെ പിതാവിന്റെ അടുക്കൽ ആ കാര്യസ്ഥനുണ്ടായിരിക്കുന്നുവല്ലോ. പിതാവെ, അത് എത്രമാത്രം മഹത്തായ ഒരു കാര്യമാണെന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു. ഞാൻ എന്റെ തെറ്റുകൾ ചെയ്യുമ്പോഴെല്ലാം ഉടനെ തന്നെ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ എനിക്ക് പിതാവിന്റെ അടുക്കൽ ഉണ്ട് എന്ന് ഞാൻ അറിയുന്നു. അങ്ങനെ തിരികെ വീണ്ടും എന്നെ അത് കൃപയിലേക്ക് കൊണ്ടുവരുന്നു. കർത്താവിന്റെ വാത്സല്യമേറിയ കരങ്ങൾ കണ്ണുനീർ തുടയ്ക്കുകയും അവനെ എന്റെ രക്ഷിതാവായി ഏറ്റുപറയുന്നതിന് ഒരു രക്തപങ്കിലമായ ബലി അവിടെ കിടക്കുകയും ചെയ്യുന്നു. രോഗികളും ആവശ്യക്കാരുമായ സകലർക്കും കർത്താവെ, നീ അവരുടെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുകയും അവരുടെ ആവശ്യങ്ങൾ നിറവേറുകയും ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കൂടാതെ പരിശുദ്ധാത്മാവിന്റെ മഹത്വമേറിയ അഭിഷേകത്തിനടിയിലായി ഇവിടെ ഇരിക്കുന്നവർക്കും അത് വളരെ മാധുര്യതയോടെ ഞങ്ങളുടെ ആത്മാക്കളിലേക്ക് പകരുന്നതായി ഞങ്ങൾ അനുഭവപ്പെടുന്നു. പിതാവായ ദൈവമേ, കഴിഞ്ഞ ദിവസം കാനഡയിൽ നിന്ന് വരുമ്പോൾ ഞാൻ ചിന്തിച്ചിരുന്നത് എന്താണെന്ന് നീ അറിയുന്നുവല്ലോ. വീണ്ടും ഒരു പഴയ പരിഷ്കാരത്തോടുകൂടി ഉണർവിലായിരിക്കാൻ ഞാൻ എത്രമാത്രം ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ വിശുദ്ധന്മാർ പാടുകയും ദൈവശക്തി പകരുകയുമാകുന്നു. കർത്താവ് എത്രമാത്രം എന്റെ ഹൃദയം അതിനായി കാംക്ഷിക്കുന്നു. ഈ കൂടാരത്തിൽ നിന്ന് അതുപോലൊരു ഉണർവ് പൊട്ടിപ്പുറപ്പെട്ടിട്ട് ദൈവത്തിന്റെ ശക്തി കൃപയുടെ നീരൊഴുക്കിലൂടെ പകർന്നിട്ട് എല്ലാ ഹൃദയങ്ങളിലേക്കും പോകാനിടയാക്കണമേ. കർത്താവ്, ഈ ചെറിയ സ്ഥലത്തിനായി ഞാൻ നിനക്ക് നന്ദി പറയുന്നു. ഇപ്രകാരം അതാക്കുന്നതിന് ഞങ്ങൾക്ക് കഴിയില്ലായിരുന്നു. എന്നാൽ ഇത് നിന്റെ അനുഗ്രഹമായിട്ട് അതിനെ ആത്മീയമായി വെച്ചിരിക്കുന്നു. ഇപ്പോൾ കർത്താവെ, ഈ ദേശത്തെ ഏറ്റവും ആത്മീയമായ ചെറിയ സ്ഥാനം 8ാമത്തെ പെൻ സ്ട്രീറ്റായ ഇവിടെ തന്നെ ആയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവെ, അതിനായിട്ട് ഞാൻ നിനക്ക് എത്രമാത്രം നന്ദി പറയുന്നു. സഭകളിലേക്ക് പോകുകയും അവർ അവിടെ തണുത്തും വ്യത്യസ്തരായും കാണുന്നു. സ്ത്രീകൾ അത്രമാത്രം നിർഭയരായിട്ട് അവർക്ക് നാണിക്കാൻ പോലും കഴിയാതെ ഒരാമേനോ കവളിൽ ഒരു കണ്ണുനീരോ ഒരു രക്ഷയോ യാതൊന്നുമേയില്ല. വെറുതെ സഭയിൽ ചേരുകയും മതവിശ്വാസ പ്രമാണം പറയുകയും മാത്രമാകുന്നു. അതിനുശേഷം ദൈവമേ, ഒരു മാധുര്യമേറിയ ഇതുപോലെയുള്ള ചൂടായ ഒരു സ്ഥലത്ത് വരുമ്പോൾ അവിടെ എല്ലാ ഹൃദയങ്ങളുടെ വേദിയിലും തീ കത്തിക്കൊണ്ടിരിക്കുന്നു. പിതാവെ, അതെത്ര ആശ്വാസകരമാകുന്നു, എന്തൊരാശ്വാസകരമാകുന്നു. പിതാവെ, നിനക്ക് നന്ദി പറയുന്നു. കർത്താവായ യേശുവിന്റെ വരവരെയും അതെന്നേക്കുമായി അവശേഷിക്കാനിടയാക്കണമേ. ഇപ്പോൾ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നാളെ ശബത്താകുന്നു. കർത്താവെ, നീ എന്നെ രാവിലെ സഹായിച്ചിട്ട് എനിക്ക് അയച്ചിട്ട് വീഴുന്നെങ്കിൽ എന്നെ പിന്നോട്ടെണ്ണുക എന്ന സന്ദേശം പ്രസംഗിക്കാനിടയാക്കണമേ. ദൈവമേ, ഞാനത് അപ്രകാരം കൊണ്ടുവരാനിടയായിട്ട് കർത്താവ് ജനങ്ങളത് കാണുവാനിടയാക്കണമേ. ദൈവമേ, അവരിപ്പോൾ ശുശ്രൂഷയുടെ അവസ്ഥയും അതെവിടെയായിരിക്കുന്നുവെന്നും നാം എന്തിനായി കാത്തിരിക്കുന്നുവെന്നും കാണുവാനിടയാക്കണമേ. എല്ലാം ഈ രീതിയിൽ പോകുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാനിടയാക്കണമേ. 5ാമത്തെ വാക്യം തൊട്ട് വായിച്ചിട്ട് നാം എവിടെയാണ് നിൽക്കുന്നതെന്ന് തിരിച്ചറിയുവാനിടയാക്കണമേ. ഇപ്പോൾ പിതാവേ, നീ ഞങ്ങളെ അനുഗ്രഹിച്ചിട്ട് ഞങ്ങളുടെ ശരീരങ്ങൾക്ക് നല്ല വിശ്രാമം നൽകിയിട്ട് നാളെ ഞങ്ങൾ തിരികെ എത്തുവാനിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭിത്തിയുടെ ചുറ്റുമായും ഒരു കാലിൽ നിന്ന് മറ്റേ കാലിലേക്ക് മാറി മാറി ചാരി നിൽക്കുന്നവരുമായി ജനങ്ങളെല്ലാം നീ അനുഗ്രഹിക്കണമേ. സ്ത്രീകളും പുരുഷന്മാരും പുറത്ത് മഴയത്ത് ജനലിന് ചുറ്റുമായി നിൽക്കുകയും അവരുടെ കാറുകളിലിരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അവർ മേലെയും താഴെയും എല്ലായിടത്തുമാകുന്നു. കർത്താവെ, നീ അവരെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അവരുടെ ഹൃദയങ്ങളിൽ ദൈവകൃപയോടുകൂടി വീടുകളിലേക്ക് പോകാനിടയാക്കണമേ. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. നിങ്ങളിപ്പോൾ മനസ്സിലാക്കുന്നുണ്ടോ?
2 തിമോത്തിയോസ് 2:4 2 തിമോത്തിയോസ് 4:5 തൊട്ട് താഴോട്ടുമായിട്ടുള്ള വാക്യങ്ങൾ ഇന്ന് രാത്രിയിൽ നിങ്ങൾക്കിടയ്ക്കിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് കഴിയുമെങ്കിൽ അത് വായിക്കുക. അപ്പോൾ നാം എവിടെയാണെന്ന് നിങ്ങൾ കാണും. എന്തുകൊണ്ടാണ് മനുഷ്യർ അവനെ കൈവെടിഞ്ഞത്? എന്തുകൊണ്ട് അവർ വന്നില്ല? ആ ശുശ്രൂഷയെ ഇന്ന് നാം കടന്നു പോകുന്നതുമായിട്ട് താരതമ്യപ്പെടുത്തി നോക്കുക. വിശുദ്ധ പൗലോസിന്റെ ഉപദേശങ്ങളെ താരതമ്യപ്പെടുത്തി നോക്കുക. ഞാൻ കണ്ടതായ സ്വർഗീയ കാര്യത്തെ ഓർക്കുക. പൗലോസിന് തന്റെ ജനങ്ങളോടൊപ്പം നിൽക്കേണ്ടി വരുമോ എന്ന് ഞാൻ ചോദിച്ചു. അതെ എന്നവർ പറഞ്ഞു. ഞാൻ പറഞ്ഞു, അവൻ പ്രസംഗിച്ച അതേ വചനം തന്നെ ഞാൻ പ്രസംഗിക്കുകയും സുവിശേഷത്തോടൊപ്പം തന്നെ വിശ്വസ്തനായി നിൽക്കുകയും ചെയ്തിരിക്കുന്നു. ലക്ഷക്കണക്കിന് ജനങ്ങൾ അവരുടെ കൈകൾ ഉയർത്തിയിട്ട് ഞങ്ങൾ അതിൽ വിശ്രമിക്കുന്നു എന്ന് പറഞ്ഞു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ അവനെ സ്നേഹിക്കുന്നുണ്ടോ? നാം വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ, നാം വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ, നാം വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ. God